അല്ലെങ്കിൽ ഞാൻ എന്തിനാ അവിടെ വന്നേക്കുന്നത്? എത്ര പേര് ആക്ച്വലി കൺഫ്യൂസ്ഡ് ആണ്? ഓക്കെ, ഇതിൽ എത്ര പേര് ഇത് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഈ സെഷൻ? എല്ലാവർക്കും ഈ ഫാമിലിയോട്ട് വെൽക്കം. എന്തായാലും നിങ്ങൾ ഈ സെഷനിൽ എത്തിയിട്ടുള്ളത് എനിക്കറിയാം ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. ചില ആൾക്കാർ ചിലപ്പോൾ ഒരു കാരണം ഉണ്ടാവാത്ത ആൾക്കാരുണ്ടാവും. അതായത് ഹോട്ട് സോൺ. സോ ഹോട്ട് സോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ബിസിനസ് യാതൊരു ഐഡിയ ഇല്ല. നിങ്ങളെ ഏറ്റവും അടുത്ത ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അവർ നിങ്ങളോടും സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് അവർ അത്രയും ക്ലോസ് ആണ് നിങ്ങൾക്ക്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുടെ നോ പറയാൻ പറ്റില്ല. ആൻഡ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു ഹോട്ട് സോൺ ആണ്. സോ എത്ര ഹോട്ട് സോൺസ് ഉണ്ട് ഇതിൽ? കയ്യിൽ നിന്ന് പോകും. ഓക്കെ, കുറച്ച് ഹോട്ട് സോൺസ് ഉണ്ട്. കാരണം ഹോട്ട് സോണർക്ക് അറിയില്ല നിങ്ങൾ എത്രത്തോളം ഭാഗ്യം ചെയ്തവരാണ്. നിങ്ങൾക്ക് മെല്ലെ മനസ്സിലാവും. സോ ബാക്കിയുള്ള ആൾക്കാർ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാരണം ഉണ്ടായിരുന്നു അല്ലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള ഗോൾസ് ഉണ്ടായിട്ടുണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾക്ക് സാധിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. സോ നിങ്ങൾ ആക്ച്വലി ഒരു വണ്ടി നോക്കിയിരുന്നു അല്ലെ, നിങ്ങളുടെ ഗോളിലോട്ടും എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫിലോട്ട് എത്താൻ. സോ നിങ്ങൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാൾ ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടെ പോയിട്ടുണ്ടാവും അല്ലെ. സോ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഈ ഒരു വണ്ടി, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച വണ്ടി ചിലപ്പോൾ ഇതാണ്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വെഹിക്കിൾ ഇതാണ്. നിങ്ങളൊരു തീരുമാനം എടുക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. സോ ഞാൻ ആക്ച്വലി എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഈ ബിസിനസ് ആക്ച്വലി ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്തതല്ല, ഡിഫോൾട്ട് എൻ്റെ അടുത്തോട്ട് വന്നതാണ്. എല്ലാവരും ഇംഗ്ലീഷ് ഓക്കെ അല്ലേ? ഹിന്ദി ആണെങ്കിലും കുഴപ്പമില്ലല്ലോ. അടിപൊളി. കാരണം എൻ്റെ ജോബ് ഈസി, എൻ്റെ ജോലി ഈസി. കാരണം ഇല്ലെങ്കിൽ ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. സോ ഞാൻ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഞാനൊരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ആയിരുന്നു. ഞാൻ കുഴപ്പമില്ലാതെ സന്തോഷമായിട്ട് പോയിരുന്നൊരു ജോലിക്കാരനായിരുന്നു. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. കോർപ്പറേറ്റ് ലൈഫ് അതിൻ്റെതായിട്ടുള്ള ചലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വേറെ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം കുഴപ്പമില്ലാത്ത സാലറി ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനും മുത്തച്ഛനും എല്ലാവരും ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരുന്നു. സോ ബിസിനസിനെ കുറിച്ചിട്ട് അങ്ങനെ ആലോചിച്ചിട്ടില്ല. സോ എൻ്റെ ഈ ബിസിനസ്സിലോട്ട് റെഫർ ചെയ്തത് ഞാൻ ജോലിക്കെടുത്ത ഒരു ജോലിക്കാരനായിരുന്നു. എൻ്റെ ബാങ്കിൽ ഞാൻ ജോലിക്കെടുത്ത ഒരാളായിരുന്നു. സോ ആളെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. സോ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. സോ ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? കാരണം അതിൻ്റെ ഇടയിൽ സ്റ്റക്കായി. കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും തംസപ്പ് കാണിക്കും. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സൈൻ കാണിക്കുക. കാരണം മുംബൈയിൽ ഇപ്പോൾ വൈഫൈ തീരെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇടയ്ക്ക് ഉണ്ടാവും ഇടയ്ക്ക് ഉണ്ടാവുന്നില്ല. സോ ഞങ്ങൾ എങ്ങനെ വെച്ചാൽ കാലത്ത് എല്ലാവരും നല്ല രീതിയിൽ ജോലി ചെയ്യും, വൈകുന്നേരം പാർട്ടി ചെയ്യും, അങ്ങനെ ഇരുന്നു. സോ എൻ്റെ നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു ആൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് എപ്പോഴും ഓഫീസിൽ വന്നത്. ആൻഡ് ആദ്യമായിട്ട് ബിസിനസ് കുറിച്ച് ആളൊരു സംസാരിച്ചത് എൻ്റെ അടുത്താണ്. ആളൊരു ദിവസം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു അടിപൊളി ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. ഞാൻ ചോദിച്ചു എന്താ സംഭവം പറയും. സോ നമ്മളെല്ലാവരും ചെയ്യുന്ന ഫസ്റ്റ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ തെറ്റ് ആളും ചെയ്തു. വേറെ ഒന്നുമില്ല, ഒരുപാട് വിവരങ്ങൾ തന്നു ബിസിനസിനെ കുറിച്ചിട്ട്. സോ ആളിൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ബിസിനസിനെ കുറിച്ചിട്ട്, എങ്ങനെയെങ്കിലും ബിസിനസ് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ വേണ്ടിയിട്ട്. സോ എനിക്കൊന്നും മനസ്സിലായില്ല പ്രത്യേകിച്ച്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണെന്ന് മനസ്സിലായി. ആൻഡ് ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് എന്നുള്ളത് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര എതിർപ്പ് കാണിച്ചിരുന്ന ഒരാളാണ്. ആൻഡ് ഞാൻ പറഞ്ഞു ആളുടെ അടുത്ത്, ഇത് കേട്ടിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലെ ഉണ്ട്, സോ ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല. പക്ഷെ ആൾ പറഞ്ഞത് നോർമലി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലെ അല്ല, ഭയങ്കര വ്യത്യാസമാണ്, ഇ കൊമേഴ്സിലാണ്. സോ ഞാൻ പറഞ്ഞു എന്താണെങ്കിലും ശരി, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലേ, ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല. കാരണം അത് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ തീരെ താല്പര്യം തോന്നാറില്ലായിരുന്നു. ആൾ ഒരുപാട് എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൂടാ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ മെല്ലെ എനിക്ക് എന്തോ വിഷമമായി തുടങ്ങി, അല്ലെങ്കിൽ എന്താ അവൻ എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കണം തോന്നി. സോ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞ അപ്രൈസിൽ വരാനായി, ജോലിയിൽ ശ്രദ്ധിക്ക്, ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാം. സോ അതോടെ നിന്ന് അവൻ പോയി. സോ ഞാൻ എന്തുകൊണ്ടാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇഷ്ടമില്ല എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും അവൻ്റെ അടുത്ത് ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ല, എനിക്ക് താല്പര്യം ഉണ്ടായില്ല. കാരണം ഞാൻ അതിനെക്കുറിച്ച് വിചാരിച്ചിരുന്നത് ഒരുപാട് ജോലി ചെയ്യേണ്ടി വരും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ആൻഡ് അത്രയും ജോലിക്കുള്ള പൈസയും കിട്ടില്ല എന്നുള്ളൊരു രീതിയിൽ. കാരണം ഒരു ഡിസ്ട്രിബ്യൂഷൻ മോഡലാണെന്നുള്ളത് എനിക്കറിയാം, ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ മോഡലാണ്, ഒരു പ്രൊഡക്റ്റ് ആൾക്കാരിലോട്ട് എത്തിക്കാനുള്ള ഒരു വഴിയാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ അതിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്കുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്തു, പക്ഷേ ഓഫീസ് ടൈമിൽ വേറെ ഒന്നും ചെയ്യരുത്, ഓഫീസിന്റെ ടൈം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്തോ എന്നുള്ള രീതിയിൽ ഞാൻ അടുത്ത് പറഞ്ഞു. പക്ഷെ നോക്ക് ഓഫീസ് ടൈമിൽ ചെയ്യരുത്. സോ അങ്ങനെ ഈ ഒരു ഇതിൽ അവൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. ആൻഡ് അവൻ എപ്പോഴും അതിന്റെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അത് എന്തൊക്കെ അവിടെ നടന്നു കഴിഞ്ഞാലും അവൻ ഫസ്റ്റ് എൻ്റെ അടുത്തൊന്ന് പറയും, അറിയോ എൻ്റെ ബിസിനസ് നല്ല രീതിയിൽ വളരുന്നുണ്ട്, എനിക്ക് ഇത്ര കമ്മീഷൻ കിട്ടിയിട്ടുണ്ട്, അവിടെ എൻ്റെ ടീം എത്രത്തോളം വലുതാവുന്നുണ്ട്, എനിക്ക് മലേഷ്യ പോകാനുണ്ട്, ഒരു ആഴ്ചത്തെ ലീവ് വേണ്ടി വരും. സോ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളതിൽ ഞാനും ഭയങ്കര ആകാംക്ഷ ഉള്ള ഒരാളായിരുന്നു. സോ അങ്ങനെ ഒരു 9 മാസം കഴിഞ്ഞു പോയി. ഞാൻ അറിയാതെ അവൻ്റെ അടുത്ത് മീറ്റ് ചെയ്ത് വിട്ടു. ഇതിൽ എത്ര പേര് മുംബൈയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്? സോ ഞാൻ ബാൻഡ്രയിലാണ് താമസിച്ചിരുന്നത്. സോ ഞാൻ ജസ്റ്റ് എൻ്റെ വീടിൻ്റെ അടുത്ത് കൂടെ നടക്കുന്ന ടൈമിൽ ഇവനെ കണ്ടു. എന്നിട്ട് ആളിൻ്റെ അടുത്ത് ചോദിച്ചു, ഓ നിങ്ങൾ ഇവിടെ ഉണ്ടോ, എൻ്റെ സീനിയർ പാർട്ട്ണർ അപ്പുറത്തെ കോഫി ഷോപ്പിലുണ്ട്, എന്തുകൊണ്ട് ആളൊന്ന് വന്ന് മീറ്റ് ചെയ്തുകൂടാ? സോ ഞാൻ ആലോചിച്ച് പറഞ്ഞു, പിന്നെയും അവൻ ഇതും വെച്ചിട്ടാണ് പറയുന്നത്. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ജോയിൻ ചെയ്യാൻ പറയല്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ വന്നിട്ട് മനസ്സിലാക്കി വെക്കും എന്താ സംഭവം. ആൻഡ് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുന്നത് എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്സും തരാൻ പറ്റുള്ളൂ. സോ അവൻ ഭയങ്കര സ്മാർട്ടായിട്ട് തന്നെ എങ്ങനെ
അത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ക്ഷണിച്ച് ഞാൻ വിചാരിച്ചായിക്കോട്ടെ കേട്ടു നോക്കാം, എന്നിട്ട് ഇവർക്ക് നല്ല ടിപ്സും കൊടുക്കാം. സോ ഞാൻ അങ്ങനെ ഇരുന്ന് കംപ്ലീറ്റ് പ്ലാനിലൂടെ പോയി. നിങ്ങൾക്കറിയാം ആരാണ് ആ പ്ലാൻ കാണിച്ചെന്നുള്ളത്? വി പാർട്ട്ണർ ഷർഫുൽ ഷെയ്ഖായിരുന്നു എനിക്ക് പ്ലാൻ കാണിച്ചത്. സോ പ്ലാനിൽ കൂടെ ഞാൻ കടന്നു പോയപ്പോൾ, അല്ലെങ്കിൽ പ്ലാൻ ഞാൻ കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ഓപ്പൺ ആയിരുന്നു. കാരണം എനിക്ക് എന്താണ് സംഭവം മനസ്സിലാക്കാൻ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമില്ല, ഇത് മനസ്സിലാക്കിയിട്ട് അവർക്ക് ടിപ്സ് പറഞ്ഞു കൊടുക്കണം. സോ അതുകൊണ്ട് തന്നെ ഞാൻ പ്രോപ്പറായി മനസ്സിലാക്കുന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാനത് മനസ്സിലാക്കിയപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ആ കോൺസെപ്റ്റിൽ കൂടെ പോയപ്പോൾ എനിക്കൊരു തിരിച്ചറിവുണ്ടായി. കാരണം ഞാൻ ആലോചിച്ചതിനേക്കാളും ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായി. കാരണം ഞാൻ ആലോചിച്ചിരുന്ന രീതി, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രൊഡക്റ്റുകളുണ്ട്, ഷാമ്പു ആയിക്കോട്ടെ, ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ വാങ്ങിയിട്ട് വീട്ടിൽ വെക്കുന്നു. ആൻഡ് ഇത് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ആൾക്കാരുടെ അടുത്ത് വിൽക്കണം, ആൻഡ് അവരുടെ അടുത്ത് ഇത് വിൽക്കാൻ വേണ്ടി പറയുന്നു. സോ ഇത് ഇങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു എനിക്ക് ഇതിനെ കുറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് ഇത് ഭയങ്കര വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായി. എനിക്ക് ഒരുപാട് ഇഷ്ടം, ആൻഡ് കാരണം ഇത് ഇ-കൊമേഴ്സിലാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങൾ ഇതിലുണ്ടെന്ന് മനസ്സിലായി. ഇന്ന സ്ഥലം എന്നൊന്നുമില്ല, എനിക്ക് ഏത് സ്ഥലത്തും ചെയ്യാൻ പറ്റും. സോ അതിനുശേഷം ഫിനാൻഷ്യൽ ഇതിന്റെ പൈസ വരുന്ന രീതി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാൻ. സോ ആ ഒരു രീതിയിൽ കൂടെ ഞാൻ നോക്കിയപ്പോൾ, അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ എങ്ങനെയാണ് വരുന്നത് മനസ്സിലാക്കിയപ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിക്കേണ്ടത് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് അടിപൊളി സംഭവമാണ്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഇംപ്രസ് ആയി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് നമ്പേഴ്സ് ഒരുപാട് ഇഷ്ടമാണ്. സോ കഴിഞ്ഞ ടൈമിൽ ഇതെല്ലാം കഴിഞ്ഞ ടൈമിൽ ആളെൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അടിപൊളി, നല്ല മോഡലാണ്. സോ ആളെൻ്റെ അടുത്ത് ചോദിച്ചു എന്നാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യല്ലേ. സോ ഞാൻ ഓക്കെ എന്ന് പറയാനുള്ള രീതിയിൽ എത്തിയെങ്കിലും, പക്ഷെ ഞാൻ ജസ്റ്റ് പറഞ്ഞു ഒരു മിനിറ്റ്, വേറെ ഒന്നുമില്ല, ഞാൻ ബാങ്കർ ആയതുകൊണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള അന്വേഷണങ്ങൾ ചെയ്യണം, എനിക്ക് എൻ്റെ വിവരങ്ങൾ ശേഖരിക്കണം. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു കേട്ടിടത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ തലയിലുള്ളതുകൊണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും എൻ്റെ തലയിൽ കുറച്ച് സമയം എനിക്ക് വേണം. വേറെ ഒന്നുമില്ല, എൻ്റെതായിട്ടുള്ള രീതിയിൽ എനിക്കും വിവരങ്ങൾ അന്വേഷിക്കാനും കണക്കുകൾ നോക്കാനും. സോ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആള് പറഞ്ഞ രീതിയിലാണ് എല്ലാതും എനിക്ക് പിന്നീട് കിട്ടുന്നെങ്കിൽ, വിവരങ്ങൾ കിട്ടണമെങ്കിൽ എനിക്കത് സ്റ്റാർട്ട് ചെയ്യാണ്ടിരിക്കാൻ വേറൊരു കാരണം ഞാൻ കാണില്ല. ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. സോ ഞാൻ ഒരുപാട് സന്തോഷമായിട്ട് ഞാൻ തിരിച്ചു പോയി. പക്ഷെ അതേ സമയത്ത് തന്നെ ഒരുപാട് സന്തോഷമായിട്ട് ഞാൻ പോകുന്നുണ്ടെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ തലയിൽ വരുന്നുണ്ടായിരുന്നു. അല്ലെ, എത്ര പേര് ഇത് കേട്ടപ്പോൾ തന്നെ മനസ്സിലാക്കി, അല്ലെ ഇത് ഇത്രയും നല്ല സംഭവം എന്നുള്ള രീതിയിൽ തോന്നും, അല്ലെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു സംഭവം ഉണ്ടാവും എന്നൊരു തോന്നലുണ്ടാവും. സോ ഞാൻ എൻ്റെതായിട്ടുള്ള കണക്കൂട്ടൽ നോക്കിയപ്പോൾ സത്യം പറയാലോ, ഞാൻ ഒരിക്കലും ഉറങ്ങില്ല ആ ദിവസം. എത്ര പേര് ഇതിൽ ഫിനാൻഷ്യൽ പ്ലാൻ കേട്ടെന്ന് ഉറക്കാത്തവരുണ്ട്? ഗുഡ്. കാരണം കുറെ ആൾക്കാർ ഉറങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കുറെ ആൾക്കാർ കിടന്ന് ഉറങ്ങി, എങ്ങനെ ഉറങ്ങി എന്ന് മനസ്സിലാവില്ല. കാരണം എന്തുകൊണ്ട് ഉറക്കം വരാത്ത വെച്ചാൽ ഒരുപാട് കണക്കുകൾ ഞാൻ കണ്ടു, ഒരുപാട് വിവരങ്ങൾ മനസ്സിലായി. സോ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ വിശകലനം ചെയ്തു. സോ ഫിനാൻഷ്യൽ മോഡൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ വിശകലനം സ്റ്റാർട്ട് ചെയ്തു. സോ ഇതിൽ ഒരുപാട് പേർക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും പ്ലാൻ കേട്ടതിന് ശേഷം, എങ്ങനെയാണ് കമ്പനി ഇത്ര ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ പറ്റും, എന്നിട്ടും കമ്പനി ഇത്രയും ലാഭത്തിൽ നീങ്ങുന്നുണ്ട്? ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ചോദ്യം. ലിക്വിഡിറ്റി കാര്യങ്ങളും എങ്ങനെ പൈസ എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ തലയിലൊരു ചോദ്യം ഉണ്ടായി, എന്തുകൊണ്ട് കമ്പനിക്ക് എങ്ങനെ ഇത്ര ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ പറ്റും? സോ ഞാൻ കഴിഞ്ഞ ജോലിയിൽ ഒരു പ്രൊഡക്റ്റ് റോൾ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഒരുപാട് ഫിനാൻഷ്യൽ മോഡൽസ് കാർഡ്സിനും കാര്യത്തിനും വേണ്ടി ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അത് എക്സൽ ഷീറ്റിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് അറിയേണ്ടത്. സോ നമ്മുടെ അതേ ഫിനാൻഷ്യൽ മോഡൽ ഞാൻ എക്സൽ ഷീറ്റിലും വരച്ചു, എങ്ങനെ പൈസ വരുന്നുള്ള രീതിയിൽ ഞാൻ ഓരോരോ കണക്കുകൾ ഉണ്ടാക്കി. ആൻഡ് കണക്ക് നോക്കിയപ്പോഴും എനിക്ക് കറക്റ്റ് റിസൾട്ട് തന്നെ മനസ്സിലായി. വേറെ ഒന്നുമല്ല, എത്ര എന്നുണ്ടെങ്കിലും 57% കൂടുതൽ കമ്മീഷൻ കമ്പനി കൊടുക്കാൻ പറ്റില്ല. സോ എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. അതുകൊണ്ടാണ് ഫിനാൻഷ്യലിൽ മാക്സോട്ടുള്ളത്. ആൻഡ് കമ്പനി ഓൾറെഡി 13 കൊല്ലമായി, അല്ലേ? സോ 13 കൊല്ലമായിട്ടുള്ള ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ മോഡൽ ഞാൻ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്തു. സോ എനിക്ക് അത് പിന്നീടാണ് ഓർമ്മ വന്നത്. പക്ഷേ എന്റെ ചോദ്യത്തിന് ഉത്തരം എനിക്ക് കിട്ടി. സോ അതിനുശേഷം ഞാൻ എൻ്റെതായിട്ടുള്ള റിസർച്ച് ചെയ്ത് തുടങ്ങി, എൻ്റെതായിട്ടുള്ള രീതിയിൽ ശേഖരിച്ചു തുടങ്ങി, വിവരങ്ങൾ നോക്കി തുടങ്ങി. സോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസർച്ച് ഞാൻ ചെയ്യണമെന്ന് മനസ്സിലായി. എത്രത്തോളം കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരുടെ ക്രെഡിബിലിറ്റി എന്താണ്, എത്ര രാജ്യങ്ങളിൽ അവർ ലീഗലി വർക്ക് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ അവരിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, എന്താണ് ഈ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് ആൾക്കാർക്ക് പറയാനുള്ളത്, ഇതിന്റെ ഫ്യൂച്ചർ എന്താണ്, ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് എന്താ പറയുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചു തുടങ്ങി. എൻ്റെ അതൊക്കെ അന്വേഷിക്കും തോറും എൻ്റെ എക്സൈറ്റ്മെന്റ് കൂടി തുടങ്ങി. ആൻഡ് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ഏകദേശം 4 മണി ആയിട്ടുണ്ട്. ആൻഡ് അന്ന് ഞാൻ തീരുമാനത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇത്രയും അന്വേഷിച്ചതിന് ശേഷം ഞാൻ ഇതിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. സോ അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്ന അറിയോ, ഞാൻ എൻ്റെതായിട്ടുള്ള ഓർഗനൈസേഷൻ പ്ലാൻ ചെയ്ത് തുടങ്ങി. ഈ ലെഫ്റ്റിൽ ഇന്ന ആളെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ എൻ്റെ ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്യും, എൻ്റെ അവർക്ക് എത്ര ഇൻകം വരും, എല്ലാ കാര്യങ്ങളും ഞാൻ പ്ലാൻ ചെയ്തു. അതിൻ്റെ പിറ്റത്തെ മീറ്റിംഗ് ഒക്കെ ഞാൻ ക്യാൻസൽ ചെയ്തു. ഞാൻ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തു, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. സോ ഇത് 12 കൊല്ലം മുമ്പത്തെ കഥയാണ്. സോ ഇതിലുള്ള ഒരുപാട് ആൾക്കാർ ഞാൻ തന്നെ അതേ സിറ്റുവേഷനിൽ ഇരിക്കുന്നതൊക്കെ അറിയാം. ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്, നിങ്ങളെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ, നിങ്ങളെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അല്ല, ഇത് ശരിക്കും ഇത്രയും പൈസ ഉണ്ടാവും, ഇത്രയും സംഭവം നടക്കും, ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി ആണോ? അതെ. സോ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. സോ എന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അടുത്ത 2 മണിക്കൂർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അന്ന് ഞാൻ റിസർച്ച് ചെയ്തത് മുതൽ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ
ആൻഡ് എനിക്ക് നിങ്ങൾക്ക് ഈ സമയത്ത് എന്തൊക്കെ വിവരങ്ങളാണ് ആവശ്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. ആൻഡ് ഈ ഒരു സെഷൻ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ എടുത്ത തീരുമാനം എത്രത്തോളം നല്ലതാണ് എന്നുള്ളതിൽ കുറച്ചും കോൺഫിഡൻസ് ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടായില്ലാന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് നല്ല ഒരു ബിസിനസ്സും വർക്കൗട്ട് ആവില്ല. സോ ആ വിശ്വാസം ഉണ്ടാക്കിയിട്ട് ഈ സെഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ? അടുത്തൊരു 2 മണിക്കൂർ. സോ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. സോ ഞാൻ എൻ്റെ 100% തരണമെങ്കിൽ നിങ്ങളും അതേ രീതിയിൽ ഇരിക്കണം. അതിന്റെ ഫസ്റ്റ് റൂൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഓൺ ആയിട്ട് തന്നെ ഇരിക്കണം, ഒരിക്കലും വീഡിയോ ഓഫ് ആക്കരുത്. വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ സംസാരിക്കുമ്പോൾ പകുതി വിൻഡോയിൽ വീഡിയോ ഓഫ് കാണുമ്പോൾ പകുതി ഇൻട്രസ്റ്റ് പോകുന്നു സംസാരിക്കാണ്ട്. സോ എന്താ വെച്ചാൽ നമ്മുടെ എനർജിക്ക് ഒരുപാട് എഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് വീഡിയോ ഓൺ ആക്കാൻ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ചേ പറ്റും. സോ നിങ്ങൾക്ക് ഈ ബിസിനസ് മുന്നോട്ട് നീക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ഒരുപാട് സെയിൽസ് നടക്കണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ്. സോ എപ്പോഴാണ് ഇവിടെ ഒരു സെയിൽ നടക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുകളിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സൈനപ്പ് നടക്കുള്ളൂ. ആൻഡ് അതിന് വേണ്ടിയിട്ട് നല്ല വിവരങ്ങൾ കിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടാക്കുന്ന അറിവുകൾ ഉണ്ടാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാലേ നിങ്ങൾ ഉള്ളോട്ട് കയറുള്ളൂ. കാരണം വീഡിയോ ഓഫ് ആക്കിയിട്ടാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇരിക്കുന്നത് കറക്റ്റ് ആയിരിക്കില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ പലയിടത്തും ശ്രദ്ധ പോകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഓൺ ആക്കിയിട്ടിരിക്കുക. ആൻഡ് ഇതിൽ കുറച്ച് ആൾക്കാർ ഒരുപാട് എക്സ്പേർട്ടുകൾ ഉണ്ടെന്ന് അറിയാം, എങ്ങനെ വീഡിയോ ഓൺ ആക്കിയിട്ട് കണ്ണ് തുറന്നിട്ട് ഉറങ്ങുന്നത്. ആൻഡ് ഇത് എങ്ങനെ എനിക്കറിയാന്ന് വെച്ചാൽ ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു കോളേജിൽ. ഞാൻ കണ്ണ് തുറന്നിട്ട് ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങിയിരുന്ന ഒരാളാണ്. സോ എനിക്ക് ജസ്റ്റ് ഉറപ്പ് വരുത്താൻ നിങ്ങൾ എല്ലാവരും ഉണർന്നിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഞാൻ നിങ്ങൾ എല്ലാവരും ഉണർന്നിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ജസ്റ്റ് കൈ ഇങ്ങനെ കാണിക്കാം. ഒരു പ്രാവശ്യം ചെയ്തൊക്കെ നിങ്ങൾ എല്ലാവരും ഉണർന്നിട്ടല്ലേ? സോ ജിതേന്ദ്ര കുറച്ച് ടൈം എടുത്ത് കൈ ഇങ്ങനെ ഇതാക്കാൻ എനിക്കറിയില്ല നിങ്ങൾ ഉറങ്ങണമെന്നുണ്ട്. സോ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ ചിലപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാരെ അൺമ്യൂട്ട് ആക്കും ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇന്ററാക്ട് ചെയ്യുന്ന ടൈമിൽ മാത്രം അത് മ്യൂട്ടും അൺമ്യൂട്ടും നിങ്ങൾ ശ്രദ്ധിക്കാം. ഇപ്പൊ ആരും അൺമ്യൂട്ട് ചെയ്യണ്ട. സോ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്കൊരു സ്റ്റെപ്പ് ബാക്കിലോട്ട് നിൽക്കാം. ഞാൻ നിങ്ങളുടെ ഒരു ബേസിക് ആയിട്ടുള്ള ചോദ്യം ചോദിക്കട്ടെ. എന്താണ് ഒരു ബിസിനസ്? ഏതെങ്കിലും ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു ബിസിനസ് എന്താണെന്നുള്ളതെന്ന് പറഞ്ഞുതരാൻ പറ്റും? സിമ്പിൾ ആയിട്ട് ഒരു പ്രൊഡക്റ്റും സർവീസും എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് പൈസക്ക് വേണ്ടിയിട്ട്, അല്ലെ? ഏതൊരു ബിസിനസ്സും അതാണ്. സോ എനിക്ക് ഇതിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരാൾ വോളണ്ടിയർ ആയിട്ട് വേണം. അതൊന്ന് കൈപ്പൊക്കാൻ പറ്റൂ? ഏതെങ്കിലും പുതിയ ഒരാൾ? കുറെ ആൾക്കാർ കൈപ്പൊക്കിയതല്ലോ, ഇപ്പോൾ ആരും. ഓക്കെ, പൂനം വോളണ്ടിയർ ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നു. സോ പൂനം, നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. സോ പൂനം, നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ട്, നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എന്തോ ഷാമ്പു നല്ലൊരു പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് തോന്നി. സോ നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള ബ്രാൻഡ് നെയിമിൽ ഒരു ഷാമ്പു മാർക്കറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മാർക്കറ്റിലോട്ട് ഇറക്കണം. സോ അങ്ങനെ ചിന്ത വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക ഒരു ബിസിനസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? ഫസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് അറിവുകൾ വേണ്ടി വരും, അല്ലേ? എങ്ങനത്തെ പ്രൊഡക്റ്റ് ആവണം, ഈ മാർക്കറ്റിൽ എങ്ങനത്തെ പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ട്, ഞാനിപ്പോൾ ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ എത്ര ആൾക്കാർ വാങ്ങാൻ ചാൻസ് ഉണ്ട്, ഓൾറെഡി എത്രത്തോളം കമ്പനികൾ ഷാമ്പു ഇറക്കുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് അതിന് താഴെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തും, അവരെടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇത്ര വിവരങ്ങൾ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പൈസ കൊടുത്തിട്ട് ഇത്രയും വിവരങ്ങൾ നമ്മൾ ശേഖരിക്കും. ആൻഡ് ഫൈനലായിട്ട് അവർ ഇത്രയും വിവരങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് നമുക്ക് റിപ്പോർട്ട് തരും. സോ ഇന്നത്തെ ദിവസം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് അനുസരിച്ചിട്ട് ഇന്ന പ്രൊഡക്റ്റിന് ചാൻസ് ഉണ്ട്, ഇത്ര മാർക്കറ്റ്, ഇത്ര ആൾക്കാർ അത് വാങ്ങാൻ ചാൻസ് ഉണ്ട്, ഇന്ന വയസ്സ് മുതൽ ഇന്ന വയസ്സുള്ള ആൾക്കാരാണ് അത് കൂടുതലും വാങ്ങാൻ ചാൻസ് ഉള്ളത്. സോ ഇവർക്ക് ഇന്ന പരസ്യങ്ങളാണ് താല്പര്യം, സോ ഇന്ന പ്രൈസിലാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് അത്യാവശ്യം ചിലവാകും. സോ അങ്ങനത്തെ ഒരുപാട് അറിവുകൾ നമുക്ക് പറഞ്ഞു തരും. സോ നമ്മുടെ കമ്പനിക്ക് പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും, അല്ലേ? സോ അതിലൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് മാനുഫാക്ചർ. അതായത് അവരുടെ ജോലി എന്താ വെച്ചാൽ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യണം. സോ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചിട്ട് ഇത്രത്തെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇന്ന സാധനം വെച്ചിട്ട് ഒരു ഷാമ്പു വേണമെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതിന് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ആവും. സോ അങ്ങനെ ഫാക്ടറിയിൽ നിന്ന് റെഡി ആയിട്ട് പ്രൊഡക്റ്റ് പുറത്തു വന്നു. ഇനി എന്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണത് വാങ്ങാൻ പോകുന്ന ആൾക്കാർ? അവർക്ക് എങ്ങനെ മനസ്സിലാവും ഈ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ടെന്ന്? അല്ലെങ്കിൽ നമ്മളൊരു പൂനം ഷാമ്പു എന്നുള്ള പേരിടാം. സോ ഈ ആൾക്കാർക്കൊക്കെ എങ്ങനെ മനസ്സിലാവും പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ടുള്ള പൂനം ഷാമ്പു മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്, ഇത്ര ഗുണങ്ങളുണ്ട്, ഇത്ര പൈസക്ക് നമുക്ക് കിട്ടും എന്നുള്ളത് എങ്ങനെ മനസ്സിലാവും? ഇത് മനസ്സിലാക്കാനാണ്, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടാണ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഇവരാണ് പൊതുവെ ഇത്തരം വിവരങ്ങൾ പുറത്തറിയിക്കുന്നതും ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. സോ അത് പല രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള വഴികളുണ്ട്. മെയിൻ ആയിട്ട് ഇവർ ചൂസ് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യങ്ങൾ. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് അവർ ചൂസ് ചെയ്യുക ഒരു സിനിമാ താരത്തെയോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളെ ചൂസ് ചെയ്യും.
ഉദാഹരണത്തിന് കത്രീന കൈഫിനെ ചൂസ് ചെയ്തെന്ന് വിചാരിക്കാം. കത്രീന കൈഫിന് ഒരുപാട് കോടികൾ കൊടുത്തിട്ടാണ് നിങ്ങൾ ഒരു ബ്രാൻഡ് അംബാസഡർ ആയി വെക്കുന്നതും പരസ്യത്തിന് വെക്കുന്നതും. അതിനുശേഷം നിങ്ങൾ ഒരു പരസ്യ കമ്പനിനെ ചൂസ് ചെയ്യും. അവർക്ക് നിങ്ങൾ ഒരുപാട് പൈസ കൊടുക്കണം പല രീതിയിലുള്ള പരസ്യങ്ങൾ ചെയ്യാൻ. സോ പല പല ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് പല പല കണ്ടന്റുകൾ വെച്ചിട്ട് അവർ പല പല പരസ്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ അതും റെഡിയായി. ഇതിനുശേഷം പൂനം നിങ്ങൾ ഒരുപാട് കോടികൾ ചെലവാക്കും. എന്തിനറിയോ? ഈ പരസ്യങ്ങൾ ആൾക്കാരിലോട്ട് എത്തിക്കാൻ. അല്ലെ ചിലപ്പോൾ ടി വിയിൽ കൂടെ ആവാം, ചിലപ്പോൾ അഡ്വർടൈസ്മെന്റ് ബോർഡ് വെച്ചിട്ട്, റേഡിയോ ത്രൂ, ഒരുപാട് വഴി കൂടെ നിങ്ങൾ അത് പൈസ ചെലവാക്കിക്കൊണ്ട് ആൾക്കാരിലോട്ട് ഈ വിവരങ്ങൾ എത്തിക്കും, അല്ലെങ്കിൽ ഷാമ്പൂവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എത്തിക്കും. സോ നമ്മളെല്ലാവരും ഇത് വാങ്ങുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കാം. ഞാൻ വീട്ടിലിരിക്കും, ഞാൻ ഇന്ത്യ ഓസ്ട്രേലിയ കളി കണ്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ പെട്ടെന്ന് കത്രീന കൈഫ് ഭയങ്കര സ്റ്റൈലായിട്ട് നടന്നു വരുന്നു, വലിയൊരു കാറ്റ് വീശുന്നു. കാറ്റ് ഇങ്ങനെ വരും തോറും അവരുടെ മുടി ഇങ്ങനെ ഇറക്കുന്നുണ്ട്. ആൾ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, എന്റെ കറുത്ത മുടികൾക്ക് രഹസ്യം പൂനം ഷാമ്പു. സോ ഇത് കാണുന്ന ആൾക്കാർ എന്ത് വിചാരിക്കും? കത്രീന കൈഫിന് ഇത്ര നല്ല മുടി കിട്ടിയിരിക്കുന്നു, പൂനം ഷാമ്പു ഉപയോഗിച്ചോട്ടാണ്. സോ അങ്ങനെ തന്നെ ഡിമാൻഡ് ഉണ്ടാവും. പൂനം ഷാമ്പിനെ കുറിച്ചിട്ട് എല്ലാവരും ചോദിച്ചോളണം. ഇതിൽ ആരെങ്കിലും ഉണ്ടോ കറുത്ത മുടി അല്ലെങ്കിൽ കത്രീന കൈഫിന് മുടി ആവശ്യമില്ലാത്തവർ? ആരില്ലല്ലോ, എല്ലാവർക്കും ആവശ്യമുണ്ടല്ലേ. സോ നമ്മൾ അത് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി അതുപോലെ. സോ അങ്ങനെയാണ് ഡിമാൻഡ് ഉണ്ടാവും. സോ ഇനി ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൂനം ഷാമ്പു ചോദിച്ച് ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് എവിടെ നിന്ന് കിട്ടും? ഞാൻ ഫാക്ടറി വന്ന് വാങ്ങേണ്ടി വരും. ഇത് എവിടെ നിന്ന് കിട്ടും? നമ്മളെ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓൺലൈൻ ത്രൂ കിട്ടും. പക്ഷേ അവിടത്തോട്ട് നമ്മളെങ്ങനെ എത്തുന്നു? അവിടത്തോട്ട് ഈ പ്രൊഡക്റ്റ് എങ്ങനെ എത്തുന്നു? അവിടെയാണ് ഡിസ്ട്രിബ്യൂഷൻ ടീം വരുന്നത്. സോ ഡിസ്ട്രിബ്യൂഷൻ ടീം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഫാക്ടറി അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഓരോ സ്ഥലത്തോട്ടും ഓരോ കടലിലോട്ടും ഈ പ്രൊഡക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ്. സോ അതിന് അവർക്ക് പല രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനൽ അവർ ക്രിയേറ്റ് ചെയ്യും. സോ ചിലപ്പോൾ ഫാക്ടറിയിൽ നിന്ന് നേരെ ഒരു CNF എന്നുള്ള ഡിപ്പാർട്ട്മെന്റിൽ പോകും, അവിടുന്ന് സ്റ്റോക്കിൽസിന് പോകും, അതിന് ഡീലേഴ്സിന് പോകും, റീറ്റെയിലേഴ്സിന് പോകും, പിന്നെ അവിടുന്ന് കസ്റ്റമറിലോട്ട് എത്തുന്നു. ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഇത്രയും ആൾക്കാരും അതിൻ്റെ ഉള്ളിൽ നിന്ന് പൈസ വീഴുന്നുണ്ട്, അവരെല്ലാവരും അതിന്റെ ലാഭം എടുക്കുന്നുണ്ട്. സോ ഡിസ്ട്രിബ്യൂഷൻ ഇതേപോലെ ഒരു പ്രാവശ്യം സെറ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെ നടക്കുന്നു തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ഡിസ്ട്രിബ്യൂഷൻ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പണിയാണ്. അതിന് വലിയൊരു സെയിൽസ് ടീം നമുക്ക് ആവശ്യമാണ്. സോ എല്ലാ ഇന്ത്യയിലെ ഓരോ മുക്കിലും മൂലം അല്ലെങ്കിൽ ഓരോ സിറ്റിയിലും നിങ്ങളായിട്ടുള്ള സെയിൽസ് ടീം വെക്കേണ്ടി വരും. സോ എത്ര നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് തന്നെ എത്രത്തോളം ജോലിക്കാരായി അല്ലെ? ഈ ജോലിക്കാർക്ക് നമുക്ക് എന്തായാലും ഓഫീസ് വേണ്ടി വരും അല്ലേ? സോ ഇതിനൊക്കെ പുറമെ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെയിൽസ് ടീമിനെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവർക്ക് ടൂർ കൊടുക്കേണ്ടി വരും, നമ്മളൊരു ഇൻസെന്റീവ് കൊടുക്കേണ്ടി വരും. സോ ഇതിനൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പൈസയാണ് ചിലവാണ്. സോ ഉദാഹരണത്തിന് 100 രൂപക്ക് വിൽക്കുന്ന ഒരു ഷാമ്പു ആണെന്ന് വിചാരിച്ചു. ഈ 100 രൂപക്ക് വിൽക്കുന്ന ഷാമ്പു പൂനത്തിന് എന്ത് തോന്നുന്നു? ഇത് ഉണ്ടാക്കാൻ വന്ന കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രത്തോളം ഉണ്ടാവും? അല്ലെങ്കിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ ഇത് നമുക്ക് റോ മെറ്റീരിയൽ പ്രൊഡക്റ്റ് ആയി വരാൻ എത്രത്തോളം കോസ്റ്റ് ആയിട്ടുണ്ടാവും? 40 to 50 ഒരുപാട് കൂടുതലാണ്. 10 രൂപക്ക് കൂടില്ല. നിങ്ങൾ വലിയ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ പോലും 10 രൂപക്ക് മുകളിലാവില്ല. സോ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ വെക്കണമെങ്കിൽ എത്രത്തോളം ലാഭം അതിൽ നിന്ന് കിട്ടുന്നു, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എത്ര ഉണ്ടാവും? 100 രൂപക്ക് വിൽക്കുന്ന ഈ ഷാമ്പൂല് നിങ്ങൾ നല്ല പ്രൊഡക്റ്റ് ആണ്, നല്ല രീതിയിൽ ബിസിനസ് പോകുന്നുണ്ടെങ്കിൽ എങ്ങനെയാലും 10% നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. അതായത് 10 രൂപ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. ഇത് പെട്ടെന്ന് പോകുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട്, എപ്പോഴും ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇത്രയും ചെറിയ ലാഭമാണെങ്കിലും അത് കൂട്ടത്തോടെ നോക്കുമ്പോൾ വലിയൊരു മാർജിൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ 10 രൂപ ഇത് ഉണ്ടാക്കാൻ വന്ന കോസ്റ്റ്, 10 രൂപ ഇതിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. ബാക്കി 80 രൂപ ഈ പ്രൊഡക്റ്റിന് വന്നത് എവിടെയും ഡിസ്ട്രിബ്യൂഷന്, റീറ്റെയിലർ വരെ ഒരുപാട് ആൾക്കാർ ലാഭപ്പെടുത്തുന്നല്ലേ. കുറച്ച് നമ്മൾ GST അല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റിന് കൊടുക്കേണ്ടി വരും. പക്ഷേ ഒരു ഭൂരിഭാഗം ഇതിലെ എമൗണ്ട് പോകുന്നത് മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെന്റ്, ഡിസ്ട്രിബ്യൂഷൻ ആണ്. മാഡ് കോസ്റ്റ് എന്ന് പറയും. ഇത് പരസ്യം ചെയ്യുന്ന, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ആൾക്കാർ. ഇനി ഏതൊരു പ്രൊഡക്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഏകദേശം ഇതുപോലെ തന്നെയാണ്. മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെന്റ്, ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു 60-65% പോകും. സോ ഈ 100 രൂപയിൽ ഒരു 60 അല്ലെങ്കിൽ 70-80 രൂപ നമ്മൾ അത്രയും ചെലവാക്കുന്നുണ്ട് ഈ പ്രൊഡക്ഷനും കാര്യങ്ങൾക്കും. ഇതുകൊണ്ട് ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഒരിക്കലും പ്രൊഡക്റ്റ് ബെറ്റർ ആവുകയോ നല്ലതാവുകയോ ചെയ്യുന്നില്ല അല്ലേ? പക്ഷേ ഇത് ആവശ്യമുള്ളതാണ്. കാരണം ഇതുകൊണ്ടാണ് ഇത് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവുന്നത്, ഈ പരസ്യം കൊണ്ടാണ് ആൾക്കാർ ഇതിനെക്കുറിച്ച് കേൾക്കുന്നത്. പക്ഷേ കുറച്ചു കാലം മുമ്പ് ഒരു ചോദ്യം എല്ലാവരും ചോദിച്ചു തുടങ്ങി, ഇതിനേക്കാൾ നല്ലൊരു വഴിയില്ലേ? കാരണം ഇത്രയും വലിയൊരു എമൗണ്ട്, ഇത്രയും ഒരു പ്രൊഡക്റ്റിന്റെ മുകളിൽ നമ്മൾ മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെന്റ്, ഡിസ്ട്രിബ്യൂഷൻ ചെലവാക്കുന്ന ഈ പൈസ വേറൊരു രീതിയിൽ നമുക്ക് ഉപകാരപ്പെടുത്തിക്കൂടി എന്നുള്ള ചോദ്യം വന്നു തുടങ്ങി. ആൻഡ് വേറൊരു വഴിയില്ലേ ആൾക്കാരിലോട്ട് എത്തിക്കാൻ? ആൻഡ് അതിന് വന്ന ഉത്തരമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. സോ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരുപാട് പൈസ മാഡ് കോസ്റ്റിന് വേണ്ടി ചെലവാക്കുന്നതിന് പകരം നമുക്ക് മാക്സിമം പൈസ അതിൽ നിന്ന് ലാഭമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ലാഭത്തിൽ നിന്ന് കുറച്ച് പൈസ നമുക്ക് ഈ പ്രൊഡക്റ്റ് വിറ്റ് തരുന്ന ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത് മനസ്സിലായി. സോ ഈ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ സന്തോഷമായിട്ടുള്ള ലോയലായിട്ടുള്ള ഈ കസ്റ്റമേഴ്സിനെ അവർ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ പ്രൊഡക്റ്റിനെ കുറിച്ച് ബാക്കിയുള്ള ആൾക്കാർക്ക് പറയാൻ റെഡിയാണ്, അതിന്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കാൻ റെഡിയാണെങ്കിൽ അവർക്കും അതിൻ്റെതായിട്ടുള്ള കമ്മീഷൻ കൊടുക്കുക എന്നുള്ള രീതിയിലുള്ളൊരു രീതി വന്നു തുടങ്ങി. ആൻഡ് അവർക്കും അതിൻ്റെതായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാക്കാൻ പറ്റും, അവർക്കും അതിൻ്റെതായിട്ടുള്ള കമ്മീഷൻ കൊടുത്തുകൊണ്ട്
ഒരു മൾട്ടി ലെവൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ടീമിനെ വെച്ചുകൊണ്ട് പ്രൊഡക്റ്റ് ആൾക്കാരിലോട്ട് എത്തിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ആക്ച്വലി വന്നത്. സോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ട്. വേറെ ഒന്നുമില്ല, ഇത് ആൾക്കാരിലോട്ട് പ്രൊഡക്റ്റ് എത്തിക്കാനുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ മോഡലാണ്. സോ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിലോട്ട് എത്തിക്കാനുള്ള ഒരു വഴിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. സോ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്രത്തോളം എക്സൈറ്റഡ് ആവുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ കുറിച്ച് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് ബാക്കിയുള്ള എത്രത്തോളം വലുത് വ്യത്യാസം എന്തുകൊണ്ടാണ്? വേറെ ഒന്നുകൊണ്ടല്ല, ഇത് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. സോ അത് മനസ്സിലാക്കണമെങ്കിൽ ഇതുവരെ നമ്മളുള്ള വേറെ ഡിസ്ട്രിബ്യൂഷൻ മോഡൽസ് എന്തൊക്കെയാണോ അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കും. സോ ഇന്നത്തെ കാലത്ത് ഒരു പ്രൊഡക്റ്റോ സർവീസോ ഒരു കസ്റ്റമറിന്റെ അടുത്തോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് 4 വഴികളാണുള്ളത്. സോ ഏറ്റവും പഴയതായിട്ടുള്ള വഴി അല്ലെങ്കിൽ ഏറ്റവും വലിയതായിട്ടുള്ള ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൂനം ഷാമ്പൂവിന്റെ ഉദാഹരണം പറഞ്ഞ അതേ മോഡലാണ്. അതായത് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള FMCG മോഡൽ. സോ ഇത് ഏറ്റവും പഴയതാണെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. വേറെ ഒന്നുമില്ല, അത് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ മോഡൽ ഒരുപാട് സ്ഥലത്ത് എത്തും. അതായത് ഏതൊരു മുക്കിലും മുന്നിലായിക്കോട്ടെ, ഒരു വില്ലേജിലായിക്കോട്ടെ, ഏതെങ്കിലും ചെറിയ സ്ഥലത്തായിക്കോട്ടെ, ഇവിടുത്തെ എല്ലായിടത്തും എത്തിക്കാൻ സാധ്യതയുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ മോഡലാണ്. രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അഡ്വർടൈസിംഗിന്റെ വലിയൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സോ പ്രൊഡക്റ്റിന് ഓൾറെഡി അതിന്റെ ഒരു പരസ്യം ഉള്ളതുകൊണ്ട് അതെല്ലായിടത്തും എത്താനുള്ള വഴി ഓൾറെഡി ഉള്ളതുകൊണ്ടും അത് പെട്ടെന്ന് ചിലവാകാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇതൊക്കെ ആണെങ്കിലും കൂടി ഈ ഒരു മോഡൽ ഇപ്പം എല്ലാം കുറഞ്ഞു തുടങ്ങി. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിന് അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളുണ്ട്, അതിനായിട്ടുള്ള വെല്ലുവിളികളുണ്ട്. ഏറ്റവും വലിയ വെല്ലുവിളി അത് വലിയ പൈസ ചിലവുള്ള ഒരു സംഭവമാണെന്നുള്ളതാണ്. കാരണം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് ആൾക്കാരോട് എത്തുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർക്ക് അവിടെ പ്രോഫിറ്റ് പോകുന്നുണ്ട്. സെയിൽസ് ടീമിന് അതിൻ്റെതായിട്ടുള്ള കമ്മീഷൻ വേറെ പോകുന്നുണ്ട്, പരസ്യത്തിന് വേറെ കമ്മീഷൻ പോകുന്നുണ്ട്. സോ പൈസ ചിലവുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അടുത്ത വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഒരു അഡ്വർടൈസ്മെന്റിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ പ്രവർത്തിക്കുന്നത്. കാരണം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പരസ്യം എന്നുള്ള സംഭവം പഴയ പോലെ ആൾക്കാരിലോട്ട് സ്വീകാര്യത കിട്ടുന്നില്ല. അതിന്റെ എഫക്റ്റീവ്നെസ് ഒരുപാട് കുറഞ്ഞിരുന്നു. അത് എത്രത്തോളം ഇമ്പാക്ട് ആൾക്കാരിലോട്ട് ഉണ്ടാക്കുന്നു അത് വളരെ കുറഞ്ഞു. കാരണം ഇന്ന് ഒരുപാട് അറിവുകൾ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് അറിവുകൾ കിട്ടുന്നതുകൊണ്ട് തന്നെ കസ്റ്റമർ കൺഫ്യൂസ്ഡ് ആണ്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇതിൽ എത്ര പേർക്ക് ഈ ഒരു പരസ്യം ഓർമ്മയുണ്ട്? വാഷിംഗ് പൗഡർ നിർമ്മ എന്നുള്ള പരസ്യം എത്ര പേർക്ക് ഓർമ്മയുണ്ട്? എന്തുകൊണ്ട് ഓർമ്മയുള്ളത്? കാരണം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. കാരണം ആ സമയത്ത് ആ ഒരു ഇൻഫർമേഷൻ മാത്രമേ എത്തിയിരുന്നുള്ളൂ. കാരണം ദൂരദർശൻ എന്നുള്ള ഒരൊറ്റ സാധനം ചാനൽ മാത്രമേ ഉണ്ടായിരുന്നു. ഇതിൽ എത്ര പേര് ദൂരദർശൻ കണ്ടിട്ടുള്ളവരുണ്ട്? കാരണം എന്റെ വയസ്സുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, ഞങ്ങൾ ദൂരദർശൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതിൻ്റെ ഉള്ളിലുള്ള പരിപാടികളെ കാണാറുള്ളൂ. സോ അതിൽ വരുന്ന എല്ലാ പരസ്യങ്ങളും ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇന്ന് ഒരുപാട് അറിവുകൾ അവിടുന്ന് ഇവിടുന്നും വരുന്നുണ്ടല്ലോ. ഒരുപാട് ചാനൽസ് ഉണ്ട്, ഒരുപാട് ഇന്റർനെറ്റിൽ കൂടെ വരുന്നുണ്ട്, ഒരുപാട് ബ്രോഷറുകൾ നമുക്ക് വരുന്നുണ്ട്. സോ പല അറിവുകളും പല രീതിയിലും വന്നുകൊണ്ട് നമ്മൾ ഒരുപാട് കൺഫ്യൂഷൻ ആണ്. ഉദാഹരണത്തിന് ഞാൻ വീട്ടിലിരുന്ന് TV കാണുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് ഒരു മൊബൈൽ ഫോണിന്റെ പരസ്യം കണ്ടു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 7 ദിവസം ഞാൻ ചിലപ്പോൾ 8 മൊബൈലിന്റെ പരസ്യം കണ്ടിട്ടുണ്ടാവും. അമീർ ഖാന്റെ പരസ്യം കണ്ടിട്ടുണ്ടാവും, അലിയ ഭട്ടിന്റെ പരസ്യം കണ്ടിട്ടുണ്ടാവും, ധോണിയുടെ പരസ്യം കണ്ടിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ എനിക്ക് കൺഫ്യൂസ്ഡ് ആവും. സോ ഇതാണ് ഇപ്പൊ പരസ്യങ്ങളുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇതൊരു വെല്ലുവിളിയാണ് ഈ ഒരു മോഡലിന്. പിന്നെ ഉള്ളൊരു വെല്ലുവിളി എന്താ വെച്ചാൽ 10-15 കൊല്ലം മുമ്പ് ഉള്ള പോലെ ആൾക്കാർ ഇപ്പൊ സ്വീകരിക്കുന്നില്ല അല്ലേ. ഒരുപാട് ആൾക്കാർ പരസ്യം പണ്ടത്തുണ്ടായിരുന്നില്ലേ, എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ലെക്സ് ആണെന്ന് പറയുമ്പോൾ എല്ലാവരും അത് കണ്ടു വാങ്ങിയിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് ഉള്ളതുകൊണ്ടും ആൾക്കാർ സ്മാർട്ടായി തുടങ്ങിയല്ലേ, ആൾക്കാർ പരസ്യത്തിൽ പറഞ്ഞെല്ലാം അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇതിൽ എത്ര പേർക്ക് തോന്നുന്നുണ്ട് ഷാറുഖ് ഖാൻ സാൻഡ്രോൺ ഓടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ ഇപ്പോഴും നവരത്ന ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്? ഓക്കെ, നിങ്ങൾക്കറിയാം. സോ നമുക്ക് ഓൾറെഡി മനസ്സിലായി തുടങ്ങി. അതുകൊണ്ടാണ് ഈ ഒരു ഫോർമാറ്റ് ഇപ്പോൾ മെല്ലെ ഡിമായിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ഫോർമാറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാഞ്ചൈസിംഗ് എന്നുള്ളതാണ്. ഒരു പ്രൊഡക്റ്റ് ആൾക്കാരിലോട്ട് എത്തിക്കാൻ അടുത്ത മോഡൽ. സോ ഫ്രാഞ്ചൈസിംഗ് ആണെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് എന്ന് വിചാരിക്കാം. ഞാൻ ഓരോരോ സ്ഥലത്തേക്ക് ഉള്ള വേണ്ടിയിട്ട് ഞാൻ ഓരോ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യും, അവരെ ഞാൻ ട്രെയിൻ ചെയ്യും, അവരെ മെന്റർ ചെയ്യും. ആൻഡ് എൻ്റെതായിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ചുകൊണ്ട് ഞാൻ അവർക്കൊരു ഡീലർഷിപ്പ് കൊടുക്കും ഈ പ്രൊഡക്റ്റ് ആൾക്കാരോട്ട് എത്തിക്കാൻ. സോ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഫ്രാഞ്ചൈസി അപ്പോയിന്റ് ചെയ്യും. ആൻഡ് ഫ്രാഞ്ചൈസി ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള വിജയിച്ചൊരു മോഡലാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ആ ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ ഒരുപാട് കുറച്ചു. വേറെ ഒന്നുമില്ല, ഞാൻ മാനുഫാക്ചറിംഗ് നേരെ ഫ്രാഞ്ചൈസിലോട്ട് മാത്രം കംപ്ലീറ്റ് ചെയ്തത്. രണ്ടാമത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു ഫോർമാറ്റാണ്. ഉദാഹരണത്തിന് നാളെ ഞാൻ ബരിസ്ത എന്നുള്ള കോഫി ഷോപ്പിന്റെ ഫ്രാഞ്ചൈസി എടുത്ത് വിചാരിക്കാം മുംബൈ. ഇവിടെ എന്താ വെക്കേണ്ടത്, എന്താ ഞാൻ വില വെക്കുന്നത്, എത്രത്തോളം വില ഈ പ്രൊഡക്റ്റിന് വെക്കണം, ഇതൊന്നും ഞാൻ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. യൂണിഫോം മുതൽ ഷോപ്പ് എങ്ങനെ കാണണം എല്ലാതും ഫ്രാഞ്ചൈസി ഓണർ തീരുമാനിച്ചു തരും. ആൻഡ് അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിലായിരിക്കും ഈ ഷോപ്പുകൾ കാണാൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ മുംബൈ വന്നിട്ട് ഒരു കാഫിച്ചിനോ ഓർഡർ ചെയ്ത് കോഫിന്ന്, ആൻഡ് നിങ്ങൾ അതേ സാധനം തന്നെ ചെന്നൈ പോയിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും ഏകദേശം അതേ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും, അതേ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും. ആ സ്റ്റാഫ് അടക്കം ഒരേ യൂണിഫോം ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ആൻഡ് ഇതുകൊണ്ടാണ് ഫ്രാഞ്ചൈസി മോഡൽ ഒരു ഉപകാരം. കാരണം കസ്റ്റമറിന് അറിയാം എന്താണ് വേണ്ടതെന്നുള്ളതും അത് എല്ലായിടത്തും ഒരേപോലെ കിട്ടുന്നുള്ളതും. സോ 35% ഈ ലോകത്തിലെ ഓർഗനൈസേഷൻ എല്ലാം ഫ്രാഞ്ചൈസിയിൽ കൂടെയാണ് കൊടുക്കുന്നത്.
സോ ഇതിപ്പോ നമ്മൾ പറയുന്നത് ഫ്രാഞ്ചൈസി ഒരുപാട് സക്സസ്ഫുൾ ആണെങ്കിലും ഇപ്പോൾ അതിന്റെ കുറവും വന്നു തുടങ്ങി. ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ മോഡലും എഫക്ട് ആയി തുടങ്ങി. വേറെ ഒന്നല്ല, അതിനും വെല്ലുവിളികളുണ്ട്. ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വലിയൊരു കോസ്റ്റ് ആവശ്യമാണ്. നിങ്ങൾ എത്ര പേര് ട്രൈ ചെയ്യുന്ന അറിയില്ല ഒരു ഫ്രാഞ്ചൈസി എടുക്കാൻ. മെക്ഡൊണാൾഡ്സിന്റെ ഒരു ഫ്രാഞ്ചൈസി എടുക്കാൻ നിങ്ങൾ ഒരു 8-10 കോടി എന്തായാലും കൊടുക്കണം. KFC കുറച്ചും കൂടി കുറവാണ്, പക്ഷേ ഏകദേശം അതേപോലെ. ബരിസ്റ്റയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായാലും 2 കോടി അടുത്ത് വരും ഈ ഒരു ഫ്രാഞ്ചൈസി നമ്മൾ എടുക്കാൻ. സോ അത്രയും പൈസ ഒരിക്കലും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും പറ്റുന്നില്ല. അതിനുശേഷം വന്ന മോഡലാണ് മൈക്രോ ഫ്രാഞ്ചൈസി. എന്തുകൊണ്ടാണ് മൈക്രോ ഫ്രാഞ്ചൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാഞ്ചൈസിംഗ് പോലെ തന്നെ പക്ഷേ മൈക്രോ ലെവലിൽ. എങ്ങനെയാണ് മൈക്രോ ഫ്രാഞ്ചൈസിംഗ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു കമ്പനി ആണെന്ന് വിചാരിക്കും. ഞാൻ പൂനത്തിനെ ഒരു മൈക്രോ ഫ്രാഞ്ചൈസി ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. ഞാൻ അവർക്ക് ഒരുപാട് വർക്ക് ചെയ്തു, ഞാൻ ട്രെയിനിങ് കൊടുത്തു, മെന്റർ ചെയ്തു, എന്റേതായിട്ടുള്ള ഗൈഡ് ലൈൻസും റൂൾസും വെച്ചുകൊണ്ട് പൂനത്തിന് പ്രൊഡക്റ്റും സർവീസും വെക്കാനുള്ള അവകാശം കൊടുത്തു. ആൻഡ് ഇതുപോലെ തന്നെ അതേപോലെ പൂനത്തിന് ഞാൻ കൊടുക്കുന്ന വേറൊരു അവകാശം എന്താണെന്ന് വെച്ചാൽ പിന്നീടും അവർക്ക് മൈക്രോ ഫ്രാഞ്ചൈസി ചെയ്യാനുണ്ട്. സോ പൂനം എന്നുള്ള ആൾക്ക് ഡീലർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അവർക്കും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഡീലർഷിപ്പ് പുറത്ത് കൊടുക്കാനുള്ള അവകാശം കൊടുത്തു. ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡലാണ്. കാരണം എന്താ, ഇത് എല്ലാവർക്കും വിൻ വിൻ സിറ്റുവേഷൻ ആണ്. കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ലാഭമാണ്, വാങ്ങുന്ന ആൾക്കും ലാഭമാണ്. സോ ഒരു കമ്പനിയുടെ ഭാഗത്ത് നമുക്ക് ചിന്തിച്ച് നോക്കാം. ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ മെല്ലെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എന്താ, ഞാൻ പൈസ ചെലവാക്കുന്നില്ല പരസ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ടോ. പക്ഷേ ഇത് വളരും തോറും എക്സ്പൊണൻഷ്യൽ ആയിട്ട് വളരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്റെ ഓരോ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റും അവർക്കും പിന്നീട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ള അവകാശം കൊടുക്കുമ്പോൾ അത് കൊല്ലം കൂടുന്തോറും അത് എക്സ്പൊണൻഷ്യൽ ആയിട്ട് വളരും. സോ ഒരു 4-5 കൊല്ലത്തോട് കൂടിയിട്ട് എന്റെ ഡിസ്ട്രിബ്യൂഷൻ മോഡൽ വളരെ വലുതാവും. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് സ്ഥലത്തോട്ട് എനിക്ക് എത്തിക്കാനും പറ്റും. എന്റെ പ്രൊഡക്റ്റ് വാങ്ങാൻ ഒരുപാട് ആൾക്കാരും കിട്ടും. സോ ഇതാണ് മൈക്രോ ഫ്രാഞ്ചൈസിംഗിൽ ഏറ്റവും വലിയ ഗുണം. സോ നമ്മളെല്ലാവരും മൈക്രോ ഫ്രാഞ്ചൈസിംഗിന്റെ ഭാഗമാണ്. സോ ഞാൻ ആക്ച്വലി കമ്പനിയുടെ പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്നതിനും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സർവീസ് സെൽ ചെയ്യുന്നതിനും മാത്രമല്ല കമ്മീഷൻ തരുന്നത്. കമ്പനിക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ മോഡൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്റെ ത്രൂ കുറച്ച് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഞാൻ കമ്പനിക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് എനിക്ക് കാലകാലത്ത് കമ്പനി അതിന്റെ കമ്മീഷനും തരുന്നു. സോ ഇത് ഒരുപാട് സാധ്യതകളുള്ള മോഡലാണ്. സോ മൈക്രോ ഫ്രാഞ്ചൈസിങ് സ്മാർട്ടായിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഏതൊരാൾക്കും വളരെ വലിയൊരു ബിസിനസ് കെട്ടിപ്പടുത്താവുന്നതാണ്. നിങ്ങൾക്കറിയോ, ഇന്ന് $200 ബില്യൺ ഇൻഡസ്ട്രിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇത് കണക്കുകൾ പ്രകാരം. പുറത്തുള്ള ആൾക്കാർ പറയുന്ന അറൗണ്ട് 500 ബില്യൺ അടുത്ത് ടച്ച് ചെയ്യുന്നതാണ്. സോ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് ആക്ച്വലി നമ്മളുള്ളത്. സോ റോബർട്ട് കിയോസാക്കിയുടെ ഒരു ബുക്ക് ബിസിനസ് 21st സെഞ്ചുറി ബിസിനസ്, അതിൽ പറയുന്നുണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ മില്യനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ സഹായിക്കും. സോ ഏറ്റവും കൂടുതൽ പുതിയ മില്യനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയാണ്. സോ അത്രത്തോളം വലിയൊരു ഇൻഡസ്ട്രിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. സോ അതുപോലെ തന്നെ എല്ലാ മോഡൽസിനും നമ്മൾ നേരത്തെ പറഞ്ഞ സാധ്യത ഉണ്ടാവാം, വെല്ലുവിളി ഉണ്ടാവും. ഇതിലുള്ള വെല്ലുവിളി എന്തൊക്കെ? ഒന്നാമത്തെ വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രാഞ്ചൈസിംഗിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും വലിയൊരു ഗുണം അവർക്ക് അതിന് നല്ലൊരു കൺട്രോൾ ഉണ്ടാവുന്നു. പക്ഷെ ഇവിടെ നേരെ മറിച്ചാണ്, ഇവിടെ അധികം കൺട്രോൾ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ കമ്പനിയാണെന്ന് വിചാരിക്കുക, ഞാൻ പൂനത്തിനെ അപ്പോയിന്റ് ചെയ്തു, പൂനം പ്രിയങ്കനെ അപ്പോയിന്റ് ചെയ്തു, പ്രിയങ്ക രാഹുലിനെ അപ്പോയിന്റ് ചെയ്തു, ഫ്രാഞ്ചൈസി കൊടുത്തു. സോ അങ്ങനെ പോയി എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഡീലർഷിപ്പ് എടുത്ത് വിചാരിക്കാം. ഇയാൾക്ക് പൈസ ഉണ്ടാക്കുന്ന ഒരു ചിന്ത ഉള്ളൂ, പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ല, ആൾ ചിലപ്പോൾ നോണ പറയാം. സോ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ കമ്പനിക്കാണ് മോശം പേരുണ്ടാവുന്നത് അല്ലേ? സോ ആൾക്കാർ വിചാരിക്കും കമ്പനി മോശമാണെന്ന്. ഇയാളെ നമ്മൾ കണ്ടുപിടിക്കും, ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കി ആൾക്കാർ നമ്മൾ ആക്ഷൻ എടുക്കുകയും ചെയ്യും, അല്ലേ? നമ്മൾ ഇവരെ ടെർമിനേറ്റ് ചെയ്യും. പക്ഷേ ഓൾറെഡി നമ്മുടെ കമ്പനിയുടെ പേര് അവിടെ മോശമായിട്ടുണ്ടാവും. സോ അത്രത്തോളം ലോ കൺട്രോൾ ആണ് ഈ ഒരു മോഡൽ ഉള്ളതുകൊണ്ട് ഈ ഒരു മോഡൽ ആൾക്കാർ മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നല്ലൊരു ബിസിനസ് മോഡലാണ് എങ്കിലും കൂടി ഇത് പ്രോപ്പറായിട്ട് നമ്മൾ നോക്കും. സോ ഇതാണ് തേർഡ് ഫോർമാറ്റ്, മൈക്രോ ഫ്രാഞ്ചൈസി. നമ്മൾ നേരത്തെ പറഞ്ഞ 4 ഇനി 4ാമത്തെ മോഡൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ കൊമേഴ്സ്. ഒരു പ്രൊഡക്റ്റ് ആൾക്കാരിലോട്ട് എത്തിക്കാനുള്ള 4ാമത്തെ മോഡൽ ഇ കൊമേഴ്സ് ആണ്. ഇ കൊമേഴ്സിൽ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു പോർട്ടൽ ഉണ്ടാവും, നമ്മൾ നേരെ ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ ആഡ് ടു കാർട്ട് ചെയ്യുന്നു, നമ്മളെ വിവരങ്ങൾ കൊടുക്കുന്നു, സാധനം വീട്ടിലോട്ട് എത്തുന്നു. ഇതാണ് ഭാവി. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ബാക്കി എല്ലാ ഫോർമാറ്റും ഇ കൊമേഴ്സിനായിട്ട് കൂട്ടി നിൽക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം കോസ്റ്റ്. കാരണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കോസ്റ്റ് വളരെ കുറവാണ്. മിഡിൽ മാൻ ഇല്ല, അല്ലെങ്കിൽ അതിന്റെ ഇടനിലക്കാർ തീരെ ഉണ്ടാവുന്നില്ല. നമ്മൾ ഒരു ഫിസിക്കലായിട്ട് നമ്മൾ ഒരു ഷോപ്പ് ഉണ്ടാക്കണ്ടയോ അല്ലെങ്കിൽ പണിക്കാരെ വെക്കണ്ടയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വെക്കണ്ടയോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ആവശ്യം വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് പൈസ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആവശ്യം വരുന്നില്ല. പിന്നെ ഇത്രത്തോളം ഉപകാരപ്പെടുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള അല്ലെങ്കിൽ മുംബൈയിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. എനിക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ച് തന്നെ എനിക്കൊരു സാധനം വാങ്ങണമെങ്കിൽ പുറത്ത് ഇറങ്ങി ഒരു സാധനം വാങ്ങുന്നത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. കാരണം പുറത്തേക്ക് ഇറങ്ങി തന്നെ ട്രാഫിക്കിൽ ഇപ്പൊ ഞാൻ പോയി കഴിഞ്ഞാലും പാർക്കിംഗ് കിട്ടണം. പാർക്കിംഗ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് സാധനം തപ്പിയെടുത്ത് കഴിഞ്ഞാൽ ബില്ലിങ്ങിന്റെ അവിടെ ഏറ്റവും വലിയ ക്യൂ. സോ ഇ കൊമേഴ്സിന് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ നേരെ വീട്ടിലിരുന്ന് കാര്യം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് എന്റെ വീട്ടിലോട്ട് എത്തും. ഏറ്റവും സൗകര്യമുള്ളൊരു സംവിധാനമാണ് ആക്ച്വലി ഇ കൊമേഴ്സ്. അതുപോലെ തന്നെ ഇതിലെത്ര പേര്, ഉദാഹരണത്തിന് ഇതിലെത്ര പേര് ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നുണ്ട്? ഇതെല്ലാവരും മിക്ക ആൾക്കാർ യൂസ് ചെയ്യും. കാരണം എന്താ? അത് കൺവീനിയന്റ് ആണ്, നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലുള്ള വേറൊരു ഗുണം നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് ആൾക്കാരിലോട്ട് പെട്ടെന്ന് എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിന്റെ റീച്ച് ഒരുപാടാണ്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത്, ഞാനൊരു ചെറിയ ടൗണിൽ വരുന്നതാണ് പറഞ്ഞത്. ഇതിൽ എത്ര പേർക്ക് ഉദർപൂർ ടൗൺ അറിയാം?
കുറച്ച് ആൾക്കാർക്ക് അറിയുള്ളൂ. ഞാൻ പറഞ്ഞ ഒരു ചെറിയ ടൗൺ ആണ്. ഞാൻ ജനിച്ച് വളർന്ന സമയത്ത് ഒരുപാട് പ്രൊഡക്റ്റുകൾ എനിക്ക് എൻ്റെ നാട്ടിൽ കിട്ടിയിരുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് ചെറിയ ടൗൺ ആയിരുന്നു. പക്ഷെ ഇന്ന് ഇ കൊമേഴ്സ് ഉള്ളതുകൊണ്ട് മുസഫർപൂരിലായിക്കോട്ടെ, ഞാൻ മുംബൈയിലായിക്കോട്ടെ, ഈ ലോകത്തിലെ ഏതൊരു പ്രൊഡക്റ്റും എനിക്കിന്ന് വാങ്ങാനുള്ള അവസരമുണ്ട്, ആക്സസിബിൾ ആണ്, അതിലോട്ടുള്ള വഴിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇ കൊമേഴ്സ് പല ഫോണിലോട്ടും ഒരുപാട് സ്ഥലത്തോട്ടും നമുക്ക് ആൾക്കാരിലോട്ട് റീച്ച് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം. പക്ഷെ ഇന്നും നമ്മൾ ഇ കൊമേഴ്സിൽ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം ഇ കൊമേഴ്സിന്റെ പൊട്ടൻഷ്യൽ എന്താണോ നമ്മൾ ഇപ്പോഴും അതിന്റെ ചെറിയ ശതമാനം പോലും യൂസ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. ആൻഡ് ആ നമ്മൾ ഇത്ര കാലം യൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു അവസരം കൂടിയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും അതിന്റെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റാത്തത്? വേറെ ഒന്നുമല്ല. ഒന്നാമത്തെ കാരണം ഇപ്പോഴും കുറച്ച് ആൾക്കാർക്ക് ടെക്നിക്കലി ഉള്ള ബുദ്ധിമുട്ടുണ്ട്. അതായത് ഇപ്പൊ എന്റെ അച്ഛൻ മുസാഫിറിൽ ഇരുന്നുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം ആൾക്ക് അറിയില്ല. യൂസ് ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ട്, മടിയുണ്ട്. പിന്നെയുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബാങ്കിങ് ഡീറ്റെയിൽസ് കൊടുക്കാൻ. ഞാൻ ബാങ്കിങ് സെക്ടറിൽ വരുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞത് ഇന്ന് നിങ്ങളുടെ എല്ലാ ബാങ്കിങ് ട്രാൻസാക്ഷനും വളരെ സേഫ് ആണ്. കാരണം ഒന്ന്, RBIയുടെ ഗവൺമെന്റ് ബോഡിയിലാണ് ഇത് വാച്ച് ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, OTP വരുന്നുണ്ട്, നിങ്ങൾ കൺഫർമേഷൻ വാങ്ങുന്നുണ്ട്. സോ ഇന്ന് ആൾക്ക് എന്ത് ട്രാൻസാക്ഷൻ നടത്തുന്നതും വളരെ സേഫ് ആണ് ഇന്റർനെറ്റിൽ. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഇത് മനസ്സിലാക്കി ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും. കാരണം ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട്, എന്റെ ഡീറ്റെയിൽസ് അടിച്ച് കഴിഞ്ഞാൽ എന്റെ പൈസ പോകും, എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ നിങ്ങൾക്കറിയാം ഇന്നത്തെ ഏറ്റവും വലിയ ചാലഞ്ച്, വെല്ലുവിളി എന്താണ് ഇ കൊമേഴ്സിനെ കുറിച്ചിട്ട്? കാരണം വേറൊന്നുമല്ല, വിശ്വാസക്കുറവാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ ഒരു ഭൂരിഭാഗം ആൾക്കാർക്ക് നമുക്കൊരു ആളെ കാണണം, അല്ലെങ്കിൽ നമുക്കിത് ഫീൽ ചെയ്യണം, ഇത് തൊട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങളിപ്പോൾ ഒരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ കയറും അല്ലേ? നിങ്ങൾ ഷോപ്പിൽ കയറിയിട്ട് ഫസ്റ്റ് നോക്കുക എന്താ, ഒരു മനുഷ്യനോട് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു അതിന്റെ ഓണർ അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ഇത് വിൽക്കുന്നത് ഏതെങ്കിലും ഒരു ആളുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. അല്ലെങ്കിൽ ആളെടുത്ത് പോയിട്ട് നമ്മൾ ചോദിക്കുന്നത് ഇത് നല്ലതാണോ, ഇത് നല്ലതാണോ, ഇതിന്റെ വേറെ മോഡൽ ഉണ്ടോ, നമുക്ക് ആൾ അറിയാൻ പോലും ഇല്ല. പക്ഷെ ആൾ പറയുന്നത് എന്റെ ഗ്യാരണ്ടി വേറെ ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വിശ്വസിച്ച് പോരും അല്ലേ? ഞാനിവിടെ ഉണ്ട്, എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നു പറഞ്ഞാൽ നമുക്ക് വലിയൊരു വിശ്വാസമാണ് നൽകുന്നത്. സോ ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു ഇന്ത്യയിലുള്ള ഒരു സാധാരണക്കാരന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അതൊരിക്കലും ഇ കൊമേഴ്സിൽ കിട്ടുന്നില്ല. അതാണ് ഇ കൊമേഴ്സിലുള്ള വേറൊരു വാല്യൂ. സോ നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് പോവും, ഇന്ത്യയിലെ ഭൂരിഭാഗം ആൾക്കാരും പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് വാങ്ങാതെ പോകുന്ന ആൾക്കാരാണ് വളരെ കൂടുതലാണ്. കാരണം എന്താ? പല ചിന്തകളാണ്. ഒന്ന്, ഈ പ്രൊഡക്റ്റ് ഞാൻ ഉദ്ദേശിച്ച പോലെ ആയില്ലെങ്കിലും, ഇനി വന്ന പ്രൊഡക്റ്റ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആയില്ല, ഞാൻ ആരുടെ പോകും, ഇനി ആരുടെ ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കുന്നത് കേടായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? സോ കസ്റ്റമേഴ്സിന് വിശ്വാസം ആയി വരുന്നുള്ളൂ ഇ കൊമേഴ്സിൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്നത്. നോ, ഇതൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് ഇനി ക്യൂനെറ്റ് എന്താണെന്നുള്ളത് നോക്കാം. സോ ക്യൂനെറ്റ് എന്താ? നമ്മുടെ ഫൗണ്ടേഴ്സ് ആക്ച്വലി ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു മോഡൽ, അതായത് 2 ഡിസ്ട്രിബ്യൂഷൻ മോഡൽ ഒന്നിച്ചാണ് ചെയ്തത്. ഒന്ന് വേറെ ഒന്നല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ മൈക്രോ ഫ്രാഞ്ചൈസിങ് മോഡലും, രണ്ടാമത്തത് ഇ കൊമേഴ്സ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇത് രണ്ടും കൂട്ടിക്കൊണ്ട് ഒരു ഹൈബ്രിഡ് മോഡലാണ് ക്യൂനെറ്റ് ആക്ച്വലി ഉണ്ടാക്കിയത്. സോ ഈ 2 ഫോർമാറ്റിന്റെയും ഗുണങ്ങൾ ഇത് എടുക്കുന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ ഈ ഇതിന്റെയും വെല്ലുവിളികളും ഇത് നേരിടേണ്ടി വരും. പക്ഷേ ഇത് നേരിടാൻ കമ്പനി റെഡി ആയതുകൊണ്ടാണ് ഇത്ര നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങുന്നത്. സോ 1998 ഇന്റർനെറ്റ് തുടങ്ങുന്ന സമയത്ത് ഇ കൊമേഴ്സിൽ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ്. സോ 1998 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്റർനെറ്റിൽ അല്ലെങ്കിൽ ഇ കൊമേഴ്സിൽ ഉണ്ടായിരുന്ന കമ്പനീസ് വളരെ കുറവാണ്. ഒരുപാട് കമ്പനീസ് 2001 ഉണ്ടായ ബബിൾ ബേഴ്സിൽ നിർത്തിപ്പോകലുണ്ടായി. സോ നമ്മളെ ഫൗണ്ടേഴ്സിന് ഓൾറെഡി ക്ലിയർ ആയിരുന്നു ഇതാണ് ഫ്യൂച്ചർ എന്നും ഇതാണ് ഭാവി എന്നും. ആൻഡ് അവർ ഈ വെല്ലുവിളിയൊക്കെ നേരിടാനും അതിനുള്ള പരിഹാരം ഉണ്ടാക്കാനും ശ്രമിക്കുന്നു. സോ അതുകൊണ്ടാണ് ഇന്നും നമുക്ക് കാണാൻ പറ്റും 24 കൊല്ലം കമ്പനി നിൽക്കുന്നത്. ഇവർ ഉപയോഗിച്ച 2 മെത്തേഡുകൾ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ മോഡൽസ് നമുക്ക് നോക്കാം. ഒന്ന്, വേർഡ് ഓഫ് മൗത്ത് അല്ലെങ്കിൽ മൈക്രോ ഫ്രാഞ്ചൈസി നെറ്റ്വർക്കിംഗ്. സോ 1998 വേർഡ് ഓഫ് മൗത്ത് അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ, ആൾക്കാരെ സംസാരത്തിലൂടെ പോകുന്ന പ്രൊഡക്റ്റുകൾ വളരെ കുറവായിരുന്നു. പക്ഷെ ഒരുപാട് ഇൻഡസ്ട്രി അത് ചെയ്യുന്നുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹോട്ടൽസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഡോക്ടർ ആയിക്കോട്ടെ, കോർപ്പറേറ്റുകൾ ആയിക്കോട്ടെ, ഇവരെല്ലാവരും അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരായിരുന്നു. മൈക്രോസോഫ്റ്റ് ആയിക്കോട്ടെ, ഡെൽ ആയിക്കോട്ടെ, ഇതെല്ലാം ആൾക്കാരെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ, ആൾക്കാരെ സംസാരത്തിലൂടെ മാറുന്ന കമ്പനീസാണ്. ഹിന്ദുസ്ഥാൻ നെറ്റ്വർക്ക് ലിമിറ്റഡ് ഏറ്റവും വലിയൊരു കമ്പനി ആയിരുന്നു വേർഡ് ഓഫ് മൗത്തിലൂടെ, മൗത്ത് പബ്ലിസിറ്റിയിലൂടെ. ഇന്ന് കോർപ്പറേറ്റിലെ ഏറ്റവും കൂടുതൽ ജോലി ഹയറിംഗ് നടക്കുന്നത് തന്നെ വേർഡ് ഓഫ് മൗത്തിലൂടെയും മൗത്ത് പബ്ലിസിറ്റിയിലൂടെയും. സോ ഇന്ന് നമ്മൾ നോക്കിയാൽ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. വേറെ ഒന്നല്ല, ഇന്ന് ലോകം മനസ്സിലാക്കി വേർഡ് ഓഫ് മൗത്ത് അല്ലെങ്കിൽ ആൾക്കാരുടെ സംസാരത്തിലൂടെ പ്രൊഡക്റ്റ് പോകുന്നത് ഒരുപാട് ഗുണമുള്ളതാണ്. സോ ഈ 2 കാര്യങ്ങൾ, ഇ കൊമേഴ്സും വേർഡ് ഓഫ് മൗത്തും, ഭാവിയിലുള്ള ഏറ്റവും വലിയ 2 ഡിസ്ട്രിബ്യൂഷൻ മോഡലാണ് നമ്മൾ ക്യൂനെറ്റ് ചൂസ് ചെയ്തത്. നിങ്ങൾ എല്ലാവരും ഉറങ്ങിയിട്ടില്ലല്ലോ? കുറച്ച് ആൾക്കാർ കൈ അനക്കുന്നില്ല. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങളെ ബോറടിക്കാണ്ടിരിക്കാൻ ഞാൻ പവർ പോയിന്റും കാണിച്ചു തരാം. സോ ബിസിനസ് എന്താണെന്നുള്ളത് നമ്മൾ സംസാരിച്ചു, എന്തൊക്കെ ഡിസ്ട്രിബ്യൂഷൻ മോഡൽസ് ഉണ്ടെന്നുള്ളത് നമ്മൾ സംസാരിച്ചു, ട്രഡീഷണൽ മോഡൽ, ഫ്രാഞ്ചൈസി, മൈക്രോ ഫ്രാഞ്ചൈസി, ഇ കൊമേഴ്സ്. ഇപ്പൊ നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്തിയത് ക്യൂനെറ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നമ്മളുള്ള ബിസിനസ് ഒരു ഹൈബ്രിഡ് മോഡലാണ്. സോ മനസ്സിലായല്ലോ അല്ലേ? എന്തുകൊണ്ടാണ് ഇത് ഇത്രയും നല്ലതാണെന്ന് നമ്മൾ പറയാൻ കാരണം? സോ അത് പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാൻ വെച്ചാൽ, നിങ്ങൾ എല്ലാവരും ഒരുപാട് ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. എന്തുകൊണ്ടാണെന്ന് അറിയോ?
നമ്മൾ ഇപ്പോൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ടൈം വളരെ നല്ലതാണ്. ഇത് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ. സോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനൊരു 12 കൊല്ലം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് ഈ ബിസിനസ്. സോ കഴിഞ്ഞ 12 കൊല്ലത്തിൽ ഒരുപാട് ആൾക്കാരെ ചിന്താഗതിയിലും ആൾക്കാർ ഇത് നോക്കിക്കാണുന്ന രീതിയിലും ഒരുപാട് മാറ്റമുണ്ട് അല്ലെ. ഓരോ തലമുറയും വ്യത്യാസമുള്ള രീതിയിലാണ് ചിന്തിക്കുന്നതും ഓരോന്നെ കാണുന്നതും. സോ ഇന്ന് നമുക്ക് കാണാൻ പറ്റും എല്ലാവരും വളരെ അക്സെപ്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പൺ മൈൻഡാണ്. ഇതിൽ എത്ര ആൾക്കാർ വളരുമ്പോൾ കേട്ടിട്ടുണ്ട് എൻ്റെ വീട്ടിൽ പൈസയുടെ മരമൊന്നുമില്ല, അല്ലെങ്കിൽ അധികം നമ്മൾ സ്വപ്നങ്ങൾ കാണാൻ പാടില്ല അല്ലേ. ഞാൻ അങ്ങനെ ചിന്തിച്ചു വന്ന ഒരാളാണ്. എൻ്റെ പാരൻസ് എപ്പോഴും സെക്യൂരിറ്റി നോക്കിയിരുന്ന ആൾക്കാരാണ്. ഒരുപാട് അങ്ങനെ ആഗ്രഹങ്ങളൊന്നും നോക്കിയിരുന്നില്ല. ലോണിനെ കുറിച്ചൊന്നും ആലോചിക്കാനും കൂടി പറ്റില്ല. അത് വലിയൊരു പാപമായിട്ടാണ് ഞങ്ങൾ ഫാമിലി കണ്ടിരുന്നത്. സോ മെല്ലെ മെല്ലെ പൈസ സേവ് ചെയ്യുക, അങ്ങനെ അങ്ങനെ സ്ഥലം വാങ്ങും, അങ്ങനെ മെല്ലെ മെല്ലെ പൈസ കൂട്ടിയിട്ട് മെല്ലെ ഫൗണ്ടേഷൻ തറവണിയും അങ്ങനെയൊക്കെ നമ്മൾ വീട് തന്നെ വെക്കാറ്. പക്ഷെ ഇന്നത്തെ കാലത്ത് വളരെ വ്യത്യാസമാണ് അല്ലെ. ഇന്ന് നമ്മൾ ആഗ്രഹങ്ങൾ കൂടി തുടങ്ങി, നമുക്ക് ഇന്റർനെറ്റ് ആയി, നമുക്കെല്ലാം കണ്ടു തുടങ്ങി, നമുക്ക് ഒരുപാട് കാര്യങ്ങളിലോട്ടുള്ള റീച്ചും കിട്ടി തുടങ്ങി. അതുകൊണ്ട് നമുക്ക് എല്ലാം പെട്ടെന്ന് വേണ്ടത്. സോ അത് നമുക്ക് ഓരോ കാര്യങ്ങളും നേടാനുള്ള വഴികളും നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ട്. ക്രെഡിറ്റ് കാർഡുകളുണ്ട്, ലോണുകളുണ്ട്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ MBA കഴിഞ്ഞ സമയത്ത് എനിക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടി. അതിനുശേഷം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ വണ്ടി വാങ്ങാനുള്ള ലോൺ കിട്ടി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വീട് വെക്കാനുള്ള ലോൺ കിട്ടി. സോ എന്തൊക്കെ നല്ല കാര്യങ്ങൾ എനിക്ക് ആവശ്യമുണ്ടോ അതിനൊക്കെ ആവശ്യമുള്ള വഴികളും എൻ്റെ ഫ്രണ്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം എനിക്ക് പെട്ടെന്ന് എത്താനും പറ്റും. പക്ഷെ നമ്മളെല്ലാവരും മനസ്സിലാക്കാത്തത് എന്താ വെച്ചാൽ നമ്മളെല്ലാവരും കടത്തിലാണ് ജീവിക്കുന്നത്. സോ ഒരു സാലറി അല്ലെങ്കിൽ ഒരു മാസം ഒരു സാലറി നമ്മൾ വാങ്ങുമ്പോഴത്തേനും ഇത്ര നമ്മൾ കാർഡ് നടക്കേണ്ടി വരും, ഇത്ര വണ്ടിയുടെ ലോണിന് പോകുന്നുണ്ട്, ഇത്ര വീടിന്റെ ലോണിന് പോകുന്നുണ്ട്, എൻ്റെ കയ്യിലൊന്നും ബാക്കി വരുന്നില്ല അല്ലേ. സോ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ജീവിതം ഒരു ബാക്കിയുള്ള രാജ്യങ്ങളിൽ വെസ്റ്റേൺ രാജ്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ അവർ ആദ്യം ജീവിച്ചിരുന്ന കാര്യം. സോ ഇതിന് പ്രത്യേകിച്ച് പ്രശ്നം റോങ് ആണ് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞൊരു 3 കൊല്ലങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഉറപ്പുണ്ടായിരുന്നു അല്ലെ. ഒരു 3 കൊല്ലം മുമ്പ് ഇന്ന മാസം അല്ലെങ്കിൽ ഇന്ന ദിവസം സാലറി വരും, അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ന ലോണും EMI ഒക്കെ നമുക്ക് അടക്കാം എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ പാൻഡമിക് സിറ്റുവേഷൻ വന്നതിന് ശേഷം നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാളെ നിങ്ങളുടെ പരിചയത്തിൽ അറിയുണ്ടാവും ഈ ഒരു കോവിഡ് കാരണം അല്ലെങ്കിൽ ഒരു പാൻഡമിക് കാരണം ജോലി നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ സാലറി കിട്ടാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ ബിസിനസ് നഷ്ടപ്പെട്ട്, നിങ്ങൾക്ക് എന്തായാലും ഏതെങ്കിലും ഒരാളെങ്കിലും പരിചയമുണ്ടാവും. സോ ആ ഒരു ഉറപ്പ് ഞാൻ പറഞ്ഞ 3 കൊല്ലം മുമ്പ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഉറപ്പ് ഇപ്പൊ നമുക്ക് ആർക്കും കിട്ടുന്നില്ല, ഇന്ന ദിവസം പൈസ വരുമില്ലെന്ന്. സോ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരിക്കലും ഒരു രണ്ടാമത് വരുമാന മാർഗ്ഗം ഒരാൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആൾക്കാർ ചിന്തിച്ചിരുന്നു വരും. പക്ഷെ ഇന്ന് എല്ലാവരും ചിന്തിച്ചു തുടങ്ങി. ഒരു പാൻഡമിക് വന്നപ്പോൾ വേറെ വരുമാന മാർഗ്ഗം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതും അത് എത്രത്തോളം ഗുണമാണെന്നുള്ളതും. സോ കുറെ ആൾക്കാർ അതിന് വേണ്ടി ഓപ്പൺ ആയി അല്ലെ. എങ്ങനെയെങ്കിലും ഒരു സെക്കൻഡറി വരുമാനം വരുന്ന രണ്ടാമതൊരു വരുമാനം വരുന്ന മാർഗ്ഗം കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണെന്നുള്ള മനസ്സിലായി. ഇനി ഒരു രണ്ടാമത്തെ വരുമാന മാർഗ്ഗം നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനേക്കാളും നല്ലൊരു ബിസിനസ് മോഡൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിസിനസ് മോഡൽ ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. കാരണം പറ്റില്ല. കാരണം വേറെ ഏത് ബിസിനസ് മോഡൽ നമ്മൾ വെച്ച് കഴിഞ്ഞാലും അതിന്റെ സ്റ്റാർട്ടപ്പ് കോസ്റ്റ് വളരെ ആയിരിക്കും. അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇനീഷ്യൽ ചിലവ് ഒരുപാടായിരിക്കും അല്ലെ. ഒരു ചെറിയൊരു പാൻ ഷോപ്പ് നമ്മൾ തുടങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ ചെറിയൊരു നോർമൽ ഷോപ്പ് തുടങ്ങണമെങ്കിൽ തന്നെ ഒരു 10 ലക്ഷം രൂപയുടെ ചിലവുണ്ട്. ആൻഡ് മിക്ക ആൾക്കാരുടെ കയ്യിലും അത് ഉണ്ടാവുന്നില്ല. ഇനിയിപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചു, ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ നിന്ന് പോണത് അത് റൺ ചെയ്യാൻ അല്ലെങ്കിൽ അത് നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്കൊരു പൈസന്റെ ആവശ്യമുണ്ട്, വർക്കിംഗ് ക്യാപിറ്റലായിട്ട്. സോ മിക്ക ബിസിനസ്സും നിന്ന് പോകുന്നത് ഈ ഒരു പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. സ്റ്റാർട്ടിങ് എങ്ങനെയെങ്കിലും ലോൺ എടുത്തോണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. പക്ഷേ വർക്കിംഗ് ക്യാപിറ്റൽ ഇത് കൊണ്ടു നടക്കാനുള്ള പൈസ നിന്നു. സോ ഇത് വലിയൊരു വെല്ലുവിളിയാണ്. പിന്നത്തെ ഒരു ചോദ്യം, ഏത് ബിസിനസ്സാണ് നിങ്ങൾക്ക് ജോബിന്റെ ഒപ്പം കൊണ്ടുപോകാൻ പറ്റുന്നത്? ഏത് ബിസിനസ്സാണ് നമുക്ക് ട്രഡീഷണൽ ബിസിനസ്സാണ് നമുക്ക് ജോബിന്റെ ഒപ്പം ചെയ്തു പോകാൻ പറ്റും? എനിക്ക് ഒരുപാട് അറിവുണ്ട്. ഇപ്പോൾ ബിസിനസ് നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ജോബ് എടുത്തിട്ടും അല്ലെങ്കിൽ ബിസിനസ് എടുക്കും. കാരണം നമുക്ക് കംപ്ലീറ്റ്ലി ടൈം അവിടെ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ബിസിനസ്സും വേറെ നിലനിൽക്കില്ല. പിന്നെ ഉള്ളൊരു സംഭവം, എല്ലാ ബിസിനസ്സിനും അതിൻ്റെതായിട്ടുള്ള സീക്രട്ട് ഉണ്ടാവും, അതിൻ്റെതായിട്ടുള്ള ഓരോ രീതികളുണ്ടാവും. ഇതാരും നമുക്ക് പഠിപ്പിച്ചു തരും. ഇനി ഇതിനെല്ലാം മാറിയിട്ട് നമ്മൾ ബിസിനസ് നമുക്ക് നോക്കാം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നോക്കാം. സ്റ്റാർട്ടപ്പ് കോസ്റ്റ് എത്ര വരുന്നുണ്ട്? ആർക്കും ഒപ്പിക്കാവുന്ന ഒരു പൈസ വരുന്നുണ്ടോ? വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നുണ്ടോ? വീക്കോണിന് ചിലപ്പോൾ നിങ്ങൾ പോകുന്നതിന്റെ അല്ലെങ്കിൽ ട്രെയിനിങ്ങിന്റെ ചിലപ്പോൾ പൈസ ചിലവുണ്ടാവും. ജോബിന്റെ ഒപ്പം നമുക്ക് ചെയ്യാൻ പറ്റില്ലേ അല്ലെ. എങ്ങനെയായാലും നമുക്ക് ജോബിന് പുറമെ ഒരു മണിക്കൂർ 2 മണിക്കൂർ കൊടുക്കാൻ പറ്റും. ഇവിടെ പഠിപ്പിച്ച ആൾക്കാരുണ്ടോ? ഒരുപാട് ആൾക്കാരുണ്ട്. സോ നമുക്ക് എന്ത് സൊല്യൂഷൻ ആണ് നോക്കിയിരുന്നത് അതിനുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ എല്ലാ ആൾക്കാർക്കും ഒരു സെക്കൻഡറി വരുമാന മാർഗ്ഗം ആവശ്യമുണ്ടായിരുന്നു. ആൻഡ് അതിന് പറ്റിയൊരു ഏറ്റവും വലിയ അവസരമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ഒരുപാട് ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് കറക്റ്റ് സമയത്താണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഇത് എളുപ്പമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇതിലാരെങ്കിലും വന്നിട്ടുണ്ടോ? ഓക്കെ, ഞാൻ കുറച്ച് ആൾക്കാർ ബിസിനസ്സിൽ റെഫർ ചെയ്യണം, മൈക്രോ ഫൈനാൻസ് സെല് ചെയ്യണം, അതോടെ ഞാൻ രക്ഷപ്പെട്ടു. ഒരിക്കലില്ല. നിങ്ങൾ എന്തായാലും വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരിക്കും നിങ്ങൾ നേരിടേണ്ടി വരുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ? ആർക്കെങ്കിലും പറയാൻ പറ്റും? സമയം കണ്ടുപിടിക്കുക എന്നുള്ളത്. സമയം കണ്ടുപിടിക്കുക എന്നുള്ളതിനേക്കാളും വലിയൊരു വെല്ലുവിളി ഉണ്ട്. നെഗറ്റിവിറ്റി, വിശ്വാസക്കുറവ്. സോ ഏറ്റവും വലിയൊരു വെല്ലുവിളി നമ്മൾ ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ആൾക്കാർക്കുള്ള ധാരണയാണ് ഏറ്റവും വലിയൊരു റിയാലിറ്റി. അല്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയം ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്, ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ.
ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രശ്നമില്ല. നമ്മളെല്ലാവരും ഇപ്പൊ ബിസിനസ്സിലുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് എന്തായിരുന്നു കാരണം ഇതിൽ ആരെങ്കിലും പോസിറ്റീവായിട്ട് ചിന്തിച്ചിരുന്ന ആൾക്കാരുണ്ടോ? ഇതിൽ ആരെങ്കിലും ഉണ്ടോ ഞാൻ ചെറുപ്പം മുതലൊക്കെ ഞാൻ വലുതായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നു വിചാരിച്ചിരുന്നത്? ആരുമില്ല. കാരണം അധികം ആൾക്കാരും ഇതിനെക്കുറിച്ച് പോസിറ്റീവായിട്ടല്ല ചിന്തിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ പോസിറ്റീവ് ആയിരുന്നില്ല. ആൻഡ് ഇതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഫേസ് ചെയ്തത്. കുറച്ച് ആൾക്കാർ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്താ വട്ടായോ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. കുറച്ച് ആൾക്കാർ വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. സോ ഞാൻ പലതും കേട്ടിട്ടുണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, ആൻഡ് നിങ്ങളും കേൾക്കാൻ സാധ്യതയുണ്ട് ഈ ബിസിനസ് സിസ്റ്റംസ്. സോ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാം ബാക്കിയുള്ളവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ എന്താണ്. കുറച്ച് ആൾക്കാർ വിശ്വസിക്കുന്നത് ഇത് ഹൗസ് വൈഫുകൾ ചെയ്യുന്ന ബിസിനസ്സാണ്. കുറച്ച് ആൾക്കാർ വിശ്വസിക്കുന്നത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിന്ന് പോകും, അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം പൈസ പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ എപ്പോഴും നിന്ന് പോകും. പിന്നെ കുറച്ച് ആൾക്കാർ പറയുന്നത് ഇത് ലൂസേഴ്സിനുള്ളതാണ്, ഒന്നും ചെയ്യാൻ ഇല്ലാത്തവർക്കുള്ളതാണ്, ഇത് പോൺസി സ്കീമാണ്, ഇത് പറ്റിക്കലാണെന്ന് പറയുന്നവരുണ്ട്, പാർട്ട് ടൈം ബിസിനസ് ആണെന്ന് പറയുന്നവരുണ്ട്. സോ ഇങ്ങനത്തെ പല അഭിപ്രായങ്ങളും നിങ്ങളും കേൾക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വട്ടായത് ചിലപ്പോൾ ചിലർ ചോദിക്കും ഇതൊന്നും നടക്കാൻ പോണില്ല എന്നുള്ളത് പറയും, ഇത് സ്കാം ആണെന്നുള്ളത് പറഞ്ഞവരുണ്ട്. പക്ഷെ ഇത് നിങ്ങളുടെ ഒരാൾ പറയണമെന്ന് വെച്ചോ. പക്ഷെ ആ പറയുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇത് പറയുന്ന ആള് ആരാണ് ആക്ച്വലി, അല്ലെങ്കിൽ ആരൊക്കെയാണ് നിങ്ങളുടെ കുറിച്ച് ഈ രീതിയിൽ സംസാരിക്കുക. ഈ ഒരു ചോദ്യമാണ് ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചത്. എനിക്കറിയുന്നത് ചിലപ്പോൾ എൻ്റെ മദറിലോ ആവാം, ചിലപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവാം, MBA കഴിഞ്ഞിട്ടുള്ള ഒരാളാവാം. എന്നെ സംബന്ധിച്ച് എൻ്റെ വൈഫായിരുന്നു പറഞ്ഞിരുന്നത്, നെറ്റ്വർക്ക് മാർക്കറ്റിനെ കുറിച്ച് വളരെ എതിരിരുന്ന ആള്. ചിലപ്പോൾ നമ്മളെ വീട്ടിലെ മാമനാവാം, ചിലപ്പോൾ ഡോക്ടർ ആവാം. പക്ഷേ നമ്മൾ ചോദിക്കേണ്ടത് ഇവർ ഈ ഇൻഡസ്ട്രിനെ കുറിച്ച് എക്സ്പേർട്ട് ആണ്, അല്ലെങ്കിൽ ഇവർക്ക് ഇതിനെ കുറിച്ച് നല്ല അറിവുകളുണ്ടോ. ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ വൈഫ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് ഒരുപാട് ചോദിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്ത്, നിങ്ങളെ കരിയർ ജോലി നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അവൾ ഒരുപാട് നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, നല്ലൊരു ജോബ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ആളെൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചെങ്കിലും ഞാൻ ചോദിച്ചൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള ഇതിനെ കുറിച്ചിട്ട് ആൾ എക്സ്പേർട്ട് ആണോ. അവൾ എന്താണോ പഠിച്ചത് അതിനെക്കുറിച്ച് ചിലപ്പോൾ ആൾ എക്സ്പേർട്ട് ആയിരിക്കും, പക്ഷേ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ ആ അഭിപ്രായം ഞാൻ സ്വീകരിക്കാൻ ആൾ എക്സ്പേർട്ട് ആണ്, അതിനെക്കുറിച്ച് അറിവ് അവൾക്കുണ്ട്. സോ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ എന്തൊരു തീരുമാനം ലൈഫിൽ എടുക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചിട്ട് അറിവുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാർ അഭിപ്രായം ഞാൻ കേൾക്കേണ്ടുള്ളൂ എന്നുള്ളത് എനിക്ക് അറിയായിരുന്നു. സോ നാളെ മറ്റന്നാൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വയറുവേദന വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ അടുത്താണ് നിങ്ങൾ പോകുക. എന്തുകൊണ്ട് പോയിക്കൂടെ, ആൾ ഭയങ്കര പഠിച്ച ആളല്ലേ. ഒരിക്കലും പോകില്ല. കാരണം എന്താ, ആൾക്ക് അതിനെ കുറിച്ചുള്ള വിവരമല്ലോ. ആൾ ചിലപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ കമ്പനിയെ കുറിച്ചുള്ള കാര്യം ഇതാക്കാൻ പറ്റും. പക്ഷേ ഒരു വയറുവേദന വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഡോക്ടറെ അടുത്ത് പോകണം. ആ ഡോക്ടറിൽ നിങ്ങൾ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറെ അടുത്ത് പോകുള്ളൂ. കാരണം അവർ കറക്റ്റ് പ്രോബ്ലം എന്താണെന്നുള്ളത് മനസ്സിലാക്കി നമുക്ക് സൊല്യൂഷൻ തരും. നമുക്ക് വേണ്ടത് ആ സൊല്യൂഷനാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ റിസർച്ച് ചെയ്ത അന്നത്തെ രാത്രി, പ്ലാൻ കേട്ട അന്നത്തെ രാത്രി ഒരുപാട് ആൾക്കാർ ഇതിനെ കുറിച്ചിട്ട് പലതും പറഞ്ഞത് ഞാൻ ഓൺലൈനിൽ കണ്ടു, പല അഭിപ്രായങ്ങൾ ഞാൻ കിട്ടും. പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊരു മാറ്റർ ചെയ്യുന്നില്ല. കാരണം ഞാൻ നോക്കിയത് ഇതിൽ അറിവുള്ള ആൾക്കാർ, ഇതിനെ കുറിച്ചിട്ട് അറിവുള്ള ആൾക്കാർ എന്താണ് പറയുന്നത്. ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് അത്രത്തോളം അറിവുള്ള ആൾക്കാർ ആരൊക്കെ ആയിരിക്കും. ഒരു മാനേജ്മെന്റ് ഗുരു ആവാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാവാം. ആൻഡ് അങ്ങനെ ഞാൻ റിസർച്ച് ചെയ്ത് നോക്കി, അങ്ങനെ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തത്. വാറൻ ബഫറ്റിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. വാറൻ ബഫറ്റിനെ കുറിച്ച് കേൾക്കാത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ ആളുടെ പറഞ്ഞുതരാം. ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോക്കിസ്റ്റ് ആണ് ആൾ. സോ വാൾ സ്ട്രീറ്റിൽ കൊല്ലം തോറും ഏറ്റവും കൂടുതൽ ലാഭം വാങ്ങുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ഒരാളാണ് വാറൻ ബഫറ്റ്. സോ സ്റ്റോക്കിങ്ങിൽ ബുൾ റൺ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതിൽ ചിലപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടാവാം, ചിലപ്പോൾ ഭാഗ്യം ഉണ്ടാവില്ല. പക്ഷെ ഒരാൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിരന്തരം കൊല്ലം തോറും ലാഭം ഉണ്ടാക്കുന്നുണ്ട് സ്റ്റോക്കിങ്ങിൽ, അത് കുറച്ച് റെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് അത് ബാക്കി ആർക്കും ഇല്ലാത്തൊരു കഴിവ് ആൾക്കുണ്ട്. വേറെ ഒന്നുമല്ല, ചെറുപ്പം മുതലേ ആൾ ഒരു ഓൺടർപ്രണർ ആണ്, പല ബിസിനസ്സുകൾ ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ആൾക്ക് ഒരു ബിസിനസിനെ കുറിച്ച്, അല്ലെങ്കിൽ പല ബിസിനസിന്റെ മോഡലിനെ കുറിച്ചുള്ള അറിവ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീക്ഷണം വളരെ വലുതായിരുന്നു. കാരണം ആൾക്ക് അറിയാൻ പറ്റിയിരുന്നു നാളെ എന്താണ് മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്, അല്ലെങ്കിൽ ആൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ ഇൻഡസ്ട്രിയാണ് നാളെ വലുതാവാൻ പോകുന്നത്, ഏതൊക്കെ കമ്പനീസ് ആണ് നാളെ വലുതാവാൻ പോകുന്നത്, ഏതൊക്കെ ടെക്നോളജിയാണ് ബെറ്റർ ആവാൻ പോകുന്നത്. ആൻഡ് ആ ഒരു അറിവ് വെച്ചുകൊണ്ട് ആള് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് ഓരോ കമ്പനിയിലും. ആൻഡ് ഇന്ന് കാണുന്ന പോലെ ഇന്ന് വാങ്ങുന്ന ആൾക്ക് എന്നുള്ള രീതിയിലുള്ള സ്റ്റോക്ക് ട്രേഡിംഗ് ചെയ്യുന്നില്ല, കാലകാലത്തുള്ള രീതിയിലായിരുന്നു, കുറെ കാലത്തുള്ള രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റർ ആയിട്ട് ആളിന് നമ്മൾ പറയുന്നത്. സോ ഈ ഒരാളെ ഒരു എക്സ്പേർട്ട് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടിക്കൂടെ ഒരു ബിസിനസ്സിൽ. ഈ ഒരാള് 3 നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്നുണ്ട്. എൻ്റെ ആൾ പറഞ്ഞത് ആൾ ചെയ്ത ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. എൻ്റെ ആൾ പറഞ്ഞത് വെച്ചാൽ നിങ്ങൾ ഫ്രാഞ്ചൈസിങ് ആണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞത്. സോ വാറൻ ബഫറ്റ് എന്ന് പറഞ്ഞ ഒരാൾ നെറ്റ്വർക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിച്ചു. സോ ഞാൻ റിസർച്ച് ചെയ്ത സമയത്ത് ബിൽ ഗേറ്റ്സ് ആയിക്കോട്ടെ, ഞാൻ ഒരുപാട് ഡാറ്റസും ഒരുപാട് വിവരങ്ങൾ പിന്നെ ശേഖരിച്ചപ്പോൾ, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഓൺടർപ്രണേഴ്സിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് എന്നുള്ളത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവർക്കും ഇതിനെക്കുറിച്ചിട്ട് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് പറയുന്നത്. കുറച്ച് ആൾക്കാർക്ക് ഒപ്പീനിയൻ എനിക്ക് കിട്ടിയില്ല, പക്ഷേ കിട്ടിയ ഒപ്പീനിയൻ എന്തൊക്കെ, അല്ലെങ്കിൽ കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആയിക്കോട്ടെ,
ആള് ബില്യണയർ ട്വൈസ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് ആദ്യം ബില്യണയർ ആയി ആളുടെ കംപ്ലീറ്റ് വെൽത്ത് നഷ്ടപ്പെട്ട് പിന്നെ ബില്യണയർ ആയിട്ടുള്ള ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്. സോ ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് ഒരു ഫേമസ് ആയിട്ടുള്ള ടോക്ക് ഷോ ഉണ്ട്, അതിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡേവിഡ് ലെറ്റ്മന്റെ ടോക്ക് ഷോ ആണ്. സോ ആൾ ചോദിച്ചു, നിങ്ങൾക്ക് കയ്യിലുള്ള എല്ലാ പൈസയും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ഉന്നയിച്ചു. സോ ആള് പറഞ്ഞു, ഞാനൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് യൂണിവേഴ്സിറ്റി പൈസ മൊത്തം പിന്നെ അതിൻ്റെ എന്തോ സ്റ്റെക്ക് ആയി തോന്നുന്നു. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? സോ ആൾ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നല്ലൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ഐഡന്റിഫൈ ചെയ്യും, അതിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ മില്യൻസ് ഉണ്ടാക്കും, എന്റെ എല്ലാ മില്യൻസ് നഷ്ടപ്പെട്ടു പോയാൽ. ഇത് കേട്ടപ്പോൾ എല്ലാ ഓഡിയൻസും ഷോക്കായി. ആൻഡ് അത് കണ്ടിട്ട് ആള് തിരിച്ചു നോക്കിയിട്ട് പറഞ്ഞു, അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഓഡിയൻസ് ആയിട്ടിരിക്കുന്നത്, ഞാൻ ഇവിടെ ഇരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരിക്കലും ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുടെ കയ്യിൽ നിന്ന് ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് നെഗറ്റീവായിട്ട് ഞാനൊന്നും കേട്ടില്ല. പക്ഷെ അതിനുശേഷം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ഇപ്പോൾ ഇത്രയും അറിവുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഇതിനെ കുറിച്ച് ഇത്ര നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ എന്തുകൊണ്ടാണ് ഒരു നോർമലായിട്ട് ഒരാൾ ഇതിനെ കുറിച്ചിട്ട് മോശം പറഞ്ഞു എന്നുള്ള ചിന്ത എന്ന് പറയും. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണം അല്ലെ? ഒരു തീ ഇല്ലാണ്ട് ഒരിക്കലും ഒരു പുക ഉണ്ടാവില്ല. സോ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എവിടുന്നാണ് ഈ തീ വന്നത്? ഇത്രയും നെഗറ്റിവിറ്റിയുടെ ഒരു പുക ഇവിടെ ഉണ്ടെങ്കിൽ, ഈ ഇൻഡസ്ട്രിനെ കുറിച്ചിട്ട് ഇതിനെ കുറിച്ചിട്ട് ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ, എവിടുന്നാണ് ഈ ഒരു തീ ഉണ്ടായത്, നെഗറ്റിവിറ്റി തീ ഉണ്ടായത്? സോ ഞാൻ അതിൻ്റെ ആയിട്ടുള്ള വിവരങ്ങൾ അന്വേഷിച്ച് തുടങ്ങി. എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ട് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും വലിയൊരു കാര്യം ലാക്ക് ഓഫ് റെഗുലേഷൻ, അല്ലെങ്കിൽ റെഗുലേഷന്റെ കുറവാണ്. സോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇത്ര വലിയൊരു ഇൻഡസ്ട്രി ആണെങ്കിലും ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബോഡി ഒരിക്കലും ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടില്ല. ഇനി ഒരു റെഗുലേറ്ററി ബോഡി ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? ഇത് എത്ര പേർക്ക് അറിയാം? അല്ലെങ്കിൽ റെഗുലേറ്ററി ബോഡി ഒരു ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? സോ ആ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ആ കാര്യങ്ങൾ നോക്കി താനും അത് പ്രോപ്പർ ആണെന്ന് ചെക്ക് ചെയ്യാനാണ് റെഗുലേറ്ററി ബോഡി. സോ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു കസ്റ്റമറിന് കോൺഫിഡൻസ് കിട്ടുന്നത് അതിന്റെ റെഗുലേറ്ററി ബോഡി വെക്കുന്ന കുറച്ച് റൂൾസും റെഗുലേഷൻസും ഉള്ളതുകൊണ്ടാണ്. സോ റെഗുലേറ്ററി ബോഡിയാണ് ഒരു ഇൻഡസ്ട്രിയെ കൺട്രോൾ ചെയ്യുന്നത്. ഒരു ഉദാഹരണത്തിന്, ഞാനൊരു ബാങ്കറാണ്. ഒരു ബാങ്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം റെഗുലേറ്ററി ബോഡി എന്താ? RBI. RBIയുടെ ജോലി എന്താണ്? RBIയുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാങ്കിങ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി സ്ട്രോങ് ആണെന്നുള്ളത് എപ്പോഴും ഉറപ്പുവരുത്തുക, നമ്മൾ ഇട്ടിരിക്കുന്ന പൈസ സേഫ് ആണെന്നുള്ള ഉറപ്പുവരുത്തുക, ആരും പറ്റിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇത് ചെയ്യണമെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ടൈറ്റ് ആയിട്ട് റൂൾസും റെഗുലേഷൻസും വെച്ച് അതിനെ നോക്കേണ്ടി വരും. ഉദാഹരണത്തിന്, എനിക്കിപ്പോൾ ഒരു ബാങ്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു മനീഷ് കുമാർ എന്നുള്ള ഒരു ബാങ്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്? ഒരിക്കലും ഇല്ല. എനിക്ക് ആദ്യം RBI പോയിട്ട് ഒരു ബാങ്ക് ഓപ്പൺ ചെയ്യണം, അതിന്റെ ലൈസൻസ് തരാനുള്ളത് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ലൈസൻസ് എനിക്ക് തരണമെങ്കിൽ അവരൊരു 10,000 ഡോക്യുമെന്റ്സ് എൻ്റെ അടുത്ത് ചോദിക്കും. എന്റെ മൊത്തം ഹിസ്റ്ററി വരെ അവർ ചെക്ക് ചെയ്യും. എന്റെ അച്ഛൻ എന്താ ചെയ്തത്, എന്റെ മുത്തശ്ശൻ എന്താ ചെയ്തത്, എനിക്ക് എത്രത്തോളം അസറ്റ്സ് ഉണ്ട്, എനിക്ക് എത്രത്തോളം സ്വത്തുകളുണ്ട്, ഇതൊക്കെ അവർ പരിശോധിച്ചിട്ട് ഓക്കെ പറഞ്ഞു വിചാരിക്കാം. അതായത് മനീഷ് കുമാർ, നിങ്ങൾക്ക് പിന്നെ ബാങ്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു 5 ബ്രാഞ്ച് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത ലൈസൻസ്. ഈ ലൈസൻസ് മാത്രമാണ് അവർ തരിക? ഒരിക്കലും ഇല്ല. അതിലൊരു 1000-ഓളം റൂൾസും റെഗുലേഷൻസ് ഉണ്ടാവും. എനിക്ക് ഇന്നത് ചെയ്യാൻ പാടില്ല, ഈ പ്രൊഡക്റ്റ് ഞാൻ ഇന്നത്തെ മോഡൽ വിൽക്കാൻ പാടില്ല, ഇത്ര ലാഭത്തിന് കൂടുതൽ എടുക്കാൻ പാടില്ല, ഇന്ന സാധനം ഞാൻ ഇന്ന രീതിയിൽ ചെയ്യണം, അങ്ങനെ ഒരുപാട് റൂൾസ് ഉണ്ടായിരിക്കും. ആൻഡ് ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും സംഭവം നമ്മൾ മറന്നു വിചാരിക്കുക, ഏത് സമയത്തും ഇവർക്ക് വരാം, ഇവർക്ക് ഇൻസ്പെക്ട് ചെയ്യാം, ഇവർക്ക് ചെക്ക് ചെയ്യാം, ഇവരെ എന്തൊക്കെ റൂൾസ് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ പ്രോപ്പർ ആണെന്ന് ചെക്ക് ചെയ്യാം. ഇനി എന്തെങ്കിലും ഒരു പിഴവ് അവർ കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അതിനുള്ള ശിക്ഷകളുണ്ടാവും. ചെറിയ വലിയ പിഴവാണെങ്കിൽ ഫൈൻ ആയിരിക്കും. ഏറ്റവും സീരിയസ് ആയിട്ടുള്ള വലിയ പ്രശ്നമാണെങ്കിൽ അവർ ആക്ച്വലി ലൈസൻസ് വരെ കട്ടാക്കും. സോ ഇത്രത്തോളം ടൈറ്റ് ആയിട്ടാണ് ഒരു റെഗുലേറ്ററി ബോഡി ആക്ച്വലി ഒരു ഇൻഡസ്ട്രീനെ നോക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാരുടെ പൈസയും. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും സേവിങ്സ് അക്കൗണ്ടിൽ അല്ലേ പൈസ കിട്ടില്ലേ? നിങ്ങൾക്ക് ആർക്കും ഉറക്കം വരാണ്ടിരിക്കണ്ട, അയ്യോ നാളെ ബാങ്കിൽ ഞാൻ പോയാലോ, എന്റെ പൈസക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ആലോചിച്ചിട്ട് ഒരിക്കലില്ല. കാരണം അത് RBIയുടെ അല്ലെങ്കിൽ റെഗുലേറ്ററി ബോർഡിന്റെ ജോലിയാണ്. ഇത് സേഫ് ആണെന്ന് ഉറപ്പുവരുത്തുക, ബാങ്ക് ഒരിക്കലും നഷ്ടത്തിലാവുന്നില്ല, അല്ലെങ്കിൽ ഒരു ബാങ്കും പൊട്ടുന്നില്ല എന്നുള്ള ഉറപ്പുവരുത്തുക. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്ക് നഷ്ടത്തിലായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു, ബാക്കി എല്ലാ ബാങ്കിനും അത് എഫക്ട് ചെയ്യും. ആ രീതിയിലാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി. വേറെ ഒന്നല്ല, ആൾക്കാരെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. ഒരു ബാങ്ക് എങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ സിസ്റ്റം മൊത്തത്തിൽ തകരാറാവും. എല്ലാവർക്കും സംശയമായി തുടങ്ങും, ഒരാളും ബാങ്കിനെ പിന്നെ വിശ്വസിക്കില്ല. അതേപോലെ തന്നെയാണ് ഇൻഷുറൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രി. IRDAI എന്നുള്ളൊരു റെഗുലേറ്ററി ബോഡിയാണ് അത് നോക്കുന്നത്. അതെ, നിങ്ങൾ എല്ലാവരും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ രാത്രി പറയുമ്പോൾ ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനി നാളെ ഓടിപ്പോയാലോ? ഒരിക്കലും ആലോചിക്കില്ല. കാരണം എന്താ, IRDAIയുടെ ജോലിയാണ്. എല്ലാ ഇൻഷുറൻസ് കമ്പനി പ്രോപ്പർ ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അവർ കൊടുത്ത കമ്മിറ്റ്മെന്റ് എന്താണ്, അവർ പറഞ്ഞ വാക്കുകൾ പാലിക്കുന്നുണ്ടോ, ഓരോ കമ്പനികളും അവരുടേതായിട്ടുള്ള കാര്യം ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ആ റെഗുലേറ്ററി ബോഡിയാണ് ചെക്ക് ചെയ്യുന്നത്. സോ ഇതാണ് റെഗുലേറ്ററി ബോഡിയുടെ ഉപയോഗം. സോ നമ്മൾ നേരത്തെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി, ഇത്രയും ടേൺ ഓവർ നടക്കുന്ന ഒരു ഇൻഡസ്ട്രി, ഇതിനൊരു റെഗുലേറ്ററി ബോഡി ഇല്ല. റെഗുലേറ്ററി ബോഡി ഇല്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് ലൂപ്ഹോൾസ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ആ പ്രശ്നങ്ങൾ ഓരോ തവണകളായിട്ട് ഓരോ ആൾക്കാരും യൂട്ടിലൈസ് ചെയ്യും. ചില ആൾക്കാർ വന്നിട്ട് കുറച്ച് ആൾക്കാരെ പൈസ വാങ്ങിയിട്ട് ചിലപ്പോൾ ഓടിപ്പോകുന്നുണ്ടാവും, നോണ പറയുന്നുണ്ടാവും, സ്കാം ചെയ്യുന്നവരുണ്ട്, ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതിൽ സ്പീക്ക് ഏഷ്യ അങ്ങനെ ഒരുപാട് കമ്പനീസോട് വന്നിട്ട് ആൾക്കാരെ പറ്റിച്ച് പോയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിലുള്ള എല്ലാ ആൾക്കാർക്കും ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ അറിയാൻ പറ്റും ഇതുപോലെ സ്കാമിൽ പൈസ പോയിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഏതെങ്കിലും ഒരു സ്കാമിലെങ്കിലും വീട്ടിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടിലെങ്കിലും നിങ്ങൾക്ക് അറിയുന്നവരില്ലേ?
ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ വിനോദിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. വിനോദ് സ്പീക്കേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സ്പീക്കേഷ്യ. സോ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്പീക്കേഷ്യ പോലത്തെ കമ്പനി ഉണ്ടായിരുന്നു. അതൊരു സ്കാമായിട്ടുള്ള കമ്പനി, കുറച്ചു കാലം കൊണ്ട് നിർത്തിപ്പോയി. അപ്പൊ നിങ്ങൾ 5 കൊല്ലം 5 ലക്ഷം രൂപ സ്പീക്കേഷ്യയിൽ ഇട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചു, പൈസ ഇട്ടിട്ടുണ്ട്. ഞാൻ 3 കൊല്ലത്തിന് ശേഷം ആ കമ്പനി ഓടിപ്പോയി, നിങ്ങളുടെ പൈസ പോയി. ഇനി പ്രത്യേക നിങ്ങളുടെ ഫ്രണ്ട് ആണെന്ന് വിചാരിക്കുന്നത്, പ്രത്യേക വിനോദിന്റെ അടുത്ത് ചോദിക്കുന്നു നിങ്ങൾക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിനെ കുറിച്ച് എന്താണ് അഭിപ്രായം, എന്തായിരിക്കും വിനോദ് പറയാം? ഞാൻ നേരെ പറയും അല്ലേ, വെറുതെ ആയിരുന്നു നിൽക്കേണ്ട, എന്റെ 5 ലക്ഷം രൂപ ഓൾറെഡി പോയതാണ്, ഇതൊക്കെ പറ്റിക്കലാണ് എന്നുള്ളത് പറയും അല്ലെ. ഇപ്പൊ പ്രതീക അപ്പം എന്താ വിശ്വസിക്കുക, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിക്കലാണ്. ഇനി പ്രതീകിന്റെ ഫ്രണ്ടാണ് അതിൽ ചോദിക്കണം പ്രതീകിന്റെ അടുത്ത് നിങ്ങൾക്ക് എന്താ അഭിപ്രായം നെറ്റ്വർക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ട്, പ്രതീക് എന്ത് പറയും? എന്താണോ ഞാൻ കേട്ടത് അതേ കാര്യം പറയും അല്ലേ. അതിനൊന്നും നിൽക്കേണ്ട, എന്റെ ഫ്രണ്ടിന് ഓൾറെഡി 5 ലക്ഷം രൂപ പോയതാണ്, ഇതൊക്കെ പറ്റിക്കലാണ്. ഇത് തന്നെയാണ് അതിൽ നേരെ റാമിന്റെ അടുത്ത് വരും, റാം സംഭവം തന്നെ രതീഷിന്റെ അടുത്ത് പറയും. സോ പറയില്ലേ, ഒരു ചീഞ്ഞ ആപ്പിൾ എല്ലാ ആപ്പിളും കേടാക്കുന്ന പറഞ്ഞ പോലെ ഒരാൾക്ക് ആ ഒരു സിറ്റുവേഷൻ ആയപ്പോൾ ബാക്കി എല്ലാ ആൾക്കാരുടെ അടുത്തും ഇതേ രീതിയിലാണ് എത്തും. സോ എല്ലാവരും ചിന്തിക്കുന്ന പൈസ പോകും. സോ ആൾക്കാരെ വിചാരിക്കുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പറ്റിക്കലാണ് അല്ലേ. സോ ആൾക്കാരുടെ തലയിൽ ഓൾറെഡി അങ്ങനെ ഒരു ധാരണ വന്നു തുടങ്ങും. സോ ഇങ്ങനെ റെഗുലേറ്ററി ബോഡി ഇല്ലാത്തതുകൊണ്ട്, ആക്ച്വലി റെഗുലേറ്ററി ബോഡി എന്താണ് ഇൻഡസ്ട്രീനെ ആക്ച്വലി പ്രോപ്പർ ആക്കുന്നത്, സ്ട്രോങ് ആക്കുന്നത്, അതിന്റെ ഫൗണ്ടേഷൻ കറക്റ്റ് ആക്കുന്നത്, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബെറ്റർ ആക്കുന്നത്. സോ ഇതില്ലാത്തതുകൊണ്ട് ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ നിന്ന് പോയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഉദാഹരണത്തിന് ജപ്പാൻ ലൈഫ് എന്നത് നല്ലൊരു കമ്പനി ആയിരുന്നു, നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു, കുറച്ച് കാലത്തിന് മുന്നേ ഉള്ള പ്രൊഡക്റ്റാണ് ഇറക്കിയിരുന്നത്. പക്ഷെ റെഗുലേറ്ററി ബോഡി ഇല്ലാത്തതിന്റെ പേരിൽ ആ കമ്പനി നിന്നുപോയി. ഒരു റെഗുലേറ്ററി ബോഡി ഉണ്ടായിരുന്നെങ്കിൽ ആ കമ്പനി ചിലപ്പോൾ നിലനിന്ന് പോയിരുന്നു. സോ ഏറ്റവും വലിയൊരു കാരണം അതിൻ്റെ പിന്നെ സ്റ്റക്ക് ആയെന്ന് തോന്നുന്നു. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ. സോ ഏറ്റവും വലിയൊരു റീസൺ അല്ലെങ്കിൽ കാരണം ഈ ഒരു വെല്ലുവിളിക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മോഡലിൽ ഒരുപാട് ലേയേഴ്സ് ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ ഗണേശനെ അപ്പോയിന്റ് ചെയ്തു, അങ്ങനെ പോയി ഒരു റോങ് ആളെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ എന്തൊക്കെ ചെയ്തോ അത് ഞാൻ ചെയ്ത പോലെ ആയിപ്പോയി അല്ലെ, കമ്പനിയുടെ പേര് അവിടെ മോശമായി പോകുന്നു. ആൻഡ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനീസ് ഓക്കെ സ്റ്റക്ക് ആയി തോന്നുന്നു. ഞാൻ എൻ്റെ ഇന്റർനെറ്റ് കണക്ഷൻ ഒന്ന് മാറ്റി നോക്കി നോക്കട്ടെ. എനിക്ക് 2 മിനിറ്റ് ആയോ? ഞാൻ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഇതിൽ ഇനിയും സ്റ്റക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ സ്ഥലത്തോട്ട് മാറാം. സോ ഞാൻ പറഞ്ഞു, പിന്നെ സ്റ്റക്ക് വരുന്നുണ്ട് തോന്നുന്നു. എനിക്ക് കുറച്ച് ടൈം തരുന്നുണ്ടോ? ഓക്കെ, അടിപൊളി. ഇവിടെ ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സോ ഞാൻ എവിടെ വെച്ചിട്ടാണ് നിർത്തിയത്, ആർക്കൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഒരു മിനിറ്റ് എനിക്ക് തരാം, ഒരു കാര്യം ക്ലിയർ ആക്കി. സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ഇന്ത്യയിൽ വന്നിരുന്നത് 1990 ടൈമിലായിക്കോട്ടെ, 1990 ലേറ്റ് ടൈം ഒരുപാട് പ്ലാൻസ് കാണിച്ചിരുന്നു, ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷെ അവരെല്ലാവരും ഒരു കാര്യം മാത്രം ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ലോങ് ടേം ബിസിനസ്സിൽ എന്താണോ ആവശ്യം അത് മാത്രം അവർ ആരും കൊടുത്തിരുന്നില്ല. വേറെ ഒന്നുമില്ല, ഒരു സപ്പോർട്ട് സിസ്റ്റം, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണത്തിന് ഇതിലൊരു പുതിയ ഒരാളെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ആർക്കെങ്കിലും കൈ വെക്കാൻ പറ്റും, പുതിയ ഒരാൾക്ക്. ഓക്കെ, പ്രശാന്ത്. സോ പ്രശാന്ത് എന്താ ചെയ്യുന്നത്? ഞാൻ അസിസ്റ്റന്റ് ആണ്, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആണ്, ഒരു ഡോക്ടറാണ്. സോ നിങ്ങളൊരു മെഡിക്കൽ പ്രൊഫഷണൽ വന്നിട്ടുള്ള ഒരാളാണ്. സോ നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ക്യൂനെറ്റിലോട്ട് വന്നു, അല്ലെങ്കിൽ നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ക്യൂനെറ്റ്. ഇവിടെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഇല്ല, അല്ലെങ്കിൽ ഇവിടെ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഒരാൾ പറഞ്ഞു തരാനില്ല, എന്ത് ചെയ്യണം എന്ന് പറയാൻ ആളില്ല, നിങ്ങളെ മൈൻഡ് സെറ്റ് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ബെറ്റർ ആക്കാനില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളെ ചാൻസസ് ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ? അധികം ചാൻസ് ഉണ്ടാവില്ല അല്ലേ. കാരണം എനിക്ക് ആരും ഗൈഡ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് ചെയ്യുന്നു? സോ ഒരുപാട് കമ്പനീസ് ഇതുപോലെ വന്ന് ഒരുപാട് ആൾക്കാർ സൈനപ്പ് ചെയ്തു, ഒരുപാട് ആൾക്കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് സപ്പോർട്ട് സിസ്റ്റം കൊടുക്കാൻ അവർ പഠിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം അവർ ചെയ്തില്ല. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ബിസിനസ് നിർത്തിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ ആൾക്കാർ പിന്നെ ബാക്കിയുള്ളവരോട് പറയും ഈ ബിസിനസ് വർക്ക് ഔട്ട് ആവില്ല. സോ ഒരു 2 കൊല്ലം മുമ്പ് ഞാനൊരു പെണ്ണിന് പ്ലാൻ കാണിക്കുന്നു, ഈ ബിസിനസിന്റെ പ്ലാൻ കാണിക്കുന്നു. സോ ആ ടൈമിൽ എൻ്റെ അടുത്ത് പറഞ്ഞത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ് മോഡൽ ഒരിക്കലും വർക്ക് ആവില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്തുകൊണ്ട് പറ്റില്ല? സോ ആൾ പറഞ്ഞു ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ഉണ്ടായിരുന്നു, പക്ഷെ അത് വർക്ക് ഔട്ട് ആയില്ല. സോ ആൾ പറഞ്ഞു ഏത് കമ്പനിയിലാണെന്ന്. സോ ഞാൻ കേട്ട നല്ല കമ്പനിയാണെന്ന് മനസ്സിലാക്കി ഞാൻ ചോദിച്ചു നിങ്ങൾ ആക്ച്വലി അവിടെ എന്തെങ്കിലും എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു?
സോ ആൾ പറഞ്ഞു ഞാൻ 3 കൊല്ലം എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു 3 കൊല്ലം എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ടായില്ല, പ്ലാൻസ് എല്ലാം കാണിച്ചിരുന്നു, ആൾക്കാർക്ക് പ്രസന്റേഷൻ കാണിച്ചിരുന്നു എന്ന് ചോദിച്ചു. സോ ആൾ പറഞ്ഞു അതൊക്കെ ഞാൻ ചെയ്തിരുന്നു. അപ്പൊ എനിക്കൊരു സംശയം, എന്തുകൊണ്ടായിരിക്കും 3 കൊല്ലമായിട്ടും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഉണ്ടായിട്ട് ആൾക്ക് റിസൾട്ട് തരേണ്ടത്. സോ ഞാൻ ചോദിച്ചു എത്ര ബുക്സ് വായിക്കുന്നു. സോ ആളെടുത്ത് ചോദിച്ചു ബുക്സ് ഞാൻ എന്താ വായിക്കേണ്ട ആവശ്യം, സോ എത്ര ട്രെയിനിങ് അറ്റൻഡ് ചെയ്തെന്ന് ചോദിച്ചു. ആൾ പറഞ്ഞു ട്രെയിനിങ് ഒന്നും ഞാൻ അറ്റൻഡ് ചെയ്തില്ല, ആരും അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു നിങ്ങളെ റെഫറൻസ് അടുത്ത് അല്ലെങ്കിൽ അപ്ലൈൻ്റെ അടുത്ത് നിങ്ങൾ എത്ര ടൈം സ്പെൻഡ് ചെയ്തു, എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്. ആൾ പറഞ്ഞു എന്നെ സൈനപ്പ് ചെയ്ത ആള് 2 മണിക്കൂർ ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞു, എന്തൊക്കെ ചെയ്യണം, ആരുടെ പറഞ്ഞു പറഞ്ഞു, ആൾ പോയി. പിന്നെ ഞാൻ എന്റെ രീതിയിൽ ചെയ്തു. ഇത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോയി. കാരണം 3 കൊല്ലം ആള് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ടൈം സ്പെൻഡ് ചെയ്ത് എന്നിട്ട് ആൾക്കൊന്നും നടന്നില്ല. ആൻഡ് ഇതാണ് മിക്ക സ്ഥലത്ത് നടന്നിട്ടുള്ളത് എനിക്ക് മനസ്സിലായി. മിക്ക കമ്പനീസ് വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ സൈനപ്പ് ചെയ്തു, പക്ഷേ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കാൻ അവർ മറന്നു. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് എല്ലാ ആൾക്കാരും അതൊരു ഫെയിലിയർ ആയിട്ട് എടുത്തത്. ആൻഡ് അവർ ബാക്കിയുള്ളവരുടെ എന്താ പറയുക, ഇത് നടക്കില്ല, ഇത് വർക്കൗട്ട് ആവില്ല എന്ന് പറയും. പിന്നെയുള്ളൊരു കാരണം, ഒരു വലിയൊരു കാരണം, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് ഒരു മോശമായിട്ടുള്ള ധാരണ വരാനുള്ള ഒരു കാരണം, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ആയിരിക്കും നമ്മുടെ ലൈഫിനെ കുറിച്ച്, നമ്മുടെ ജീവിതത്തിനെ കുറിച്ചിട്ട്. നമ്മൾ കടക്കാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിൽ അതിൽ ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഈസി ആയിട്ട് കിട്ടുന്ന സംഭവം ഈസി ആയിട്ട് പോകാനും ചാൻസ് ഉണ്ട്, അല്ലേ? നമ്മൾ ഈസി ആയി കടക്കുന്ന ഒരു സംഭവത്തിൽ നമുക്ക് ഈസി ആയിട്ട് പുറത്തേക്ക് പോകാനും പറ്റും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇതാരെങ്കിലും ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്ത ഒരാളൊന്നും കൈപ്പൊക്കും. ഡോക്ടർ ചോദ്യം. നിങ്ങളൊരു ഡോക്ടർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ സൈക്കാട്രിസ്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ സൈക്കാട്രിസ്റ്റിൽ നിങ്ങൾക്ക് ബോറടിച്ച് വിചാരിക്കുക, ഒരുപാട് ആലോചിച്ച് വട്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുറന്നു വിചാരിക്കുക, ഒരു നല്ല റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് നിങ്ങൾക്ക് മനസ്സിലായി 2 കോടി രൂപ നിങ്ങൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് വേണ്ടി ചിലവാക്കേണ്ടി വരും. ആൻഡ് ബാങ്കിൽ നിങ്ങൾ ലോൺ എടുത്തു, കുറച്ച് ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു, ഫാമിലിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ. നിങ്ങൾ മാരീഡ് ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈഫിന്റെ സ്വർണ്ണം ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് 2 കോടി ഒപ്പിച്ച് നിങ്ങൾ റെസ്റ്റോറൻറ്റ് തുറന്നു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു മാസം കഴിഞ്ഞ് ബിസിനസ് മെല്ലെ നിന്ന് പോയി. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ബിസിനസ് കൂട്ടിയിട്ട് പോകും, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്തിട്ട് പോകും. ബിസിനസ് പറഞ്ഞെങ്കിൽ ഇല്ല, ഞാൻ മെല്ലെ മെല്ലെ എന്തെങ്കിലും ചെയ്തിട്ട് ബിസിനസ് വലുതാക്കാൻ നോക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റെപ്സ് എടുത്ത് വെക്കും. നമ്മളതിന് പൂട്ടിനെ കുറിച്ച് ആലോചിക്കുക പോലും ഇല്ല. കാരണം എന്താ, നമുക്ക് പറ്റില്ല. കാരണം ബാങ്കിൽ നിന്ന് കോൾ വരും, EMI അടക്കാൻ, നമ്മുടെ ഫ്രണ്ട്സിന്റെ പൈസ വാങ്ങിയിട്ടുണ്ട്, അല്ലേ? പൈസ തിരിച്ചു കൊടുക്കണം. എന്റെ വൈഫ് പറയും എന്റെ അമ്മ തന്ന സ്വർണ്ണമാണ്, അത് എടുത്തന്നേ പറ്റൂ. സോ ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ കേട്ട് നിങ്ങൾ തന്നെ സ്ട്രെസ് ആയി പോകും. സോ എന്ത് ചെയ്തിട്ടാണെങ്കിലും അത് മുന്നോട്ട് നീക്കാനുള്ള വഴികൾ നിങ്ങൾ നോക്കുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ മാർക്കറ്റിംഗ് റിസർച്ചിൽ നോക്കും, കുറച്ച് ആൾക്കാരെ മീറ്റ് ചെയ്തിട്ട് സജഷൻ ചോദിക്കും. അതായത് എന്ത് ചെയ്തിട്ടാണെങ്കിലും ബിസിനസ് മുന്നോട്ട് നിലനിർത്തി കൊണ്ടുപോകും. കാരണം ഇത് പൂട്ടി പോകുന്ന ഒരു ഓപ്ഷൻ പോലും നമുക്കില്ല. കാരണം അത്രയും വലിയ പൈസ നമ്മൾ അതിൽ ഇട്ടിട്ടുള്ളൂ. ഇനി നെറ്റ്വർക്ക് മാർക്കറ്റിലോട്ട് വരാം. ക്യൂനെറ്റ് എടുക്കണ്ട, ക്യൂനെറ്റ് മാറ്റി വെച്ചു. ക്യൂനെറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് എമൗണ്ട് കൂടുതലാണ് ചെയ്യും. വേറെ ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി 5000 രൂപ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ 5000 രൂപക്ക് സ്റ്റാർട്ട് ചെയ്ത നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി 5000 രൂപ പ്രൊഡക്റ്റും കിട്ടി, ബ്രേക്ക് ഈവൺ ആയി. നിങ്ങൾ 5 പേര് സംസാരിച്ചു. ഈ 5 പേരിൽ 3 പേര് കളിയാക്കി ചിരിച്ചു, നിങ്ങൾക്ക് എന്താ വട്ടാണ് ഇതിനെ കുറിച്ച് പറയാൻ. 4ാമത്തെ ആൾക്കാർ ഇത് കേട്ടിട്ട് പറഞ്ഞ് നീ ഇതിനെ കുറിച്ച് നോക്കണ്ട, ഇതൊന്നും നടക്കാൻ പോകുന്ന കേസല്ല, നീ എങ്ങനെയെങ്കിലും പൈസ വാങ്ങിച്ചോ. 5ാമത്തെ ആൾ ഫോൺ പോലും എടുക്കുന്നില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 6ാമത്തെ ആളായിട്ട് സംസാരിക്കാൻ എത്രത്തോളം ചാൻസ് ഉണ്ട്? വളരെ കുറവാണ്, അല്ലേ? കാരണം എന്താ, പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ല. 5000 രൂപ ഞാൻ കൊടുത്തു, അതിനുള്ള പ്രൊഡക്റ്റും കിട്ടി, ഇനിയിപ്പോൾ എന്തുണ്ടാവാൻ, അതിനുള്ള സാധനം കിട്ടിയല്ലോ, വിട്ടുകളയാം എന്നുള്ള ചിന്തയെ വരുള്ളൂ. ആൻഡ് ഇതാണ് മിക്ക സമയത്തും ഉണ്ടാവുന്നത്. ഒരുപാട് ആൾക്കാർ ഈ ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട്, ഈ ബിസിനസ് വരുന്നുണ്ട്, പ്രത്യേകിച്ച് പൈസ ഒന്നുമില്ല. ക്യൂനെറ്റിൽ കുറച്ചും കൂടി റെസ്പെക്ടബിൾ ആയിട്ടുള്ള എമൗണ്ടിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും വലിയ കൂടുതലെല്ലാം ഏറ്റവും കുറവല്ല, അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ ഈ 11:30 മണിക്ക് എന്നെ കുറിച്ച് കേട്ടു. നിങ്ങൾ 5000 രൂപക്കാണ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ വീഡിയോ ഓഫ് ആക്കിയിട്ട് ഉറങ്ങുന്നുണ്ടോ? എനിക്ക് ഉറപ്പാണ്. സോ ഇത് കുറച്ച് എൻട്രി ബാരിയർ കൂടുതലായതുകൊണ്ട് ഇതിൽ ഇറങ്ങാനുള്ളത്, സോ കയറാൻ എളുപ്പമായിട്ടുള്ള സംഭവത്തിന് ഇറങ്ങാൻ എളുപ്പമാണ്. സോ കുറച്ച് ആൾക്കാർ നമ്മൾ സംസാരിച്ച് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ റെസ്പോൺസ് വന്നില്ല, നമ്മൾ വിചാരിക്കാം പോട്ടെ, ഇത് നടക്കുന്ന കേസല്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് നമ്മൾ വിടും. ഇനി പാലിച്ചു ഡോക്ടർ സാബ് നേരത്തെ പറഞ്ഞ 5 ആൾക്കാരെടുത്ത് സംസാരിച്ച് വിട്ടു. ആൻഡ് ഈ ഡോക്ടർ അടുത്ത് നാളെ വേറെ ഫ്രണ്ട് ഒന്ന് ചോദിക്കും നെറ്റ്വർക്ക് മാർക്കറ്റിനെ കുറിച്ച് എന്താ അഭിപ്രായം ഈ എന്ന് പറയും. ഞാൻ പറയാം നീ ട്രൈ ചെയ്തൊക്കെ, ഞാൻ പറഞ്ഞിട്ട് നടക്കുന്നില്ല, ഇതൊന്നും നടക്കാൻ പോണ കേസല്ല, ഇതൊന്നും നടക്കില്ല, ഞാൻ തന്നെ നോക്കിയിട്ട് ആകെ പറ്റിയില്ല എന്നുള്ള രീതിയിലേ പറയുള്ളൂ, അല്ലേ? ഇനി എന്റെ അടുത്ത് വേറെ ആൾ ചോദിച്ചു, ഞാൻ എന്താ പറയാ, എന്റെ ഫ്രണ്ട് ഡോക്ടർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ആൾക്കൊന്നും നടന്നില്ല. സോ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഈ ഒരു ധാരണ എങ്ങനെയാണ് ആൾക്കാരിലോട്ട് എത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ പുറത്തുള്ള ഈ ഒരു പുക വന്നത് എങ്ങനെയാണെന്നുള്ളത്? ഇത് മാറും നിങ്ങൾക്ക്. പക്ഷെ ഞാൻ പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾ നാളെ ബിസിനസ് ഇറങ്ങുമ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളും ഫേസ് ചെയ്ത് നിങ്ങളും ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങളെ എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. സോ ഞാനിത് മനസ്സിലാക്കിയിരുന്നു, എന്താണ് ഈ ബിസിനസ് എന്നുള്ളതും ഇത് മനസ്സിലാക്കാനുള്ള ശ്രമം ഞാനെടുത്തു. സോ അതുകൊണ്ട് ഞാനത് എഫക്ട് ആയില്ല. പിന്നെ ഈ ഒരു ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് പൊതുവെ ഒരു ധാരണ എന്താണെന്ന് നോക്കാം. സോ ഇത് കുറെ ആൾക്കാർ പിരമിഡ് സ്കീം ആണെന്ന് പറയുന്നവരുണ്ട്, മുകളിലുള്ള ആൾക്കാർ മാത്രമേ പൈസ ഉണ്ടാക്കുന്നു പറയുന്നവരുണ്ട്. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സ്കീമല്ല. കാരണം സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈസ മാത്രം റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ചിട്ടി ഫണ്ട്. സോ ഇവിടെ ഒരു പൈസ പോകുന്നുണ്ടെങ്കിലും അതിനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റോട് സോ ഇതൊരിക്കലും ഒരു സ്കീമായിട്ട് കാണാൻ പറ്റില്ല.
ഇനി പിരമിഡ് ആണോ ഉറപ്പാണ്, പിരമിഡ് ഷേപ്പിലാണ് ഇതിന്റെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ വരുന്ന, പൈസ വരുന്ന രീതി വരുന്നത്. ഈ പിരമിഡ് എന്ന് പറഞ്ഞ സ്ട്രക്ചറാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള, മനുഷ്യനെ അറിയുന്നതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ. ശരിക്കുള്ള പിരമിഡ് സ്ട്രക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണ്, അല്ലെ, സിഇഒ, മാനേജർ, സൂപ്പർവൈസർ, എംപ്ലോയി, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും പിരമിഡ് സ്ട്രക്ചറാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ, ഡിഫൻസിന്റെ സ്ട്രക്ചർ നോക്കിയാലും. ആൻഡ് പറയുന്നത് എന്താ, ഏറ്റവും ഉള്ള ആൾക്കാരെ പൈസ ഉണ്ടാക്കുള്ളൂ. ആൻഡ് ഏറ്റവും വലിയ സത്യം ഇത് ജോലി സ്ഥലത്താണ്. ആൻഡ് ഈ ബിസിനസ്സിൽ നിങ്ങൾ എത്രയാണോ എഫേർട്ട് ഇടുന്നത് അതിനുള്ളത് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇന്ന് ചിലപ്പോൾ നിങ്ങൾ ബിസിനസ് വരുമ്പോൾ നിങ്ങളുടെ അപ്ലയൻസ്, നിങ്ങളുടെ റെഫർ ചെയ്ത ആൾക്കാർ കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. വേറെ ഒന്നുമില്ല, അവർ ആദ്യം മുതലേ ഇതിന്റെ മുകളിൽ എഫേർട്ട് ഇട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഉണ്ടാക്കിയതുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടണോ അതിനുള്ള പൈസ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കും. ഒരിക്കലും മുകളിൽ ആൾ മാസത്തിലെ പൈസ ഉണ്ടാക്കും. പിന്നെയുള്ള ആൾക്കാരിലുള്ള പൊതുധാരണ, സംഭവം നല്ലതാണ്, പക്ഷെ ഇത് ഒരു ദിവസം നിൽക്കാൻ പോകും. നോ, എല്ലാ കൊല്ലവും എല്ലാ ദിവസവും 21 വയസ്സ് തികയുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഇത് ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. സോ ഒരു ബിസിനസ്സും ഒരു ഇൻഡസ്ട്രിയോ ഒരു സംഭവം ഡബിൾ ഡിജിറ്റിൽ ഗ്രോത്ത് ഇങ്ങനെ കയറി പോകുന്നില്ല. ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ളൊരു റേറ്റിലാണ് പോകുന്നത്. പിന്നെ പറയുന്ന ആൾക്കാർ, പിന്നെ ഇതിനോടുള്ള ഒരു ധാരണ വെച്ചാൽ ഇതിൽ വിജയിക്കുന്ന ആൾക്കാരെണ്ണം കുറവാണ്. ഇത് ഞാൻ എഗ്രി ചെയ്യുന്നു, ഇതിൽ വിജയിക്കുന്ന ആൾക്കാരെണ്ണം ചിലപ്പോൾ കുറവാവാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തിൽ എത്രത്തോളം സക്സസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ റേറ്റ് ലോ ആണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും സക്സസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും നേടിയിട്ടുള്ള ആൾക്കാരെ റേറ്റ് നോക്കിക്കഴിഞ്ഞാലും വളരെ കുറവാണ്, അല്ലേ? എത്ര ആൾക്കാർ കാറ്റ് എക്സാം വരുന്നുണ്ട്, IIM എത്ര സക്സസ് റേറ്റ് വരുന്നത്? ലെസ് ദാൻ 1% ആൾക്കാരാണ്. എത്ര ആൾക്കാർ ഡോക്ടേഴ്സിന്റെ ഇൻട്രസ്റ്റ് ചെയ്യുന്നുണ്ട്? എത്രയാണ് സക്സസ് റേറ്റ് വരുന്നത്? എക്സാം വരുന്ന എത്ര ആൾക്കാർ അതിൽ കയറി പോകുന്നുണ്ട്? 1% കുറവ് ആൾക്കാരെ പോകുന്നു. സോ നിങ്ങളെല്ലാവരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മക്കളെടുത്ത് പറയണ്ടേ, IT എക്സാം എഴുതരുത്, 1% പോലും ചാൻസ് ഇല്ല. IIM എക്സാം എഴുതേണ്ട 1% പോലും ചാൻസ് ഇല്ല. ആരും ചെയ്യുന്നില്ലല്ലേ? സോ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈഫിൽ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം എന്നുള്ള നിശ്ചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിശ്വസിച്ചുള്ള ഒരാളും ആളുടെ സക്സസ് റേറ്റ് എപ്പോഴും വളരെ കുറവായിരിക്കും. കാരണം അധികം ആൾക്കാർ ആ രീതിയിൽ ചിന്തിക്കുന്നില്ല. കാരണം ഇന്ന് ജോലി ചെയ്തിട്ടും കാലത്ത് മുതൽ വൈകിട്ട് വരെ കുറെ കാലം ജോലി ചെയ്തിട്ടും ആൾക്കാർ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്തിട്ടില്ല. സോ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ള സംഭവം, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ള സംഭവം ഈസി ആയിട്ടുള്ള സംഭവമല്ല, അതിനൊരു കമ്മിറ്റ്മെന്റ് ആവശ്യമുണ്ട്. സോ എല്ലാവർക്കും അത് ആവശ്യമുണ്ട്, പക്ഷെ കുറച്ച് ആൾക്കാർ മാത്രമാണ് അതിനെന്താണോ ആവശ്യം അത് ചെയ്യാൻ വേണ്ടി റെഡി ആവുള്ളൂ, അല്ലെ? ഒരുപാട് ആൾക്കാർക്ക് ഡോക്ടർ ആണെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എത്ര ആൾക്കാർ ഡോക്ടറെ മാറുന്നുണ്ട്? സോ ഡോക്ടർ ആവാൻ വേണ്ടി ഇപ്പോൾ ജോലി എക്സാമ്പിൾ എടുത്തില്ല, ആൾ ഡോക്ടർ ആയിട്ട് ആൾ തീരുമാനം എടുത്തിട്ടുണ്ടാവും എന്തായിട്ട് വേണ്ടിയില്ല ഞാൻ ഡോക്ടർ ആയി. ചിലപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ചിലപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും, കിട്ടി പോയാൽ പോയി എന്നുള്ള രീതിയിൽ. സോ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്ത് എന്തായാലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. ഇന്ത്യ പാകിസ്ഥാൻ ചിലപ്പോൾ കളി ഉണ്ടാവും, ചിലപ്പോൾ ബ്രദറിന്റെ കല്യാണം ഉണ്ടായിട്ടുണ്ടാവും, അല്ലെ? കുറച്ച് ആഘോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ടുണ്ടാവും, അല്ലെ? മാച്ചിന്റെ സ്കോർ ചിലപ്പോൾ ഇടയ്ക്ക് നോക്കിയിട്ടുണ്ടെങ്കിലും ബാക്കി നിങ്ങൾ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ പഠിപ്പിനായിരിക്കും, അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി. ബാക്കി 99% ആൾക്കാർക്ക് മാച്ച് കാണണം, ബാക്കി ആഘോഷങ്ങൾക്ക് പോകണം, കല്യാണങ്ങൾക്ക് പോകണം, ഒപ്പം എക്സാം എഴുതണം. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, സക്സസ് പെർസെന്റേജ് കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പൈസ ഉണ്ടാക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ആർക്കെങ്കിലും ഉണ്ടാക്കാം, പക്ഷെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ ഈ ഒരു ബിസിനസ്സിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ ചിലപ്പോൾ കുറച്ച് ആൾക്കാർ പറ്റുള്ളൂ. കാരണം വേറെ ഒന്നുമില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിനെന്താണ് ആവശ്യമുള്ള കമ്മിറ്റ്മെന്റ്, ഇതിന് ആവശ്യമുള്ള കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ റെഡി ആവുള്ളൂ. കുറച്ച് ആൾക്കാർ ചിലപ്പോൾ ഇതൊന്നും ചെയ്യും, അല്ലെങ്കിൽ ഒരു മാസം ചെയ്തിട്ട് ഞാൻ ബ്രേക്ക് എടുക്കട്ടെ എന്ന് പറഞ്ഞു പോകുന്നുണ്ടാവും. കുറച്ച് ആൾക്കാർ എല്ലാം ചെയ്ത് ഇങ്ങനെ പോകുന്നവരുണ്ടാവും, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും, അപ്ലൈൻസിനൊക്കെ ഇരിക്കുന്നുണ്ടാവും, പ്രോസസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും, ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടാവും. ആൻഡ് അവർക്ക് മെല്ലെ അത് വർക്കായി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും, വർക്ക്ഔട്ട് ആയി വരുന്നത് കാണാൻ പറ്റും. സോ സക്സസ് റേറ്റ് ബാക്കി എല്ലാതും പോലെ തന്നെ ഇവിടെയും കുറവാണ്, കാരണം ഫിനാൻഷ്യലി ഡിപെൻഡ് ആവുക എന്നുള്ളത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇനി ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എത്രത്തോളം ശക്തമായിട്ടുള്ള മോഡലായെന്ന് പറയാൻ കാരണം എന്താ? സോ നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എത്ര പേര് വിശ്വസിക്കേണ്ടത് ഇതൊരു ശക്തമായിട്ടുള്ളൊരു മോഡലാണ്, ഇത് ഇത്ര വലിയൊരു ഇൻഡസ്ട്രി ആണ്, നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ മില്യനേഴ്സ് ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണ്, അല്ലെ? ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് വളരെ ശക്തമായിട്ടുള്ളൊരു ഇൻഡസ്ട്രി ആണ്. ഇനി ഞാനൊരു 10 കൊല്ലം മുമ്പ് ഞാൻ ആക്ച്വലി ഒരു ബിസിനസ് ടുഡേ മാഗസിന്റെ ഒരു ആർട്ടിക്കിൾ കൂടെ പോയപ്പോൾ അല്ലെങ്കിൽ വായിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലാക്കിയത്, ഒരു പ്രൊഫഷണൽ സിഇഒ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന പ്രൊഫഷണൽ സിഇഒസിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. സോ ഒരു കമ്പനി ഒരു പ്രൊഫഷണലിനെ ഹയർ ചെയ്തിരിക്കുന്നു സിഇഒ പൊസിഷനിലേക്ക്, അവരുടെ സാലറി എത്രയെന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. സോ അതിൽ ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് സിഇഒ ആയിട്ട് 2 പേരാണ് ഞാൻ കണ്ടത്, ദാമോദരായ എന്ന് പറഞ്ഞ TCSന്റെ സിഇഒ. ആൻഡ് അവരുടെ സാലറി ഞാൻ നോക്കിയപ്പോൾ മനസ്സിലാക്കിയത് എന്താ അറിയോ, എനിക്ക് ഏറ്റവും വലിയ തിരിച്ചറിവുണ്ടായി. ഞാൻ മനസ്സിലാക്കി എന്റെ അപ്ലൈൻ വി പാർട്ട്ണർ സച്ചിൻ ഗുപ്ത ഇവരെക്കാളും ഒരുപാട് പൈസ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. എന്റെ വലിയൊരു തിരിച്ചറിവ് വരുന്ന കാരണം എന്താണെന്ന് അറിയോ? കാരണം ഞാൻ ഷോക്കായി പോയി, ഇതെങ്ങനെ നടക്കും? സച്ചിൻ ഗുപ്ത ആക്ച്വലി ബിസിനസ്സിൽ 5 കൊല്ലമായിട്ടേ ഉള്ളൂ. ആൻഡ് ഈ രാമോദറായ ആയിക്കോട്ടെ, ദേവിശ്വർ ആയിക്കോട്ടെ, ഇവരൊക്കെ 10-35 കൊല്ലം വർക്ക് സിഇഒ പൊസിഷനിൽ ഇരുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ പൈസ വാങ്ങുന്ന സിഇഒസും സാലറി വാങ്ങുന്ന സിഇഒസും. സോ അവരെക്കാളും കൂടുതൽ പൈസ സച്ചിൻ ഭായ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടോ? സച്ചിൻ ഭായ് ഇവരെക്കാളും സ്മാർട്ട് ആയതുകൊണ്ടാണോ?
ആവണമെന്നില്ല. സച്ചിൻ ഓഫ് കോഴ്സ് ബ്രില്യന്റ് ആണ്, പക്ഷേ ദാമോദര ആയിക്കോട്ടെ ബാക്കി സിഇഒസ് ആയിട്ട് അവർ അതിനേക്കാളും ബ്രില്യന്റ് ആണ്. അവർ ബി സ്കൂൾസിന്റെ ടോപ്പേഴ്സ് ആയിരിക്കും, അവരേറ്റവും അവരുടെ ബാച്ചിലുള്ള ഏറ്റവും പഠിപ്പിച്ചായിട്ടുള്ള ആൾക്കാരായിരിക്കും, അവരേറ്റവും നന്നായി അച്ചീവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, പെർഫോം ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ 35 കൊല്ലം ജോലി ചെയ്തിട്ടായിരിക്കും എന്തായാലും അവർ സിഇഒ പോസ്റ്റിൽ എത്തിയിട്ടുണ്ടാവുക. സോ ഒരാൾ ബ്രില്യന്റ് ആണെന്നുള്ളത് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് മനസ്സിലായി. ആൻഡ് ആ മോഡൽ എത്രത്തോളം പവർഫുൾ ആയതുകൊണ്ടാണെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഉത്തരം. ആൻഡ് അതിന് ഞാൻ പറഞ്ഞു വരുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു മോഡൽ ആയത് അല്ലെങ്കിൽ പവർഫുൾ മോഡൽ ആയത് എന്തുകൊണ്ടാണ്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവറേജ് സിസ്റ്റം ആണ്. ലിവറേജ് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്, നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ലിവർ എന്നുള്ളതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ഒരു ഫ്രഞ്ച് വേർഡ് നിന്ന് അല്ലെ. എക്സ് എഫേർട്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ വൈ റിസൾട്ട് വരും ഒരു ലിവറേജിന് കൊടുത്തു കഴിഞ്ഞാൽ. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും X+5 എന്ന് പറഞ്ഞാൽ വേറൊരു റിസൾട്ട് കിട്ടും. സോ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ ഒരുപാട് പൈസ അല്ലെങ്കിൽ വലിയൊരു സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും ഒരു സംഭവം ലിവറേജ് ചെയ്തിട്ടുണ്ടാവും. സോ മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ് നമുക്ക് ലിവറേജ് ചെയ്യാൻ പറ്റുക. ഒന്ന്, നമുക്ക് പൈസ ഉപയോഗിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ പൈസ ലിവറേജ് ചെയ്തുകൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 100 കോടി രൂപ ഉണ്ടെന്ന് വിചാരിക്കാം, ആൻഡ് അത് ഒരു 500 കോടി ആക്കാൻ വലിയ പണിയില്ല. അത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങളെ ഫസ്റ്റ് $1 മില്യൺ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ പണി, അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ മില്യൺസ് ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം അങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. കൂടുതൽ പൈസ ഉള്ള ആൾക്കാർക്ക് പിന്നെ പൈസ ഉണ്ടാക്കാനുള്ള രീതിയിലാണ് നമ്മുടെ സിസ്റ്റം. പക്ഷേ പൈസ ലിവറേജ് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ കയ്യിൽ ആദ്യം പൈസ ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ ചിലപ്പോൾ ആദ്യം നല്ല പൈസ ഉള്ള ഒരു കുടുംബത്തിൽ ജനിച്ചിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ നല്ല പൈസ ഉള്ള ഒരാളെ കല്യാണം കഴിച്ചിട്ടുണ്ടാവണം. അല്ലേ, അത് ചാൻസ് കുറവാണ്. പിന്നെ നമുക്ക് ലിവറേജ് ചെയ്യാൻ പറ്റുന്ന സംഭവം സമയമാണ്. ഇനി ഞാൻ പറഞ്ഞുതരാം അതിന്റെ ഉദാഹരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നാളെ എനിക്കൊരു വലിയൊരു ഐഡിയ കിട്ടിയെന്ന് വെച്ചാൽ, വലിയൊരു ഐഡിയ കിട്ടി ആൻഡ് ഞാൻ പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഐഡിയ വെച്ചുകൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പറഞ്ഞാൽ അതിനുള്ള ഔട്ട്പുട്ട് ഉണ്ടായി. ആൻഡ് എല്ലാവരുടെ അടുത്തും ഞാൻ എന്താണോ പറഞ്ഞതൊക്കെ ഞാൻ കൊടുത്തെന്ന് വെച്ചു. അതിന് ശേഷം എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്. അതെ, ഞാൻ ഓൾറെഡി നിങ്ങൾ പണിയെടുത്ത ആൾക്കാരുടെ സമയത്തിന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ ബാക്കി ലാഭം വരും. സോ ഇങ്ങനെയാണ് എനിക്ക് ടൈം ലിവറേജ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ സമയം ആൾക്കാർക്ക് ലിവറേജ് ചെയ്യാൻ പറ്റുക. നോ, ഈ സമയം എനിക്ക് ലിവറേജ് ചെയ്യണമെങ്കിലും എനിക്ക് പൈസ ആവശ്യമുണ്ട് അല്ലേ. എങ്ങനെയാണ് ഒരാൾ ഇപ്പോൾ വെറുതെ ഒരു ഐഡിയയുടെ പേരിൽ വന്നിട്ട് പോകുന്നിട്ട് സമയം ചെലവഴിക്കാൻ റെഡിയാകും? ഒരിക്കലും ഒരു കമ്പനി ഉണ്ടാവണം, അതിൽ ചിലപ്പോൾ ഞാൻ ആൾക്കാരെ ഹയർ ചെയ്തിട്ടുണ്ടാവണം, ഞാൻ അവരെ ട്രെയിൻ ചെയ്യേണ്ടി വരും, അല്ല അതിനുള്ള ചിലവുണ്ട്, ഒരു ഓഫീസ് സെറ്റ് ചെയ്യേണ്ടി വരും, അതിന്റെ ചിലവുണ്ട്. ഇനി നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മോഡലാണ് ഒരുപാട് സമയം നമുക്ക് ലിവറേജ് ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും. ആൻഡ് ഇത് ഞാൻ മനസ്സിലാക്കിയ സംഭവമാണ് 12 കൊല്ലം മുമ്പ് ഇതിന്റെ പ്ലാൻ കേട്ടപ്പോൾ. ആൻഡ് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തത്, ഞാനിൽ വരാൻ ഏറ്റവും വലിയ കാരണം. സോ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു 12 കൊല്ലം മുമ്പ്. ചിലപ്പോൾ നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരായിരിക്കും. സോ നിങ്ങൾ ഇത് എന്താണ് ചെയ്യുന്നത് അതേ കാര്യം ഞാൻ ചെയ്തിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഞാൻ ട്രെയിനിങ് കാര്യങ്ങളിൽ ഞാൻ പഠിച്ചു തുടങ്ങി, ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് തുടങ്ങി, വെൽക്ക് അറ്റൻഡ് ചെയ്ത് തുടങ്ങി, എന്തൊക്കെ സിസ്റ്റംസ് ഉണ്ടായിരുന്നു, ബുക്സ് വായിച്ചു തുടങ്ങി. നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ വായിച്ച് തുടങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ തുടങ്ങാൻ പോകുന്നുള്ളൂ. ഞാൻ ഒരുപാട് ടൈം അപ്ലൈൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്ത് തുടങ്ങി, സ്കിൽസ് ബെറ്റർ ആക്കാനും എൻ്റെ മൈൻഡ് സെറ്റ് ബെറ്റർ ആക്കാനും. സോ അങ്ങനെ ഞാൻ മെല്ലെ ബിസിനസ്സിൽ കയറി തുടങ്ങി. സോ പിന്നെ എൻ്റെ അപ്ലൈൻ പറഞ്ഞു ഇനി നമുക്ക് ബിസിനസ് പാർട്ട്നേഴ്സിനെ തുടങ്ങാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാർ സംസാരിച്ചു തുടങ്ങി. എനിക്കറിയായിരുന്നു മുംബൈയിൽ ആവറേജ് വളരെ ഉണ്ടായിരുന്നു. സോ ആരൊക്കെയാണോ എൻ്റെ ഐഡിയ നല്ലതായി തോന്നിയത് അവരൊക്കെ എൻ്റെ പാർട്ട്നേഴ്സ് ആയിട്ട് വന്നു. ഞാൻ അവരായിട്ട് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. അവരെന്നെ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ നിന്നു. സോ ഞാൻ അറ്റൻഡ് ചെയ്ത അതേ ട്രെയിനിങ് അവരെ ഞാൻ അറ്റൻഡ് ചെയ്യിപ്പിച്ചു, എൻ്റെ അപ്ലൈൻസിനെ കൊണ്ട് മീറ്റ് ചെയ്യിപ്പിച്ചു. എനിക്ക് കിട്ടിയിരുന്ന അതേ മൈൻഡ് സെറ്റ് ട്രെയിനിങ് ആയിക്കോട്ടെ, സ്കിൽസ് ട്രെയിനിങ് ആയിട്ട് ഇവർക്കും കൊടുത്തു തുടങ്ങി. അങ്ങനെ കുറച്ച് ആൾക്കാർ എൻ്റെ പോലെ ആയി തുടങ്ങി, എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ വന്നു തുടങ്ങി. സോ ഈ ഒരു ബിസിനസ്സിൽ ആക്ച്വലി നമ്മളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ ഏറ്റവും നല്ലതാണ്. സോ അങ്ങനെ മുംബൈയിൽ ഓൾറെഡി നല്ലൊരു മാർക്കറ്റ് ബിൽഡ് ചെയ്ത് തുടങ്ങി. അടുത്ത മാർക്കറ്റ് ബിൽഡ് ചെയ്യാൻ എൻ്റെ അപ്ലൈൻ പറഞ്ഞു. സോ എനിക്ക് ഒരുപാട് ആൾക്കാരെ ഡൽഹിയിൽ അറിയാവുന്നു. സോ ഞാൻ അവരെ വിളിച്ചു, മീറ്റിംഗ്സ് ഫിക്സ് ചെയ്തു, ഞാൻ ഡൽഹിയിലോട്ട് പോയി. ഇന്നിപ്പോൾ നമ്മളെല്ലാവരും ഓൺലൈൻ വെർച്വൽ ത്രൂ ആണ് ചെയ്തു പോകുന്നത്. പക്ഷെ ആ സമയത്ത് ഒരു വീഡിയോ കോൺഫറൻസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. സോ നമ്മൾ ഫിസിക്കലി അവിടെ പോകണം. അവിടെ പോയിട്ട് ഞാൻ ഡൽഹി പോയിട്ട് ഞാൻ പ്ലാൻസ് കാണിച്ചു തുടങ്ങി, ആൾക്കാരെടുത്ത് സംസാരിച്ചു തുടങ്ങി. കുറച്ച് ആൾക്കാർ റിജക്ട് ചെയ്ത്, കുറച്ച് ആൾക്കാർ സ്റ്റാർട്ട് ചെയ്തു. ആരൊക്കെയാണ് എൻ്റെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് അവരിപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. സോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എല്ലാ ആഴ്ചയും ഞാൻ ഡൽഹിയിൽ പോയി തുടങ്ങി. സോ എല്ലാ ശനി ഞായർ ഞാൻ അവർ ടൈം സ്പെൻഡ് ചെയ്യും, അവരായിട്ട് കാര്യങ്ങൾ നോക്കും, ഓരോ സ്ട്രാറ്റജി ഉണ്ടാക്കും, അവർക്ക് ട്രെയിനിങ് കൊടുക്കും. എന്നിട്ട് അവരും മെല്ലെ വളർന്നു തുടങ്ങി. സോ നേരത്തെ പറഞ്ഞ കുറച്ച് ആൾക്കാർ എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ വന്ന്, കുറച്ച് ആൾക്കാർ എൻ്റെ അത്രക്ക് നല്ല രീതിയിൽ വന്നു. സോ ഡൽഹിയും ഞാനില്ലാതെ കാര്യങ്ങൾ നടന്നു തുടങ്ങി. പിന്നെ ഞാൻ ബാംഗ്ലൂർക്ക് പോയി തുടങ്ങി. ബാംഗ്ലൂരിൽ നേരത്തെ പറഞ്ഞ പോലെ ബാംഗ്ലൂർ പോയിട്ട് ബിൽഡ് ചെയ്ത് തുടങ്ങി. അതിനുശേഷം പുറത്തുള്ള മാർക്കറ്റ് നോക്കാൻ വിചാരിച്ചു. ഞാൻ ദുബായിൽ പോയിട്ട് ഞാൻ എല്ലാ മാസം ദുബായിലോട്ട് ട്രാവൽ ചെയ്ത് തുടങ്ങി. സോ അങ്ങനെ ചെയ്ത് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് 2000 ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ഉണ്ട് ലോകം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ, യൂണിറ്റിൽ അല്ലെങ്കിൽ സമയം കൊടുക്കുന്നു. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ 2000 ആൾക്കാർ 2 മണിക്കൂർ വെച്ചിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് എത്ര മണിക്കൂർ വെച്ച് കിട്ടുന്നുണ്ട് ഒരു ദിവസം? 4000 മണിക്കൂറിന്റെ പ്രൊഡക്റ്റ് കിട്ടുന്നില്ലേ? ഞാൻ എൻ്റെ ജോലിയിൽ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര ടൈം ഉണ്ട്? 24 മണിക്കൂർ അല്ലെ. അതിൽ കുറച്ച് സമയം നമ്മൾ ഭക്ഷണം കഴിച്ച് ഉറങ്ങിപ്പോകും, അല്ലെങ്കിൽ 12 മണിക്കൂർ മാക്സിമം നമുക്ക് എഫേർട്ട് ഇടാനുള്ളത്. എൻ്റെ MBA കാരണം എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് കാരണം ചിലപ്പോൾ ആ മണിക്കൂറിന് എനിക്ക് കിട്ടുന്ന പേയ്മെന്റ് കൂടുതലായിരിക്കും. പക്ഷെ എനിക്ക് ഇന്ന് 4000 മണിക്കൂറിന്റെ പ്രൊഡക്റ്റിവിറ്റി ആണ് കിട്ടുന്നത്.
ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ ഇന്ന് എത്രത്തോളം പൈസ ഉണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെ ലിവറേജ് ത്രൂ എനിക്ക് വരുന്നുണ്ട്. സോ ഒരുപാട് ആൾക്കാരെ സമയമാണ് ഞാൻ ഇവിടെ ലിവറേജ് ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റം ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അത് ഈസി ആയിട്ട് വന്നതാണോ? ഒരിക്കലല്ല. ഒരു ദിവസം കൊണ്ട് വന്നാണ്? ഒരിക്കലല്ല. ഒരുപാട് സമയവും ഒരുപാട് എഫേർട്ടും ഞാൻ ഇട്ടിട്ടാണ് ഈ ഒരു ഡിജിറ്റൽ സിസ്റ്റം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. സോ ഫസ്റ്റ് ഇയർ നോക്കുകയാണെങ്കിൽ ഒരുപാട് എഫേർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ വലിയ പൈസ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ജോലിയുടെ ഒപ്പമാണ് ചെയ്തിരുന്നത്, അതുകൊണ്ട് ചെറിയ രീതിയിൽ, അതായത് സാലറി വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പൈസ ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം. സോ മെല്ലെ മെല്ലെ കയറി തുടങ്ങി. ഞാൻ മെല്ലെ അടുത്ത കൊല്ലം ജോബ് ഇട്ട് തുടങ്ങി, ഒരുപാട് എഫേർട്ട് ഇട്ട് തുടങ്ങി, മെല്ലെ മെല്ലെ റിസൾട്ട് വന്നു തുടങ്ങി. മൂന്നാമത്തെ കൊല്ലം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എഫേർട്ട് വന്നു, ഒരുപാട് റിസൾട്ട് വന്നു. നാലാമത്തെ കൊല്ലം എഫേർട്ട് കുറച്ച് കുറഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല, നാലാമത്തെ കൊല്ലം ഞാൻ ഇതിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ, ഞാൻ കാലഘട്ടത്തിൽ ഞാൻ അതിന് മുമ്പ് ജോലിയിൽ എത്രത്തോളം പൈസ ഉണ്ടാക്കി അതിനേക്കാളും കൂടുതലായിരുന്നു ഇതിൽ ഞാൻ നാലാമത്തെ കൊല്ലം ഉണ്ടാക്കിയ പൈസ. അത് ഫുൾ ടൈം ആയിട്ട് ഞാൻ ഉണ്ടാക്കിയത്. അതായത് ഞാൻ ജോലിയായിട്ട് എത്രത്തോളം സാലറി വാങ്ങിയിട്ടുള്ള ജീവിതകാലം മൊത്തം അതിനേക്കാളും കൂടുതൽ പൈസ ആക്ച്വലി നാലാമത്തെ കൊല്ലം പറഞ്ഞതെന്ന് വെച്ചാൽ ആ സമയമാകുമ്പോഴത്തേക്കും ഞാൻ ലിവറേജ് ചെയ്ത് തുടങ്ങി ബാക്കിയുള്ള ടൈം. സോ ഇന്ന് എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും, പക്ഷേ എന്റെ മാർക്കറ്റ് വലുതായി തുടങ്ങുന്നുണ്ട്, സിസ്റ്റം ഓൾറെഡി ബിൽഡ് ആയിട്ടുണ്ട്, ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പൊ നിങ്ങളെല്ലാവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളെല്ലാവരും ചെയ്ത് നിങ്ങൾ നാളെ ഞാൻ റിട്ടയർ ചെയ്യാന്ന് വിചാരിച്ചു, എന്നാലും ഞാൻ ബഹാമാരുടെ ഐലൻഡിൽ പോയിട്ട് ബാക്കി കാലം അവിടെ ചെലവഴിക്കാൻ തീരുമാനിച്ചു. എന്റെ പൈസ വരെ നിൽക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് റൺ ആയിക്കൊണ്ടിരിക്കും. കാരണം ചിലപ്പോൾ ബെറ്റർ ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. കാരണം എന്താ, ഞാനില്ലാന്നുണ്ടെങ്കിലും എന്റെ സിസ്റ്റം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, എന്റെ വരുമാനം അവിടെ ചിലപ്പോൾ കൂടാനാണ് ചാൻസ് ഉണ്ട്. ഇതാണ് ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ഏറ്റവും വലിയ ശക്തനാക്കുന്നത്. നിങ്ങളെ ടൈം ലിവറേജിംഗ് ആണ് ആക്ച്വലി ഇവിടെ ചെയ്തത്. എന്നെ സംബന്ധിച്ചത് ആദ്യം എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ആ തീരുമാനം എടുത്ത് ചെയ്തെടുക്കാൻ. സോ ഞാൻ എന്തൊക്കെ പിന്നീട് ചെയ്യുന്നുണ്ടോ, ഞാൻ എന്റെ പിന്നീട് എല്ലാ പ്രവൃത്തികളും ആ സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഞാൻ കിട്ടുള്ളൂ. സോ എനിക്കറിയായിരുന്നു എഫേർട്ട് ഉണ്ടാവുന്നുള്ളത്, പക്ഷേ ആ എഫേർട്ടിനുള്ള റിസൾട്ട് എനിക്ക് കിട്ടുന്ന കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. ചിലപ്പോൾ സ്റ്റാർട്ടിംഗ് ചിലപ്പോൾ ഞാൻ ഒന്നും കാണില്ല, ചിലപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ലാഭമായിട്ട് എനിക്ക് ഫീൽ ചെയ്യില്ല, പക്ഷെ അത് കൊല്ലം കൂടുന്തോറും എനിക്ക് അതിന്റെ റിസൾട്ട് വരുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. എത്ര പേർക്ക് ഇപ്പോൾ ഉറക്കം വരുന്നുണ്ട്? ആരും അറിയില്ലല്ലോ. ഒരു 12 മണി വരെ നമുക്ക് ഇതാക്കാം അല്ലെ, അല്ലെങ്കിൽ ഒരു 12 വരെ കുറച്ചും കൂടി കവർ ചെയ്യാനുണ്ട്. സോ അധികം ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ മെല്ലെ സ്കിപ്പ് ചെയ്യാം. കുറച്ച് ഫാക്ട്സും അല്ലെങ്കിൽ കുറച്ച് അറിവുകൾ ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. ഒരു ബാങ്കിങ് സെക്ടർ വന്നുകൊണ്ട് ഒരു ഡാറ്റ ആയിക്കോട്ടെ, നമ്പേഴ്സ് ആയിക്കോട്ടെ എനിക്ക് വളരെ ഇഷ്ടമാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഒരുപാട് വിശദീകരണം ഞാൻ നോക്കും, കാൽക്കുലേഷൻ വെച്ച്, കണക്കൂട്ടൽ വെച്ചിട്ട്, നമ്പേഴ്സ് വെച്ചിട്ട്. സോ എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വിശകലനം ഞാൻ ചെയ്തപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഹിറ്റ് കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡാറ്റ ഞാൻ കണ്ടു. ഒരു 12 കൊല്ലം മുമ്പാണ് ഞാൻ ആക്ച്വലി കണ്ടത്. ഓക്കെ, അപ്പൊ 12 കൊല്ലം മുമ്പുള്ള ഒരു ഡാറ്റയാണ്. സോ പറയുന്നത് വെച്ചാൽ പെർസെന്റേജ് പെനിട്രേഷൻ എന്ന് പറയും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു പെർസെന്റേജ് പെനിട്രേഷൻ, അതായത് 100-ൽ എത്ര ആൾക്കാർ ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. US-നെ സംബന്ധിച്ചിടത്തോളം ഒരു 5-6%. അതായത് 100 ആൾക്കാരെ US-ൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ 5-6 ആൾക്കാർ ഡയറക്ട് സെല്ലിങ്ങോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. അതാണ് കണക്കുകൾ പറയുന്നത്. പിന്നെ ഞാൻ കണ്ടത് മലേഷ്യ, തൈവാൻ പോലത്തെ കൺട്രീസ്, അതിൽ കൂടുതൽ പെർസെന്റേജ് ആണ് ഞാൻ കണ്ടത്. അതായത് 9 മുതൽ 11 ആൾക്കാർ 100-ൽ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ളവരുണ്ട്. പിന്നെ ഞാൻ കണ്ടത് ഇന്ത്യയിലാണ്. ഇതിൽ ഇന്ത്യയുടെ പെർസെന്റേജ് എത്രയാണെന്നുള്ളത് ആർക്കും ഒന്ന് ഊഹിക്കാൻ പറ്റും. ആക്ച്വലി 0.2% ആയിരുന്നു. സോ ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ കണ്ണ് ആക്ച്വലി പുറത്തോട്ട് വന്നു. വേറെ ഒന്നല്ല, ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലെ. ഇത്രയും പോപ്പുലേഷൻ ഉള്ള ഒരു കൺട്രിയിൽ എല്ലാ കൊല്ലം അത് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് അവിടെ 100-ൽ 0.2% ആൾക്കാരെ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ളൂ. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോപ്പുലേഷൻ കൂടുന്നുണ്ട്. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്രത്തോളം ആൾക്കാരെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എത്രത്തോളം ഓപ്പർച്യൂണിറ്റി എന്ന് മനസ്സിലായി. മൂന്നാമത് എനിക്ക് മനസ്സിലായി, വെസ്റ്റേൺ കൺട്രീസിൽ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ഇൻഡസ്ട്രിയും എന്തായാലും ഇവിടെ വന്നാലും സക്സസ്ഫുൾ ആകുന്നു. അല്ല, എപ്പോഴും അങ്ങനെയാണ്. എല്ലാ ഇൻഡസ്ട്രിയും വെസ്റ്റേൺ കൺട്രീസിലാണ് സക്സസ്ഫുൾ ആയിട്ട്, ഫ്രാഞ്ചൈസിങ് ആയിക്കോട്ടെ, എല്ലാം ഇ കോമേഴ്സ് ആയിക്കോട്ടെ, അത് മെല്ലെ ഇവിടെ വന്നിട്ടും സക്സസ് ആണ് കാണുന്നത്. സോ എനിക്ക് ഉറപ്പായിരുന്നു ഈ ഒരു ഇൻഡസ്ട്രി ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാലും വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വലിയൊരു ഗ്രോത്ത് ആണ് ഉണ്ടാകാൻ പോകുന്നത്. സോ ഏതെങ്കിലും ഒരാൾ ഒരുപാട് സമ്പത്ത് ചെറിയ കാലം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയുടെ ബൂമിംഗ് പീരീഡ്സ് ഉണ്ടായിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഒരു 90-ന്റെ മിഡ് കാലത്ത്, അല്ലെങ്കിൽ 1995 കാലത്തിൽ നിങ്ങൾക്ക് CTS അല്ലെങ്കിൽ TCS ഈ കമ്പനിയിലൊക്കെ നിങ്ങളൊരു 1 lakh വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, ഇൻഫോസിസ് ആയിക്കോട്ടെ, ഇപ്പൊ എന്തായിരിക്കും നിങ്ങൾ അവസ്ഥ തോന്നുന്നുണ്ടോ? നിങ്ങൾ റിട്ടയർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അടുത്ത തലമുറക്ക് ഉള്ളത് ചിലപ്പോൾ അതിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. കാരണം അത് വളർന്നത് എക്സ്പോണൻഷ്യൽ ആയിട്ടാണ്. അത്രയും വലിയൊരു ഗ്രോത്ത് ആണ് ആ ഇൻഡസ്ട്രിക്ക് ഉണ്ടായത്. ഇന്ന് നിങ്ങളിപ്പോ ഇതേ ഇൻഫോസിസ്, TCS-ലൊക്കെ നിങ്ങൾ 1 ലക്ഷം കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഗ്രോ ആവും, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ നിങ്ങൾ അതിൽ പണക്കാരനാവില്ല. കാരണം എന്താ, അതിന്റെ ഹയസ്റ്റ് ഗ്രോത്ത് ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, അത് ഓൾറെഡി കഴിഞ്ഞു പോയി. സോ ഞാൻ മനസ്സിലാക്കി, അങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രിയിലെ ഗ്രോത്തിന്റെ ഒരു ടൈം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബൂമിംഗ് ടൈം ഉണ്ട്. അത് ഞാൻ ഒരുപാട് മിസ്സാക്കി. ഇൻഷുറൻസ് ആയിക്കോട്ടെ, IT ആയിക്കോട്ടെ, എല്ലാം. പക്ഷെ ഇത് ഞാൻ വിടാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി. കാരണം ഇത് എന്തായാലും നാളെ മറ്റുള്ളവരുടെ ഗ്രോ ആകാൻ പോകും. അതിന്റെ മാക്സിമം അഡ്വാൻറ്റേജ് എനിക്ക് തന്നെ കിട്ടും.
സോ കുറെ ആൾക്കാർക്ക് ചിന്തിക്കണം 12 കൊല്ലം മുമ്പല്ലേ 0.2% ഇപ്പൊ അതൊക്കെ കൂടിയിട്ടുണ്ടാവും എന്നാലും വിഷമിക്കുന്നുണ്ടാവും അല്ലേ? ആർക്കും വിഷമം, കുറച്ച് ആൾക്കാർക്ക് വിഷമം ഉണ്ടാവും അല്ലെ? 12 കൊല്ലം മുമ്പാണ് 0.2%, ഇപ്പൊ ഓൾറെഡി കൂടിയിട്ടുണ്ടാവില്ലേ? പക്ഷെ ഇപ്പത്തെ പെർസെന്റേജ് പെൻട്രേഷൻ അല്ലെങ്കിൽ 100 എത്ര ആൾക്കാർ ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നു? എത്രയൊക്കെ ഇന്നത്തെ കണക്ക്? 0.75% ഗ്രോത്ത് ആയിട്ടുള്ളൂ. അതായത് ഇന്ത്യയിൽ ഇപ്പോഴും ഈ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. സോ അത്രത്തോളം വലിയൊരു ഓപ്പർച്യൂണിറ്റി അവസരമാണ് നമ്മുടെ മുമ്പിൽ നിന്ന്. നിങ്ങൾ ചിന്തിക്കുന്നേക്കാളും വലിയ ഇൻഡസ്ട്രി ആവാൻ പോകുന്നൊരു ഇൻഡസ്ട്രിയാണ്. സോ നമ്മളെല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന റൈറ്റ് ടൈം ആണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നമുക്ക് എത്ര പേര് എക്സൈറ്റഡ് ആണ്, സന്തോഷം തോന്നുന്നു അല്ലെ? കറക്റ്റ് ടൈമിലാണ് നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ എത്തുന്നത്, മനസ്സിലായില്ലേ? അടിപൊളി. ഇതിൽ കുറച്ച് ആൾക്കാർ ചിലപ്പോ ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എത്ര ആൾക്കാർ ഗൂഗിൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി കേട്ടിട്ടുണ്ടോ? അല്ല എത്ര പേര് കണ്ടിട്ട് വിഷമിച്ചവരുണ്ട്? സത്യം എന്തായിട്ട് പറഞ്ഞു, എത്ര പേർക്ക് ഗൂഗിളിൽ ഇത് കണ്ടിട്ട് വിഷമം വന്നിട്ട്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും തീയില്ലാതെ പുക ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നമ്മൾ ഈ നെഗറ്റിവിറ്റി എങ്ങനെ ഉണ്ടായി കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. റെഗുലേറ്ററി ബോഡി ഇല്ലാത്തതിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഒരു നിയമം പോലും ഉണ്ടായിരുന്നില്ല ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ. അതായത് റെഗുലേറ്ററി ബോഡി ഇല്ലാത്തതുകൊണ്ട് അതിന് ലോ പോലും ഉണ്ടായിരുന്നില്ല. അത് ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ആൾക്കാർക്ക് അറിയുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ, ഒരു കസ്റ്റമറിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലൈന്റ് നല്ലതാണോ അല്ലെങ്കിൽ എങ്ങനെയാണോ വന്നത്, അത് പ്രോപ്പർ ആയിട്ടാണോ വന്നത് ചെക്ക് ചെയ്യാൻ പോലും ഒരു ടീം ഉണ്ടായിരുന്നില്ല. സോ കോർട്ടിൽ പോയി കഴിഞ്ഞാലും അതിങ്ങനെ സപ്പോർട്ട് ചെയ്യാനോ അതാക്കാനോ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കോപ്സിന് അല്ലെങ്കിൽ പോലീസുകാർക്ക് ഇതിനെ കുറിച്ച് കാര്യങ്ങൾ അറിയുന്നുണ്ടായിരുന്നില്ല. സോ 2014-15 കാലഘട്ടം ഈ ഇൻഡസ്ട്രിക്ക് വളരെ ബാഡ് ആയിരുന്നു. നമുക്ക് മാത്രമല്ല ഈ ഒരു ഇൻഡസ്ട്രിയിലെ എല്ലാ കമ്പനിക്കും ഒരുപാട് ബാഡ്. കാരണം ഒരുപാട് കംപ്ലൈൻസ് വന്നിട്ടും ഒരേ പ്രശ്നം. നമ്മളെപ്പോഴും സർവൈവ് ചെയ്ത് പോയി. മീഡിയ ഒരുപാട് രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്തു. നമ്മൾ ഈ ഇൻഡസ്ട്രിനെ സ്കാം എന്ന് പറഞ്ഞു തുടങ്ങി, പറ്റില്ല എന്ന് പറഞ്ഞു തുടങ്ങി. കാരണം കുറച്ച് കംപ്ലൈൻസ് കൺസ്യൂമേഴ്സിന് വന്നുകൊണ്ട്. ബട്ട് ഇതൊക്കെ നടന്ന സമയത്തും ഞാൻ നമ്മുടെ കമ്പനിയിൽ എല്ലാ കമ്പനീസിനും അതിൻ്റെതായിട്ടുള്ള വെല്ലുവിളികൾ ആ ടൈമിലായി. കുറച്ച് കമ്പനി അത് പിടിച്ചു നിൽക്കും, സർവൈവ് ചെയ്ത് പോയി. കുറച്ച് കമ്പനി ഇന്ത്യ വിട്ട് പോവുകയാണ് ചെയ്തു. അതായത് ഇവിടെ ഇത് ചെയ്തിട്ട് കാര്യമില്ല, ഒരുപാട് നൂലാമാലകൾ എന്ന് വിചാരിച്ചിട്ട് പോയ കമ്പനീസ് വരുന്നുണ്ട്. പക്ഷെ അതിൽ പിടിച്ചു നിന്നത് കമ്പനീസ് ഒരുപാട് ഇതിലാണ് മേജർ മാറ്റങ്ങൾ വന്നു തുടങ്ങി. സോ KPMG ആൻഡ് വിക്കി എന്നുള്ളൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ അവരൊരു അനാലിസിസ് ഉണ്ട്, ഏറ്റവും വലിയ ഡാറ്റ അനാലിസിസ്റ്റ് ആയിട്ടുള്ള ഒരു ടീമാണ്. അവർ ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ ആക്ച്വലി പറയുന്ന സംഭവം എന്നറിയും, ഈ ഒരു ഇൻഡസ്ട്രി എത്രത്തോളം ഇന്ത്യയിൽ ഉപകാരപ്പെടും, ഈ ഇൻഡസ്ട്രി എത്രത്തോളം ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ ആൾക്കാർക്ക് ഉപകാരപ്പെടും, ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വെച്ചിട്ട് അവർ റിപ്പോർട്ട് ഉണ്ടാക്കി. അത് വെച്ചിട്ടുണ്ടാക്കിയ റിപ്പോർട്ടിൽ അവർ വെച്ചൊരു റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വെച്ചൊരു ധാരണ എന്താ വെച്ചാൽ, ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാരെ നല്ല കമ്പനീസിനും ഈ മോശം പേരിൽ ഇതാക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ് ലീഗാലിറ്റി ഇല്ലാത്തത്. സോ ഫസ്റ്റ് അവർ മനസ്സിലാക്കിയത് ഒരു ഗൈഡ് ലൈൻസും റൂൾസും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് മനസ്സിലായി ഈ ഒരു ഇൻഡസ്ട്രി. സോ അങ്ങനെയാണ് ഗവൺമെന്റ് കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രി 2016 ഗൈഡ് ലൈൻസ് ആയിട്ട് വന്നത് ഡയറക്ട് സെല്ലിംഗ് 2016. സോ അതായത് നിങ്ങളിപ്പോൾ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ആണെങ്കിൽ കുറച്ച് ഗൈഡ് ലൈൻസ് കമ്പനി ഗവൺമെന്റ് വെച്ചിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻസിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസ് ലീഗലി ഉള്ള കമ്പനി എന്ന് പറയാൻ പറ്റുള്ളൂ. ആ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യാത്ത കമ്പനി ഒരിക്കലും ലീഗലായിരിക്കില്ല. സോ 2017 മാർച്ചിൽ ഒരുപാട് ഗൈഡ് ലൈൻസ് നമ്മുടെ കമ്പനി ആസ് പെർ ഗൈഡ് ലൈൻസ് ആണെന്ന് വെച്ചിട്ട് കോർട്ടിൽ ഓർഡർ വന്നിട്ടുണ്ട്, സുപ്രീം കോർട്ടിൽ. ആൻഡ് അതുകൊണ്ട് തന്നെ എല്ലാ കോർട്ട് കേസും നമ്മുടെ ഇതിൽ വിജയിക്കുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ ഗൈഡ് ലൈൻസ് പ്രൂവ് ചെയ്തുകൊണ്ടാണ്, പാലിച്ചുകൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ ആ റിപ്പോർട്ട് പ്രകാരം കൊടുത്ത രണ്ടാമത്തെ റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇത്രത്തോളം വലുതാവുന്നതുകൊണ്ട് നമ്മൾ റെഗുലേറ്ററി ബോഡി എന്തായാലും വെച്ചേ പറ്റുമെന്നുള്ളത് ഗവൺമെന്റ് മനസ്സിലായി. കാരണം ഈ ഒരു ഇൻഡസ്ട്രി സ്റ്റേബിൾ ആയിട്ട് നടന്നു പോകണമെങ്കിൽ ഒരു റെഗുലേറ്ററി ബോഡി വേണമെന്ന് മനസ്സിലായി. സോ ഗവൺമെന്റ് ആക്ച്വലിന്റെ മുകളിൽ വർക്ക് ചെയ്തിട്ട് 2020 ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഒരു ബിൽ പാസ് ആവേണ്ടതായിരുന്നു. ഇപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷൻ, പാൻഡമിക് സിറ്റുവേഷൻ വന്നപ്പോഴാണ് അത് ബാക്ക് സീറ്റിൽ പോയത്. പക്ഷേ ഓൾറെഡി ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഫോംഡ് ആണ്. ഒരു റെഗുലേറ്ററി ബോഡി ഓൾറെഡി ഫോംഡ് ആവാനുള്ള എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ഓൾറെഡി ഫോർവേഡ് ആണ്. പക്ഷേ 2023 ഇത് എന്തായാലും ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ റെഗുലേറ്ററി ബോഡി വന്നു കഴിഞ്ഞാലുള്ള കാര്യം എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നു? ഏറ്റവും വലിയൊരു ബൂമാണ് ആക്ച്വലി ഉണ്ടാവാൻ പോകുന്നത്. ഏറ്റവും വലിയ ബൂമിംഗ് ആണ് ആക്ച്വലി ഉണ്ടാവാൻ പോകുന്നത്. കാരണം ആൾക്കാർക്ക് ഉണ്ടാവുന്ന കോൺഫിഡൻസ് കൂടി തുടങ്ങും. ആൾക്കാർക്ക് മനസ്സിലാവും നല്ല കമ്പനീസ് ആണെന്നുണ്ട്. റെഗുലേറ്ററി ബോഡി വന്നുകൊണ്ട് ആരും പറ്റിക്കപ്പെടില്ല എന്നുള്ളത് മനസ്സിലാവും. സോ റെഗുലേറ്ററി ബോഡി എപ്പോൾ എത്തിയോ ആ ടൈമിൽ നിന്ന് ഇത് ഈ ഒരു പെർസെന്റേജ് പെൻട്രേഷൻ ടിപ്പിംഗ് പോയിന്റ് എത്തുന്നതാണ് എക്സ്പേർട്സ് പറയുന്നത്. ടിപ്പിംഗ് പോയിന്റ് എന്താണെന്ന് അറിയോ? ഏതൊരു കമ്പനി നോക്കി കഴിഞ്ഞാൽ ഒരു ലീനിയർ ഗ്രോത്ത് ആണ് ഉണ്ടാവും, ഒരേപോലത്തെ ഒരു ഗ്രോത്ത് ഉണ്ടാവും. പക്ഷേ എല്ലാ കമ്പനിക്കും ഒരു സ്റ്റേജ് ഉണ്ടാവും, എല്ലാ ഇൻഡസ്ട്രിക്കും ഒരു സ്റ്റേജ് ഉണ്ട്. അവിടെ പെട്ടെന്ന് ഒരു ബൂമിംഗ് ഗ്രോത്ത് ഉണ്ടാവും. സോ എവിടുന്നാണോ ആ ബൂമിംഗ് പോയിന്റ് ഉണ്ടാവുന്നത് അതിനാണ് ടിപ്പിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഓൾറെഡി ഇൻഡസ്ട്രി അത്രയും ഫാസ്റ്റ് ആയിട്ട് ഗ്രോത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു റെഗുലേറ്ററി ബോഡി വന്നു കഴിഞ്ഞാൽ ഇത് ടിപ്പിംഗ് പോയിന്റ് എത്തും. അതോടുകൂടി ഒരു ബൂമാണ് ഉണ്ടാവും. ആ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ ടിപ്പിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബൂം ഉണ്ടാവുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുക ഇപ്പോൾ ഓൾറെഡി ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷം ആക്ച്വലി ഒന്നും കൂടിയില്ല, കറക്റ്റ് ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലായത്. ആ റിപ്പോർട്ടിന്റെ വേറെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ തേർഡ് റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻഡസ്ട്രി എത്രത്തോളം വലുതാവാൻ പോവുകയാണ്, കുറച്ച് കാലം കൊണ്ട് തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിനു വേണ്ടി സെപ്പറേറ്റ് നോഡൽ മിനിസ്ട്രി
അപ്പോയിന്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പിന്നെ പറഞ്ഞത്. നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നതോ, അതായത് ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടി ഒരു മിനിസ്റ്റർ ഉണ്ടാവും പോകും, അത്രത്തോളം വലുതാവും പോകും ആക്ച്വലി ഇൻഡസ്ട്രി. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ ഞാൻ റിസർച്ച് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായത്, നെറ്റ്വർക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി. ഈ ഇൻഡസ്ട്രി അടിപൊളിയാണെന്നുള്ളത് മനസ്സിലായി. അതിന്റെ ട്രെൻഡുകൾ നോക്കിയപ്പോൾ, അല്ലെങ്കിൽ എത്ര വെസ്റ്റേൺ കൺട്രീന് എത്രത്തോളം ഗ്രോ ആയിട്ടാണ് വന്നുള്ളത് മനസ്സിലായി. ഈവൻ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് MBA ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ സ്പെഷ്യലൈസ് ചെയ്ത് തുടങ്ങി, MBA ഏറ്റവും വലിയ സബ്ജക്റ്റ് ആയി മാറി തുടങ്ങി. സോ ഇൻഡസ്ട്രിനെ കുറിച്ചിട്ട് ഉള്ള എല്ലാ സംശയം എനിക്ക് മാറി. പക്ഷെ അതിനുശേഷം വന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഭാഗമായി കഴിഞ്ഞാൽ നല്ലതെന്ന് മനസ്സിലായി, പക്ഷേ ക്യൂനെറ്റിനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, വേറെ കമ്പനി നല്ലത് ഉണ്ടായിക്കൂടെ എന്നുള്ള ചോദ്യം വന്നു തുടങ്ങും. സോ ഞാൻ എങ്ങനെ മനസ്സിലാക്കും ഏറ്റവും നല്ല കമ്പനി ഏതാന്നുള്ളത്? സോ ഞാൻ അതിനെ പറ്റി അറിവുകൾ ശേഖരിച്ചു തുടങ്ങി. ആൻഡ് അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കിട്ടി. ആൻഡ് അവർ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി നമ്മൾ നോക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അത് പരിശോധിക്കുന്നുണ്ടെങ്കിൽ 4 കാര്യങ്ങൾ വെച്ചിട്ട് നോക്കണം എന്ന് പറഞ്ഞു. ആദ്യത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി എത്ര കാലമായിട്ടുള്ളതാണ്. ഇതെന്തിനാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും കമ്പനി 5 കൊല്ലത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിൽ തൊടാണ്ടിരിക്കുകയാണ് നല്ലതെന്ന് പറഞ്ഞു. കാരണം ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ്, ഏറ്റവും നല്ല ലാഭം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് ആണ്. പക്ഷെ അത് റൺ ചെയ്യുന്നത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒരുപാട് കമ്പനീസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് റൺ ചെയ്യാൻ ശ്രമിച്ചിട്ട് പറ്റാതെ പോയിട്ടുള്ളവരുണ്ട്. ഒരു 5 കൊല്ലത്തിന്റെ ഉള്ളിൽ തന്നെ മിക്ക കമ്പനീസും പൂട്ടി പോകുന്നത് കാണാൻ പറ്റും. സോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമില്ല. സോ 5 കൊല്ലത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ നോക്കണ്ട എന്നുള്ള രീതിയിലാണ്, റിസ്ക് ആണ് എന്നുള്ള രീതിയിലാണ് എക്സ്പെർട്ട് ഒപ്പീനിയൻ പറഞ്ഞത്. 5 to 10 കൊല്ലാണെങ്കിൽ സേഫ് ആണ്, ബട്ട് അവൈലബിൾ, എന്നാലും ഓക്കെ എന്നുള്ള രീതിയിലാക്കാൻ പറ്റും. സോ ഏതെങ്കിലും ഒരു കമ്പനി 5 കൊല്ലം കടന്നിട്ടുണ്ടെന്ന് വെച്ചോ, അല്ലെ, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത കമ്പനി എന്ന് വെച്ചോ, ഒരു 5 കൊല്ലം പിടിച്ചിരുന്നെങ്കിലും മെല്ലെ മെല്ലെ പ്രൊഡക്റ്റ് രീതിയിലും മാറ്റം വരുത്തേണ്ടി വരും, പുതിയ പുതിയ സ്ഥലങ്ങളോട്ട് മാറേണ്ടി വരും, അല്ലെ. അതിനാണ് ആക്ച്വലി 5 to 10 കൊല്ലം ഫേസ് ആൾ പറഞ്ഞത് പിന്നെയും കുഴപ്പമില്ല, സേഫ് ആണെന്നത്. കാരണം നല്ലൊരു കമ്പനിക്ക് ആ രീതിയിൽ മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ 10 കൊല്ലത്തിന്. പിന്നെ ആൾ പറഞ്ഞത് വെച്ചാൽ 10 കൊല്ലത്തിന് മുകളിലാണോ സേഫ് ആണ് എന്ന് പറഞ്ഞു. സോ ക്യൂനെറ്റ് ആ ടൈമിൽ ഓൾറെഡി 13 കൊല്ലം ഉണ്ടായിരുന്നു. സോ എത്ര കൊല്ലമായി ബിസിനസ് എന്നുള്ള ആ ഒരു കണ്ടീഷൻ ടിക്ക് മാർക്കായി. നേരത്തെ പറഞ്ഞ പോലെ 4 കണ്ടീഷനിൽ ഫസ്റ്റ് കണ്ടീഷൻ. ഞാൻ ഒരിക്കലും പറഞ്ഞില്ല 10 കൊല്ലത്തിന് മുകളിൽ ഉള്ള കമ്പനി ഒരിക്കലും നിർത്തി പോകില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ചിലപ്പോൾ ചില കമ്പനികൾ നിർത്തി പോകുന്നവരുണ്ടാവും, 10 കൊല്ലത്തിന് മുകളിലായിട്ടുണ്ട് വരും. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനി 10 കൊല്ലത്തിന് മുകളിൽ സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിന് ഡൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന്റെ ബേസിക്സ് ഡൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലായി. സോ ആ കണ്ടീഷൻ ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ നോക്കേണ്ട ഒരു നല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ കുറിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്നതാണ്. ആൻഡ് അത് വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആണെന്നില്ല, പക്ഷേ ജെന്യൂൻ ആയിട്ട് വാല്യൂ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഒരു വാല്യൂ ഉണ്ടായിരുന്നു, ജെന്യൂൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു. നമ്മുടെ പ്രൊഡക്റ്റ് ഇതിലുള്ള ആൾക്കാർക്ക് എത്ര പേർക്ക് അറിയാം ജെന്യൂൻ പ്രൊഡക്റ്റ് ആയിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ ഇത് വാല്യൂ പ്രൊഡക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിരുന്നു? പുതിയ ആൾക്കാർക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, എങ്ങനെയുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ്? ഞാൻ എന്റെ അഭിപ്രായം വെച്ച് പറഞ്ഞാൽ, നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് നല്ല പ്രൊഡക്റ്റ് ആണോ അല്ലെന്നുള്ള എങ്ങനെ അറിയാൻ പറ്റും? യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അല്ലെ, നിങ്ങളിപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ചില വെക്കേഷൻ എടുത്തിട്ടായിരിക്കും നിങ്ങളിപ്പോൾ പോകണ്ട, നിങ്ങളുടെ പാരന്റ്സിനെ സെൻഡ് ചെയ്തു, നിങ്ങളുടെ റിലേറ്റീവ്സിനെ സെൻഡ് ചെയ്ത്, നിങ്ങൾ ഹോളിഡേസിന് അവരെ വിട്ടു, ഹോളിഡേ പാക്കേജ് വാങ്ങിയിട്ടുള്ളത്, നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഞാൻ QA പ്രൊഡക്റ്റ് ഏറ്റവും വലിയൊരു ഫാനാണ്. ആൻഡ് എന്റെ അത്രക്ക് ആരൊക്കെ QA യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ 12 കൊല്ലമായിട്ട് ഞാൻ എത്രയോ QA പാക്കേജ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഹോളിഡേ പോണ ആളായതുകൊണ്ടല്ല, ഈവൻ ബിസിനസിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോലും ഞാൻ QA യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് നല്ല ഡീലുകളും ഓഫേഴ്സും വരാറുണ്ട്. QA സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് വരുന്നു. ആൻഡ് നമുക്ക് ഏറ്റവും നല്ല പ്രൊഡക്ട്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ മനസ്സിലാക്കി നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയാലേ മനസ്സിലാവുള്ളൂ. ആൻഡ് ഇന്ന് ഞാൻ കമ്പനിയുടെ എല്ലാ പ്രൊഡക്റ്റിനും ഏറ്റവും വലിയൊരു വിശ്വാസമുള്ളൊരു ഉപഭോക്താവാണ്. എല്ലാ പ്രൊഡക്ട്സും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ക്ലെൻസർ മുതൽ ടോണർ ആയിക്കോട്ടെ, മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, സിറ ആയിക്കോട്ടെ, ഹെയർ ഓയിൽ ആയിക്കോട്ടെ, വാച്ച് ആയിക്കോട്ടെ, എഡ്ജ് ആയിക്കോട്ടെ, ഹോളിഡേ പാക്കേജ് ആയിക്കോട്ടെ, കോഫി ആയിക്കോട്ടെ, എല്ലാം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രൊഡക്ട്സ് എല്ലാം അടിപൊളിയാണ്. ഇപ്പോൾ ടൈം ഇല്ല ആക്ച്വലി, ഇല്ലാതെ ഞാൻ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. 2 പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ആഗ്രഹമുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഒന്ന് കഫേ. നമ്മളൊരു കഫേ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് വെയിറ്റ് ലൂസിന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വെയിറ്റ് ലൂസ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ടോ? കുറച്ച് ആൾക്കാരുണ്ടല്ലേ. കഫേ എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡക്റ്റ് ആക്ച്വലി ഗ്രീൻ കോഫി ന്യൂട്രീസ് കോമ്പിനേഷൻ ആണ്. ഇപ്പോൾ ഗ്രീൻ കോഫി എന്നുള്ളത് ഏറ്റവും വലിയൊരു റെവല്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് 30 സാഷ് ഉണ്ടാവും, അതിലൊരു സാഷ് പകുതി ലഞ്ചിന് മുമ്പും പിന്നെ ഡിന്നറിന് മുമ്പും നിങ്ങൾ ഡെയിലി കുടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും 15 ദിവസം കഴിഞ്ഞിട്ട് വെയിറ്റ് കുറയില്ല എന്ന് പറയുന്നത്, ഒരു 6 മാസമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഗ്യാരണ്ടി പറയാം, ഒരു സൈഡ് എഫക്റ്റും കൂടാതെ നിങ്ങളുടെ വെയിറ്റിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടോ. ബ്രില്യൻ പ്രൊഡക്റ്റ് ആണ്. അതേപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആണ് എഡ്ജ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. വെൽനെസ് എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി ഒരുപാട് ഗ്രോത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, അല്ലെ. നമ്മൾ എത്രത്തോളം ഡോക്ടറുടെ മുകളിലും മരുന്നിന്റെ മുകളിലും പൈസ ചെലവാക്കുന്നതിനേക്കാളും അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം നോക്കുന്നു. ഇപ്പൊ ആക്ച്വലി ആൾക്കാർക്ക് ആ വന്നു തുടങ്ങി. അതുകൊണ്ടാണ് വെൽനെസ് എന്നുള്ള ഇൻഡസ്ട്രി വലുതായി തുടങ്ങി. സോ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ പ്രൊഡക്റ്റിന്റെ ഒരു ഗുണം എന്താണെന്നുള്ളത്. നമ്മുടെ ശരീരത്തിലെ മിക്ക പ്രശ്നങ്ങളും ഉണ്ടാവാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ റാഡിക്കൽസ് എന്നുള്ള
എഫക്ട് ചെയ്യുമ്പോഴാണ്, അല്ലേ ഡോക്ടർ ജ്യോതി? സോ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറഞ്ഞൊരു അമിനോ ആസിഡ് നമ്മുടെ ശരീരത്തിൽ നാച്ചുറലി ഉണ്ടായി വരുന്നതാണ്. ഇതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രൊട്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അസുഖം വരാതെ നോക്കുന്ന ഒരു സംഭവം. ഇതൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയസ്സാവും തോറും ഈ ഗ്ലൂട്ടാത്തിയോൺ എന്നുള്ള അമിനോ ആസിഡ് ശരീരം ഉൽപ്പാദിപ്പിക്കുന്നത് കുറഞ്ഞു തുടങ്ങും. സോ അതുകൊണ്ടാണ് വയസ്സാവും തോറും നമുക്ക് അസുഖങ്ങളിൽ കൂടുതൽ വരാൻ ചാൻസ് വരുന്നതും എല്ലാതും. സോ ഈ എഡ്ജ് എന്നുള്ള ഒരു പേറ്റന്റ് പ്രൊഡക്റ്റ് ആക്ച്വലി ഒരു പ്രൂവൺ പ്രൊഡക്റ്റ് ആണ്. ഈ എഡ്ജ് റെഗുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നാച്ചുറലി ഗ്ലൂട്ടാത്തിയോണിന്റെ അളവ് കൂടുന്നുണ്ട്. ഈ ഗ്ലൂട്ടാത്തിയോണിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, ആൾക്കാർ ഒരുപാട് കാര്യങ്ങളാണ് ഗ്ലൂട്ടാത്തിയോൺ ശരീരത്തിൽ ഉണ്ടാവാൻ വേണ്ടി ചെയ്യുന്നത്. ഇഞ്ചെക്ട് ചെയ്യുന്നവരുണ്ട്, അത് മരുന്ന് ത്രൂ ഇതാക്കുന്നവരുണ്ട്. സോ നമ്മൾ ഈ പ്രൊഡക്റ്റ് ആക്ച്വലി നിങ്ങൾ എല്ലാ ദിവസവും വെറും വയറ്റിൽ ഒരു സേഷ വെച്ചിട്ട് എല്ലാ ദിവസവും കാലത്ത് കുടിക്കാൻ ചെയ്യുകയാണെങ്കിൽ ഒരു 6 മാസം, ഒരിക്കലും 10 ദിവസം കൊണ്ട് നിങ്ങൾ റിസൾട്ട് നോക്കണ്ട, 6 മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ റെഡിയാണോ, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടാവും, നിങ്ങളുടെ എനർജി ഒരുപാട് മാറിയിട്ടുണ്ടാവും, നിങ്ങളുടെ സ്കിന്നിനും ഒരുപാട് മാറ്റം കാണാൻ പറ്റും, നിങ്ങളുടെ മുടി കൊഴിച്ചിലിന് ഒരുപാട് മാറ്റം കാണാൻ പറ്റും. അത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി എഡ്ജ് എന്നുള്ളത്. സോ ആൾക്കാർ ചിലപ്പോൾ പലതും പറയും ഇത് അങ്ങനത്തെ പ്രൊഡക്റ്റ് ആണ് ഇങ്ങനത്തെ പ്രൊഡക്റ്റ്, പക്ഷേ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയോ, നിങ്ങൾ സ്വയം യൂസ് ചെയ്തിട്ട് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് ഞാൻ പറയുള്ളൂ. സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കാര്യങ്ങൾ ഒരു എക്സ്പെർട്ട് പറഞ്ഞു, നല്ലൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ നമ്മൾ കയറുന്നതിന് മുമ്പ് നോക്കേണ്ട 4 കാര്യങ്ങൾ. 1, കമ്പനി എത്രത്തോളം കൊല്ലം ആയി എന്നുള്ളത്. 2, പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. 3-ാമത്തെ ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ വരുന്ന രീതി, അല്ലെങ്കിൽ നമ്മുടെ കമ്മീഷൻസ് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം നല്ലൊരു ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആണ് തരുന്നത്. നമ്മുടെ ഫിനാൻഷ്യൽ എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ, എല്ലാവരും ഹാപ്പി ആണല്ലോ, നിങ്ങൾക്ക് അറിയാം അല്ലേ, അത് ടിക്ക് ചെയ്തു. പിന്നെ 4-ാമത്തെ ആൾ പറഞ്ഞൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പറഞ്ഞ ഈ 4-ാമത് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ബാക്കിയുള്ള കമ്പനീസ് ഇപ്പോൾ 5 കൊല്ലമായിട്ടുള്ളൂ അല്ലെങ്കിൽ 10 കൊല്ലമായിട്ട് കുഴപ്പമില്ല, പ്രൊഡക്റ്റിന് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടായി കുഴപ്പമില്ല, കമ്മീഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമില്ല. പക്ഷേ ഈ 4-ാമത് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും വളരെ പ്രധാനമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് സിസ്റ്റം. എങ്ങനെയാണ് ഒരു കമ്പനി സപ്പോർട്ട് സിസ്റ്റം കൊടുക്കുന്നത് അല്ലെങ്കിൽ ലേണിംഗ് കൊടുക്കുന്നത്? ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല എത്രത്തോളം വലിയ സപ്പോർട്ട് സിസ്റ്റം ആണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടൈം ഞാൻ റിസർച്ച് ചെയ്യുന്ന സമയത്താണ് ഇത് കണ്ടത്, എനിക്ക് മനസ്സിലായിട്ട് കൂടി എല്ലാ കമ്പനി സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെന്ന്. പക്ഷെ നിങ്ങൾക്ക് ഇനി മെല്ലെ മെല്ലെ മനസ്സിലാവാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ബാക്കിയുള്ള എല്ലാ കമ്പനികളും നമ്മൾ ബീറ്റ് ചെയ്യും. ഒരു കമ്പനിക്കും ഈ ഒരു ഫാക്ടറിൽ നമ്മളെ മുട്ടി നിൽക്കാൻ പറ്റില്ല ഈ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ വെൽക്കം അറ്റൻഡ് ചെയ്തു അല്ലേ, കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ERS സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇന്നിപ്പോൾ നിങ്ങൾ ഇൻഡസ്ട്രീനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് അല്ലേ. നാളെ നിങ്ങൾ വേറൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും, ഇൻഡസ്ട്രി അല്ലെങ്കിൽ ബിസിനസ് എത്രത്തോളം നല്ലതാണ് അതിൽ മനസ്സിലാവും. അതിനുശേഷം ഒരു 21 ദിവസത്തെ ഒരു PRP പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്യും. ആ 21 ദിവസം കൊണ്ട് നിങ്ങളുടെ കംപ്ലീറ്റ് ഇതിനെക്കുറിച്ചുള്ള ധാരണ മാറിപ്പോകും, നിങ്ങൾക്ക് ഒരുപാട് സ്കിൽ സെറ്റ് ഉണ്ടാക്കിയെടുക്കും, നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. അതോടുകൂടി തന്നെ നിങ്ങൾ ഈ ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരാളായി മാറിയിട്ടുണ്ടാവും. അതിനുശേഷം ട്രെയിനിങ്സ് ഉണ്ടാവും, സിസ്റ്റം നടക്കുന്നുണ്ട് എല്ലാ ആഴ്ചയും, എല്ലാ ചൊവ്വാഴ്ചയും നമുക്ക് VSL എന്നുള്ള ട്രെയിനിങ് നടക്കുന്നുണ്ട്, എല്ലാ 3 മാസം കൂടുമ്പോൾ ഒരു ഇൻഫിനിറ്റി ക്രാഷ് കോഴ്സ് എന്നുള്ള ഒരു ട്രെയിനിങ് നടക്കുന്നുണ്ട്, എല്ലാ 6 മാസം കൂടുമ്പോൾ ഒരു 5 ദിവസത്തെ വീക്കോണിലെ കോൺഫറൻസ് നടക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ഇതിനെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വർക്കിംഗ് അപ്ലൈൻ ഉണ്ട്, ഒരാൾ നിങ്ങളെ കൈ പിടിക്കാനുണ്ട് ഇല്ലേ, കാലത്ത് മുതൽ വൈകിട്ട് നിങ്ങൾ ഇതിനെ കുറിച്ച് കാര്യങ്ങൾ പറയാൻ, ഇതിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ. ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾ വേറെ എവിടെ നോക്കി കഴിഞ്ഞാലും കിട്ടില്ല, വേറൊരു കമ്പനിയും എത്ര നോക്കി കഴിഞ്ഞാലും കിട്ടില്ല. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളുള്ളത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിലാണ് ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉള്ളത്. സോ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എത്ര ആൾക്കാർ ഇതിൽ കർമ്മ വിശ്വസിക്കുന്നുണ്ട് അല്ലെ, നമ്മളെന്താണോ വിധിക്കുന്നത് നമുക്ക് കൊയ്യാൻ പറ്റുള്ളൂ. സോ എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ പഴയ ജന്മത്തിൽ എന്തോ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ബിസിനസ് വന്നിട്ടുള്ളത്. എത്ര ആൾക്കാർ വിശ്വസിക്കുന്നുള്ള അറിയില്ല. നിങ്ങൾ എന്തോ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട് ഈ ബിസിനസ് നിങ്ങളുടെ ലൈഫിൽ, അറിയാതെ ആവാം. ഞാൻ എന്തുകൊണ്ടാണ് അറിയാതെ എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ ഇൻഡസ്ട്രിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിനെ കുറിച്ച് അറിയായിരുന്നു, ഈ ഇൻഡസ്ട്രിനെ കുറിച്ചിട്ട്? ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി ആണ് അല്ലെങ്കിൽ ഇത്രയും പൊട്ടൻഷ്യൽ ഇൻഡസ്ട്രി ആണെന്ന് എത്ര പേർക്ക് അറിയായിരുന്നു? അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇന്ത്യയിൽ ബൂമാകാൻ പോകുന്ന എത്ര പേർക്ക് അറിയായിരുന്നു? അറിയണ്ടായിരുന്നില്ലേ? സോ അറിയാതെ നമ്മൾ ഏറ്റവും നല്ല ഇൻഡസ്ട്രി ചൂസ് ചെയ്തു അല്ലെ. ഒരാൾ പറഞ്ഞപ്പോൾ നമ്മൾ നല്ല തീരുമാനം എടുത്തു, ഒരിക്കലും ഇതൊന്നും അറിയാണ്ട്. ആൻഡ് ആ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയെ നമ്മൾ ചൂസ് ചെയ്തു, അതും അറിയാതെ തന്നെ. ആൻഡ് ആ ക്യൂനെറ്റിന്റെ ഉള്ളിൽ വീണ്ടും ഏറ്റവും നല്ല ഓർഗനൈസേഷൻ നമ്മൾ ചൂസ് ചെയ്തു. നിങ്ങൾക്കറിയാം ക്യൂനെറ്റിൽ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്, നമ്മളെല്ലാവരും ടീം ഇൻഫിനിറ്റി എന്നുള്ള ഓർഗനൈസേഷന്റെ ഭാഗമാണ്. ആൻഡ് ടീം ഇൻഫിനിറ്റി എന്നുള്ള ഓർഗനൈസേഷൻ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ടീമാണ് ക്യൂനെറ്റിനെ സംബന്ധിച്ചത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ DNA, നമ്മൾ ഇത് ഈ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ വേറെ തന്നെ രീതിയിലാണ്. നമ്മളെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള വി പാർട്ട്നേഴ്സ് ഗുപ്ത ആയിക്കോട്ടെ, ഈ ഓർഗനൈസേഷന്റെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള വി പാർട്ട്നർ ദേവദത്തൻ ആയിക്കോട്ടെ, ഇവരൊക്കെ ഓൾറെഡി വലിയ വലിയ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ദേവദത്തനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആളൊരു മില്യണർ ആയിരുന്നു, ഓൾറെഡി ആളൊരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ആയിരുന്നു, ഒരുപാട് വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതാണ് ആള്, ഓൾറെഡി ഒരു മില്യണർ ആയിരുന്നു, ഹോങ്കോങ്ങിലാണ് സെറ്റിൽ ആയത്. ആൻഡ് ആള് ക്യൂനെറ്റ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ, ആള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാള് അല്ലെങ്കിൽ അത്രത്തോളം അച്ചീവ്മെന്റ് ചെയ്തിട്ടുള്ള ഒരാള്, ആൾക്ക് മനസ്സിലായ സംഭവം വെച്ചാൽ വലിയൊരു സംഭവം നമ്മൾ കിട്ടിപ്പണിയെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ എപ്പോഴും സ്ട്രോങ് ആണ് മനസ്സിലായി. സോ അതുകൊണ്ട് തന്നെ വാല്യൂസ് ആയിക്കോട്ടെ, പ്രോസസ് ആയിക്കോട്ടെ, ഇത് എത്തിക്സ് ആയിക്കോട്ടെ, ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു ഫൗണ്ടേഷൻ വെച്ചുകൊണ്ടാണ് ഇൻഫിനിറ്റി സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ആണ്. ഇത് നിങ്ങൾക്ക് അറിയണ്ടായിരുന്നു, ആർക്കും അറിയണ്ടായിരുന്നില്ല. അറിയാതെയാണ് ഈ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ വന്നത് അല്ലെ. നമ്മൾ അറിയാതെ ഒരു അമ്പെടുത്തിട്ട് വിഷയപ്പോൾ കറക്റ്റ് കൊണ്ട പോലെയാണ് ആക്ച്വലി ബിസിനസ് നമ്മുടെ ലൈഫിലോട്ട് വന്നു അല്ലെ, ഇതുവരെ എത്തി.
ഇനി 5 കൊല്ലം 6 കൊല്ലം 7 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ആവുക എന്നുള്ളത് പക്ഷേ ഈ ബിസിനസ് നിങ്ങൾ എത്രത്തോളം സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്, എത്രത്തോളം നിങ്ങൾ കമ്മിറ്റ് ആവാൻ റെഡിയാണ്, എത്രത്തോളം നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ റെഡിയാണ്, എത്രത്തോളം നിങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യാൻ റെഡിയാണ്, എത്രത്തോളം നിങ്ങൾ ഇത് ഫോളോ ചെയ്യാൻ റെഡിയാണ്. ഇതാണ് ആക്ച്വലി അടുത്ത 5-6 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ എവിടെയാണെന്ന് തീരുമാനിക്കുള്ളൂ. സോ നിങ്ങൾ നല്ല സ്ഥലത്ത് എത്തിയെങ്കിലും എവിടെയാണ് എത്തേണ്ടത് അത് ഇനിയുള്ള ആക്ഷനിലൂടെ തീരുമാനിക്കുക. സോ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ എല്ലാവരും എന്നെ കേട്ടിരുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സെഷനിൽ കണ്ടുറങ്ങും, നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും